സുബ്ഹാന എന്നെന്നും ശേഷിക്കുന്നവനായ അള്ളാഹു എന്നർത്ഥം കൊടുത്തിട്ടുള്ള അള്ളാഹുവിൻ്റെ ഇസ്മുകളിലെ 80-ാമത്തെ ഇസ്മാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത് ഇൻഷാ അല്ലാഹ്. അൽ ബാഖി സുബ്ഹാന. ബഖാ എന്നത് ഫനാ എന്ന വാക്കിൻ്റെ വിപരീത പദമാണ്. ബഖാ എന്ന് പറഞ്ഞാൽ എന്നെന്നും നിലനിൽക്കുക എന്നതാണ്. അതിൻ്റെ ഓപ്പോസിറ്റാണ് ഫനാ, നശിച്ചു പോവുക എന്നത്. നമ്മൾ മനുഷ്യർ, അള്ളാഹുവിൻ്റെ സൃഷ്ടികൾ ഓരോരുത്തരും ഫനാഇന് വിധേയമാകുന്നവരാണ്. നമ്മൾ ഫനാഇന് വിധേയമാകുന്നവരാണ്. അള്ളാഹു ജല്ല ജലാലു മാത്രമാണ് ബാക്കിയായവൻ, എന്നെന്നും നിലനിൽക്കുന്നവൻ. ബഖിയത്തുല്ലാഹി ഖൈറുൽ ലക്കും ഇൻ കുൻതും മുഅ്മിനീൻ വമാ അന അലൈക്കും ബിഹഫീദ്. വിശുദ്ധ ഖുർആൻ ബഖിയ എന്നൊരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ബഖിയ എന്ന വാക്കിൽ നിന്നാണ് ബാഖി എന്ന വാക്കൊക്കെ ഉണ്ടായത്. പക്ഷേ ബഖിയ എന്ന വാക്കിന് അള്ളാഹുവിനെ അനുസരിക്കുക എന്നാണ് അർത്ഥം കൊടുക്കുക. ബഖിയത്തുല്ലാഹി ഖൈറുൽ ലക്കും, അള്ളാഹുവിനെ അനുസരിക്കലാണ് നിങ്ങൾക്ക് ഖൈർ. ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ. വമാ അന അലൈക്കും ബിഹഫീദ്. എന്തുകൊണ്ട് ബഖിയത്തിന് അള്ളാഹുവിനെ അനുസരിക്കുക എന്നർത്ഥം വന്നു എന്നത് മുഫസ്സിരീങ്ങൾക്കിടയിലെ ഒരു ചർച്ചയാണ്. ശേഷിക്കുന്നത് എന്നാണ് അതിനർത്ഥം. ഈ ശേഷിക്കുന്നത് എന്നതിന് അള്ളാഹുവിനെ അനുസരിക്കുക എന്നർത്ഥം എങ്ങനെ വന്നു? ത്വാഅത്ത് എന്നർത്ഥം എങ്ങനെ വന്നു? അതിനെ സംബന്ധിച്ച് പറയുന്നത്, മനുഷ്യൻ്റെ സൽക്കർമ്മങ്ങൾ മാത്രമാണല്ലോ മനുഷ്യന് അവശേഷിക്കുന്നത്. തിന്മകൾ, അതിൻ്റെ ആസ്വാദനം നശിച്ചു പോകുന്നു. പക്ഷേ മനുഷ്യൻ്റേതായി ഉണ്ട് എന്ന് പറയാൻ അവകാശപ്പെടാനുള്ളത് അമലുകൾ മാത്രമാണ്, അമലു സ്വാലിഹാത്ത്. ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ സമ്പത്ത്, കുടുംബം, അമല്, ഇങ്ങനെ 3 കാര്യങ്ങളാണ് ഒരു മനുഷ്യന് ബാക്കിയുണ്ടാവുക. സമ്പത്തുണ്ടാവും, അവരുടെ കുടുംബം ഉണ്ടാവും, അവിടെ അമലുണ്ടാവും. സമ്പത്ത് ഭൂമിയിൽ ബാക്കിയായിട്ടാണ് ഖബറിലേക്ക് പോകുന്നത്. കുടുംബം, അഹ്ലുകാരോ അവർ മയ്യത്തിനെ മറവ് ചെയ്ത് മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്റാ, മണ്ണ് വാരിട്ടിട്ട് അവരും തിരിച്ചു പോരും. പിന്നെ ആരാ മനുഷ്യൻ്റെ കൂടെയുള്ളത്? അമലുഹു, മനുഷ്യൻ്റെ അമല് മാത്രമാണ്. അതാണ് ബാക്കിയാവുക. ബഖിയത്തുല്ലാഹ്, എന്തെങ്കിലും ബാക്കിയായിട്ട് കാര്യമുണ്ടോ? സൽക്കർമ്മങ്ങൾ ബാക്കിയായിട്ടല്ലേ കാര്യമുള്ളൂ. അതുകൊണ്ട് ഉപകാരപ്പെടുന്ന, ശേഷിക്കുന്നത് സൽക്കർമ്മങ്ങൾ മാത്രമാണ്. അപ്പോൾ മനുഷ്യനിൽ അല്ലാഹു ജല്ല ജലാലു മനുഷ്യൻ്റെ ശരീരത്തിൽ ചില വികാരങ്ങളെ നിക്ഷേപിച്ചിട്ടുണ്ട്.
മനുഷ്യന് ഭക്ഷിക്കാനുള്ള ഷഹ്വത്ത്, ഒരു ഡിസയർ, തിന്മകളിലേക്കുള്ള മനുഷ്യൻ്റെ ചിന്തകൾ, തിന്മകൾ ചെയ്യാനുള്ള ടെൻഡൻസി, ഇത് അള്ളാഹു ഉദ്ദേശിക്കുന്ന വിധത്തിൽ ചെലവഴിക്കുകയാണെങ്കിൽ അത് ഇബാദത്തിൻ്റെ ഭാഗമാണ്. അതല്ലേ, അതുകൊണ്ട് മനുഷ്യൻ നരകത്തിലേക്ക് എത്തിപ്പെടുകയും ചെയ്യും. മഅദല്ലാഹ്, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ബഖിയത്തുല്ലാഹി ഖൈറുൽ ലക്കും. നോട്ടത്തെ സംബന്ധിച്ച് ആലിമീങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു മനുഷ്യൻ ഹറാമിലേക്ക് നോക്കാതിരിക്കുക എന്നത് ഒരു വലിയ ക്വാളിറ്റിയാണ്. അതൊരു പക്ഷേ മറ്റു ഏതെങ്കിലും ഒരു ഇബാദത്തിനെ പോലെയല്ല. ഒരാളുടെ കണ്ണ് ഒരാൾ ഹറാമിലേക്ക് അഴിച്ചുവിട്ടാൽ, തൻ്റെ വീടിന് മുമ്പിൽ വാതിൽ തുറന്നു വെച്ചിട്ടുണ്ട്, അയൽപക്കത്തൊരു പെണ്ണ് അത്രക്കൊന്നും വൃത്തിയിൽ വസ്ത്രം ധരിക്കാതെ പുറത്തിറങ്ങിയിട്ടുണ്ട്, നിങ്ങൾ നോക്കരുത് എന്ന് നിങ്ങളെ നിയന്ത്രിക്കുന്നത് അള്ളാഹു മാത്രമാണ്. വേറെ ആരും അത് അറിയുക പോലും ഉണ്ടാവില്ല. അള്ളാഹുവിനെ ഭയപ്പെടുന്ന ഒരാൾക്ക് മാത്രമേ അത് ചെയ്യാൻ കഴിയുള്ളൂ. മോഷണം ചെയ്യുക, പിടിക്കപ്പെട്ട കൈ മുറിക്കപ്പെടും, അല്ലെങ്കിൽ ശിക്ഷ ഉണ്ടാവും, ജയിലിലേക്ക് പോകേണ്ടി വരും. അത് പേടിച്ചിട്ട് ആളുകൾ ആ തെറ്റ് ചെയ്യൂല. നേരെ മറിച്ച് കണ്ണ് സൂക്ഷിക്കുക എന്ന് പറഞ്ഞ ആ ഒരു വലിയ ഇബാദത്ത് ചെയ്യുന്നത് അള്ളാഹുവിനെ ഭയപ്പെടുന്ന ആൾ മാത്രമായിരിക്കും. അല്ല, നോക്കിയാൽ കണ്ണ് പൊട്ടിക്കുന്നു, അങ്ങനത്തെ ശിക്ഷ ഉണ്ടോ? ഇല്ല. അള്ളാഹുവിനെ പേടിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അള്ളാഹുവിനെ ഭയപ്പെടുക എന്ന് മാത്രമേ അവിടെ ഉള്ളൂ. പടച്ചതമ്പുരാനെ ഭയപ്പെട്ടുകൊണ്ട് മനുഷ്യൻ്റെ ഒരു വികാരത്തെ നിയന്ത്രിക്കുകയാണ്. ഇത് വലിയൊരു ഇബാദത്താണ്. അങ്ങനെ കണ്ണിനെ നിയന്ത്രിക്കുകയാണെങ്കിൽ റസഖഹുല്ലാഹു ഇബാദത്തൻ യജിദു ഹലാവതഹ, ആസ്വാദനമുള്ള ഒരു ഇബാദത്ത് അല്ലാഹു പകരം നൽകുമെന്ന് നബിയുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എങ്ങനെ? കണ്ണിനെ ഹറാമിലേക്ക് നോക്കാതെ സൂക്ഷിച്ചാൽ, അത് ആണായാലും പെണ്ണായാലും, കണ്ണിനെ ഹറാമിലേക്ക് നോക്കാതെ സൂക്ഷിച്ചാൽ അതിന് പകരം അള്ളാഹു നൽകുന്ന പ്രതിഫലം ആസ്വാദനമുള്ള ഇബാദത്താണ്. ഭയങ്കര ആസ്വാദനത്തിൽ, എന്തെന്നില്ലാത്ത ആസ്വാദനത്തോടുകൂടെ ഇബാദത്ത് ചെയ്യാൻ കഴിയും. അത് അള്ളാഹു ഈ ലോകത്ത് നൽകുന്നതാണ്. അത് മിനൽ ബാഖിയാത്തി സ്വാലിഹാത്ത്, നിലനിൽക്കുന്ന നന്മയാണ്. അള്ളാഹു എന്നെന്നും നിലനിൽക്കുന്നവനാണ്. എന്നാൽ സൽക്കർമ്മങ്ങളെയും അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യൻ്റെ ഏറ്റവും എന്നെന്നും നിലനിൽക്കുന്ന ഏറ്റവും നല്ല നിലനിൽപ്പ്, അതായത് സ്വർഗത്തിൽ എന്നെന്നും ഉണ്ടായിരിക്കുക എന്നതിന് റബ്ബ് തആല കാരണമാക്കിയത് സൽക്കർമ്മങ്ങളെയാണ്. അള്ളാഹു അമല സ്വാലിഹാത്ത് ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ബഖാ എന്നത് ഫനാഇൻ്റെ ഓപ്പോസിറ്റാണ്. ഫന എന്ന് പറഞ്ഞാൽ നശിച്ചു പോവുക എന്നാണ്. ബഖാ എന്ന് പറഞ്ഞാൽ എന്നെന്നും നിലനിൽക്കുക എന്ന് പറഞ്ഞാൽ ലാ വഖത ബഅദഹു, അള്ളാഹുവിന് ശേഷം എന്ന് പറയുന്ന ഒരു സമയമല്ല. അള്ളാഹു അസലിയാണ്. ലാ വഖത ഖബ്ലഹു, അള്ളാഹു തആലക്ക് മുമ്പ് എന്ന് പറയാനും ഒരു സമയമല്ല. സമയത്തിൻ്റെ സൃഷ്ടാവാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. അതുകൊണ്ട് സമയം ഇന്നലെ, ഇന്ന്, നാളെ എന്നത് അള്ളാഹുവിനെ ബാധിക്കുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ലാ അവ്വല ഖബ്ലഹു വലാ ആഖിറ ബഅദഹു, അള്ളാഹു അവ്വലുൽ അവ്വലീൻ വ ആഖിറുൽ ആഖിരീൻ. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ ഭൂമിയിലെ ഏറ്റവും ശ്രേഷ്ഠമായൊരു വിഷയമാണ് അസ്മാഉൽ ഹുസ്ന. അള്ളാഹുവിനെ സംബന്ധിച്ച് അറിയുക എന്ന ഏറ്റവും വലിയ ഇൽമാണ് നമ്മൾ നേടിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹു ആരാണെന്ന് മനസ്സിലാക്കലാണ്. നമ്മുടെ എല്ലാ തരത്തിലുമുള്ള നമ്മുടെ നിലനിൽപ്പിന് എന്തൊക്കെ ആവശ്യമുണ്ടോ അത് മുഴുവനും അള്ളാഹുവിൻ്റെ അസ്മാഉൽ ഹുസ്നയിലുണ്ടെന്നാണ്. നമ്മുടെ നിലനിൽപ്പിന് ആവശ്യമായത്. നമുക്ക് അള്ളാഹുവിൻ്റെ റഹ്മത്ത് വേണം. യാ റഹ്മാൻ ഇർഹംനാ, കാരുണ്യവാനായ റബ്ബേ നീ ഞങ്ങൾക്ക് റഹ്മത്ത് ചെയ്യണം. അള്ളാഹുവിൻ്റെ റഹ്മത്ത് നമുക്ക് വേണം, കരുണ വേണം, മഗ്ഫിറത്ത് വേണം, നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം വേണം. യാ ജബ്ബാർ ഉജ്ബുർന, ജബ്ബാറായ അള്ളാഹുവേ ഞങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തരണേ. യാ ഷാഫി ഇഷ്ഫിന, ശിഫ നൽകാൻ കഴിയുന്ന റബ്ബേ ഞങ്ങൾക്ക് ശിഫ നൽകണമേ. ഇന്നലെ ഒരു കുട്ടിയെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു. വളരെ പ്രയാസകരമായൊരു രോഗത്തിന് ശിഫ വേണം, അതിന് ചികിത്സിക്കണം. അതുകൊണ്ട് ഡോക്ടർമാർ അടിയന്തരായി അഡ്മിറ്റ് ചെയ്യണമെന്ന് പറയുന്നു. കുട്ടിയെ അഡ്മിറ്റ് ചെയ്യുന്നു.
ഇന്ന് രാവിലെ മെസ്സേജ്, ആ കുട്ടിയുടെ ബന്ധു, ഡോക്ടർ പറഞ്ഞൊരു കുഴപ്പം കാണുന്നില്ലല്ലോ, എന്തോ അത്ഭുതം സംഭവിച്ചിട്ടുണ്ടല്ലോ, ഉണ്ട്, ഡിസ്ചാർജ് കൊണ്ടുപോയിക്കൊള്ളു, ഓപ്പറേഷനും വേണ്ട, ഒന്നും വേണ്ട, ഒരു കുഴപ്പമില്ല. യാ ഷാഫി, അള്ളാഹു ഷാഫിയാണ്. അള്ളാഹുവിൻ്റെ ഖലാഉം നമ്മുടെ ദുആഉം കൂടെ ഒത്തുവന്നാൽ ഏത് രോഗത്തിനും അള്ളാഹുവിന് ശിഫ തരാൻ കഴിയും. അള്ളാഹുവിൻ്റെ ഖലാഉ മറിച്ചാണെങ്കിൽ മാത്രമേ, എന്നാലും ചെയ്ത ദുആഇന് ഒരു തടസ്സം ഉണ്ടാവില്ല. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ പേര് വിളിക്കുമ്പോൾ യാ ഷാഫി ഇഷ്ഫിന, ഷാഫിയായ റബ്ബേ ഞങ്ങൾക്ക് നീ ശിഫ നൽകി. യാ ബാഖി, ബാഖിയായ അള്ളാഹുവേ, അല്ലാഹുമ്മ വഫിഖ്നാ ലിൽ ബഖാഇ ഫിൽ ജന്ന, സ്വർഗത്തിൽ ഞങ്ങൾക്ക് എന്നെന്നും ശേഷിക്കാനുള്ള ഭാഗ്യം തരണമേ. റബ്ബിനോട് എന്തൊക്കെ നമുക്ക് കടപ്പാടുകളുണ്ടോ ആ കടപ്പാടുകൾ മുഴുവനും ഒത്തിണങ്ങിയത് അള്ളാഹുവിൻ്റെ 99 ഇസ്മുകളിൽ കാണാൻ പറ്റും. അത് നമ്മുടെ ആവശ്യത്തിനാണ് അള്ളാഹു തആല അസ്മാഉൽ ഹുസ്ന ഇറക്കി തന്നതെന്ന്. അത് നമുക്കുള്ള പിടിക്കയറാണ്, അള്ളാഹുവിലേക്ക് നമുക്ക് അടുക്കാനുള്ള വഴിയാണ്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ഓരോ ഇസ്മ വെച്ചിട്ടാണ്. പൈസക്ക് ആവശ്യമുണ്ട്, പ്രയാസമാണ്, ദാരിദ്ര്യമാണ്, യാ മുഗ്നി അഗ്നിന, എല്ലാ തരത്തിലും ഐശ്വര്യം നൽകുന്നവനായ അള്ളാഹുവേ ഞങ്ങൾക്ക് ഐശ്വര്യം നൽകണമേ. യാ മുഗ്നി എന്ന അള്ളാഹുവിൻ്റെ ഇസ്മ വിളിക്കണം. ആരോഗ്യം പ്രശ്നമാണ്, ആരോഗ്യക്കുറവുണ്ട്, ശക്തി വേണം. യാ ഖവിയ്യു ഖവ്വിന, ഖവിയായ അള്ളാഹുവേ നീ കഴിവുള്ളവനാണ്, ഖുദ്റത്തുള്ളവനാണ് അള്ളാഹുവേ. യാ ഖാദിറു, ഖാദിറായ റബ്ബേ ഞങ്ങൾക്ക് നീ ഖുദ്റത്ത് നൽകണമേ. എന്തൊക്കെ നമുക്ക് ആവശ്യമുണ്ടോ അത് അള്ളാഹുവിൻ്റെ ഇസ്മ വെച്ച് ചോദിക്കാൻ പറ്റും. അതാണ് അള്ളാഹുവിൻ്റെ ഇസ്മുകളുടെ പ്രത്യേകത. മാലിക് ഇബ്നു ദീനാർ റഹ്മത്തുള്ളാഹി തആല അലൈഹി ബസ്റക്കാരനാണ്. ബസ്റയിൽ നിന്ന് അദ്ദേഹം കൂഫയിലേക്ക് വന്നു. കൂഫയിൽ വന്നപ്പോൾ രണ്ടും ഇറാഖിലെ 2 നഗരങ്ങളാണ്. അവിടെ മഴയെ തേടിയുള്ള നിസ്കാരം നടക്കുകയാണ്. ദുഹ്ർ സമയം എല്ലാവരും പോകുന്നുണ്ട്, കുട്ടികളും മക്കളും ആടും മാടും ഒട്ടകങ്ങളും എല്ലാവരെയും തെളിച്ചിട്ടാണ് കൊണ്ടുപോവുക മഴയെ തേടിയുള്ള നിസ്കാരത്തിന് പോകുമ്പോൾ. മഹാനവർ ചോദിച്ചു, എവിടേക്കാണ്, എന്തിനാണ് എല്ലാവരും ഇങ്ങനെ പോകുന്നത്? പറഞ്ഞു, ഒരുപാട് കാലമായി മഴ കിട്ടാതെ വിഷമത്തിലാണ്, അതുകൊണ്ട് ഇസ്തിസ്ഖാ നിസ്കാരത്തിന് വേണ്ടി പോവാണ്. ദുഹ്ർ നിസ്കരിച്ചു, മഴയെ തേടിയുള്ള നിസ്കാരം നടന്നു, മഴ പെയ്യണില്ല. അപ്പോൾ അവിടുത്തെ ഇമാമ് പറഞ്ഞു, അസ്ർ നിസ്കരിക്കണവരെ വെയിറ്റ് ചെയ്യണം, അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും തിരക്കുള്ളവർ പോയിട്ട് വരണം, അസ്ർ നിസ്കരിക്കാൻ അവിടെ എത്തണം, നമ്മൾ അസ്ർ നിസ്കരിച്ചിട്ട് വീണ്ടും ഒരു ഇസ്തിസ്ഖാ നിസ്കരിക്കും. അസ്ർ നിസ്കരിച്ചു, വീണ്ടും മഴയെ തേടിയുള്ള നിസ്കാരവും ഖുതുബയൊക്കെ നിർവഹിച്ചു. മഴ പെയ്യുന്നില്ല. ചില സമയത്ത് ഇസ്തിസ്ഖാ നിസ്കാരം തീരുന്നതോടുകൂടെ മഴ പെയ്യുന്നത് കാണാൻ പറ്റും. അങ്ങനെ എത്രയോ സ്ഥലങ്ങളിൽ അടുത്ത കാലങ്ങളിൽ വരെ സംഭവങ്ങൾ എത്രയോ ഉണ്ടായിട്ടുണ്ട്. ചില ആളുകളുടെ ദുആ, രണ്ട് അഫ്ഗാനികളായ 2 സാധുക്കൾ മരുഭൂമിയുടെ നടുവിൽ നിന്നുകൊണ്ട് ദുആ ചെയ്തിട്ട് ദുആ തീരുന്നതിന് മുമ്പ് മഴ കിട്ടിയ സംഭവം അടുത്തുണ്ടായിട്ടുണ്ട്. അത് വരയ്ക്കുന്നു, വളരെ തെളിഞ്ഞ വെട്ടിത്തിളങ്ങുന്ന ആകാശമാണ്, നല്ല വെളിച്ചമുണ്ട്, ഒരു മേഘം പോലുമില്ല. ഇസ്തിസ്ഖാ ചെയ്ത് ദുആ ചെയ്യുക, 2 മനുഷ്യന്മാർ. ആ ദുആ തീരുന്നതിന് മുമ്പ് മഴ പെയ്യുന്നു. എത്രയോ അള്ളാഹുവിൻ്റെ മുഹബ്ബീങ്ങൾക്ക് അള്ളാഹു നൽകും. അസ്ർ നിസ്കരിച്ചിട്ടും ദുആ ചെയ്തു, മഴ കിട്ടണില്ല. മഗ്രിബ് നിസ്കരിച്ചിട്ട് ദുആ ചെയ്തു, മഴ പെയ്യുന്നില്ല. ഇശാ കഴിഞ്ഞിട്ടും കിട്ടുന്നില്ല. അതിൽ പിന്നെ ഇമാം പറഞ്ഞു, എല്ലാവരും പോയിക്കോളി, വീട്ടിൽ പോയിക്കോളി, കിടന്നുറങ്ങിക്കോളി. മാലിക് ഇബ്നു ദീനാർ റഹ്മത്തുള്ളാഹി അലൈഹി കൂഫയുടെ പള്ളിയിലേക്ക് കയറി ചെന്നു. അപ്പോൾ അവിടെ ആരുമില്ല, ഇപ്പോൾ വിദേശിയാണ്, ആ നാട്ടുകാരനല്ല, ബസ്രയിൽ നിന്ന് വന്നതാണ്. അപ്പോൾ പള്ളിയിൽ ഒരു മൂലയിൽ പോയി അവിടെ ഇങ്ങനെ ഇരുന്നു. രാത്രി വെളിച്ചൊന്നും ഉണ്ടാവില്ലല്ലോ പള്ളിയിൽ, ലൈറ്റും ട്യൂബൊന്നും ഇല്ലല്ലോ. ആ സമയത്ത് ഒരു മനുഷ്യൻ അങ്ങോട്ട് കയറി വന്നത് ശ്രദ്ധിച്ചു. അയാൾ പള്ളിയുടെ ഒരു തൂണിൻ്റെ അരികത്ത് വന്നു, 2 റക്അത്ത് നിസ്കരിച്ചു. എന്നിട്ട് പറഞ്ഞു, അല്ലാഹുവേ മാ അഹദനാ മിൻക ഇല്ല റഹ്മ, അല്ലാഹുവേ നിന്നിൽ നിന്ന് ഞങ്ങൾക്ക് പരിചയമുള്ളത് നിൻ്റെ റഹ്മത്താണ്. ഇങ്ങനെ മഴ തരാതെ ഞങ്ങളെ പിടിച്ചു വെച്ച് ബുദ്ധിമുട്ടാക്കുന്നത് റബ്ബേ നിൻ്റെ ശീലമല്ല, നിൻ്റെ ശൈലിയല്ല. അതുകൊണ്ട് അല്ലാഹു മസ്ഖിന, ഞങ്ങൾക്ക് മഴ വേണം. ദുആണ് കഴിഞ്ഞപ്പോഴേക്കും മാലിക് ഇബ്നു ദീനാർ തങ്ങൾ പറയാം, പള്ളിയിലിരിക്കുന്ന ഞാൻ കേട്ടു ഇടിപൊട്ടുന്നതും മിന്നലൊക്കെ കാണാൻ തുടങ്ങി. രാത്രിയാണ്. ഈ മനുഷ്യൻ അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. മഹാനവറുകൾ അവിടെ ഉണ്ട് എന്ന് ഇയാൾ അറിഞ്ഞിട്ടില്ല.
പിന്നാലെ പോയി ഇയാൾ പിറകോട്ട് നോക്കാതെ ഓടുകയാണ്. അദ്ദേഹത്തിൻ്റെ വീട് എവിടെയാണെന്ന് കണ്ടുപിടിക്കണം. ഒന്നും സംസാരിച്ചില്ല മാലിക് ബിൻ ദീനാർ എന്നവർ. ഇയാൾ ധൃതി പിടിച്ച് നടന്നു പോകുന്നു. അപ്പോൾ നോക്കുമ്പോൾ ഒരു കറുത്ത വർഗ്ഗക്കാരനായ ഒരു സാധുവായ മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ പിന്നാലെ നടന്നു അയാൾ അറിയാതെ. അങ്ങനെ അദ്ദേഹം ഒരു കോമ്പൗണ്ടിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോകുമ്പോൾ ഇച്ചിരി മണ്ണെടുത്തു. മണ്ണ് വെള്ളം കൊണ്ട് നനഞ്ഞിട്ടുണ്ട്, മഴ പെയ്തതല്ലേ. ആ മണ്ണെടുത്തുകൊണ്ട് ചുമരിൽ അദ്ദേഹം ഒരു അടയാളം വെച്ച് പോന്നു. നാളെ രാവിലെ ചെന്നിട്ട് ഈ മഹാനോട് ദ്വാരപ്പിക്കാം. അങ്ങനെ രാവിലെ മുതൽ തുടങ്ങിയ ദ്വാക്ക് ഉത്തരം കിട്ടാതെ ഒരു മനുഷ്യൻ്റെ ദ്വാക്ക് അല്ലാഹു ഉത്തരം നൽകിയതല്ലേ. അതുകൊണ്ട് വല്ലാത്ത ഒരു പ്രതീക്ഷയിൽ അദ്ദേഹത്തെ കാണണം. അപ്പോൾ രാത്രി ചെന്ന് ബുദ്ധിമുട്ടാക്കേണ്ട പാതിരാക്കായി അദ്ദേഹം വന്നത്. അപ്പോൾ വാതിൽ ഒരു അടയാളം വെച്ചിട്ട് പോകുന്നു, ചുമരിന് ഒരു അടയാളം, ഒരു മണ്ണത്. രാവിലെ ചെന്ന് നോക്കുമ്പോൾ അടിമക്കച്ചവടം നടത്തുന്ന ഒരു മുതലാളി ആ കോമ്പൗണ്ടിൻ്റെ ഉള്ളിലുള്ളത്, ബഗ്ദാദുകാരനാണ്. അപ്പം അദ്ദേഹം കയറി ചെന്ന് നോക്കുമ്പോൾ കുറേ അടിമകളെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. അടിമ കച്ചവടമുള്ള കാലമാണ്. മാലിക് ബിൻ ദീനാർ എന്നവർ, ഒരാളെ നോക്കാൻ വേണ്ടി ഞാൻ വന്നതാണ് എന്ന് പറഞ്ഞ് ഇങ്ങനെ നോക്കുമ്പോൾ അതിലൊന്നും ഇന്നലെ കണ്ട ആളുടെ ഒരു രൂപമോ ഹൈറ്റോ വെയിറ്റോ ഒന്നും ഒരാളെയും കാണുന്നില്ല. ഇയാൾ ചോദിച്ചു, അടിമകളെ വേണ്ടേ? ഓരോരുത്തരെ കാണിച്ചു കൊടുത്തു. ഇയാളെടുത്തോ, ഇയാളെ വാങ്ങിച്ചോ, ഇവൻ ശക്തനാണ്, കരുത്തുള്ളവനാണ്, ആരോഗ്യമുള്ളവനാണ്, ഇവൻ ഇത്രയാണ് പൈസ എന്നൊക്കെ പറയുമ്പോഴും മാലിക് ബിൻ ദീനാർ എന്നവർ, ഞാൻ ഉദ്ദേശിച്ച ആളെ കണ്ടിട്ടില്ലല്ലോ. അങ്ങനെ പിറ്റേ ദിവസം വന്നു. ഇതേപോലെ മൊത്തം നോക്കിയവിടെ അടിമകളങ്ങനെ വെച്ചിട്ടുണ്ട്. അന്ന് അങ്ങനെയാണ്, കന്നുകാലി ചന്തകളുള്ള പോലെയാണ് അടിമകളെ വെച്ചിരുന്നത് എന്നാണ്. സുബ്ഹാനല്ലാഹ്. ആ സിസ്റ്റം വിശുദ്ധ ഇസ്ലാമാണ് ഇല്ലായ്മ ചെയ്തത്. അടിമകളെ മോചിപ്പിക്കുക, അടിമകളെ മോചിപ്പിക്കുക, ഇതന്നെയാണ് പ്രായശ്ചിത്തം. അവസാനം മഹാനവറുകൾ നിരാശയോടുകൂടെ ഇറങ്ങാൻ പോകുമ്പോൾ റൂമിൻ്റെ ഉള്ളിൽ ഒരാൾ ഇരിക്കുന്നുണ്ട്. ആ മുതലാളിയോട് ചോദിച്ചു, അതാരാ? അതൊരു അടിമ തന്നെയാണ്, പക്ഷെ അവനൊന്നിനും കൊള്ളൂല, ഞാൻ കണ്ടോട്ടെ എന്ന് ചോദിച്ചു. നോക്കുമ്പോൾ ആ കണ്ട മനുഷ്യനാണ്. സുബ്ഹാനല്ലാഹ്. ചോദിച്ചു, ഇയാളെനിക്ക് വിൽക്കുമോ? എന്തിന് ഇയാളെ വാങ്ങിക്കണം? എൻ്റെ ഈ അടിമകളിൽ ഒന്നിനും പറ്റാത്ത ആളാണ് ഇയാൾ, ഒരാരോഗ്യമില്ലാത്ത മനുഷ്യനാണ്. നിങ്ങൾക്ക് അടിമകളെ വേണമെങ്കിൽ എത്രയോ നല്ല ആരോഗ്യമുള്ള ആൾക്കാർ ഇവിടെ ഇല്ല, വേറെ ഇല്ല, അവരെ വാങ്ങിച്ചൂടെ എന്ന് ചോദിച്ചു. എനിക്ക് ഇയാളെ മതി, എന്നാൽ വെറുതെ കൂട്ടേക്കുമെന്ന് പറഞ്ഞു. മാലിക് ദീനാർ നിങ്ങൾ പറഞ്ഞു, എനിക്ക് വെറുതെ വേണ്ട, ഞാൻ പൈസ തരാം, എന്നാൽ കയ്യിലുള്ള പൈസ തന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ കയ്യിലുള്ള കാശ് കൊടുത്തു, ആ മനുഷ്യനെ കൊണ്ടുപോവാണ്. മഹാനവറുകൾ നേരെ പള്ളിയിലേക്കാണ് കൊണ്ടുപോയത്. എന്നിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു, ഒരു കാര്യം പറഞ്ഞു, ഞാൻ നിങ്ങളെ അള്ളാഹുവിൻ്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ മോചനം നൽകുകയാണ്, അടിമ മോചനം നൽകി നിങ്ങളെ ഞാൻ സ്വതന്ത്രനാക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ്, എനിക്ക് നിങ്ങൾ പണിയെടുക്കൊന്നും വേണ്ട. ലിമയാ സയ്യിദി, എൻ്റെ സയ്യിദേ, കാരണം ഉടമസ്ഥനാണല്ലോ, നിങ്ങൾ എന്തിനാണ് എന്നെ അങ്ങനെ വാങ്ങിച്ചു കൊണ്ടുവന്ന് വെറുതെ എന്നെ ഇങ്ങനെ വിടാൻ കാരണം? എന്തേ നിങ്ങൾക്ക് ഞാൻ ജോലിയൊന്നും ചെയ്യണ്ടയോ, എന്നെ ആവശ്യമല്ലേ എന്ന് ചോദിച്ചപ്പോൾ മഹാനവറുകൾ ചോദിച്ചു, ഇന്നലെ ഈ മസ്ജിദിലേക്ക് വന്ന് ദുആ ചെയ്തു പോയ ആൾ നിങ്ങളല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ചോദിച്ചു, അവർ ഐത്ത, നിങ്ങളെന്നെ കണ്ടോ എന്ന് ചോദിച്ചു. പറഞ്ഞു, ആ ഞാൻ കണ്ടു. അപ്പോൾ അദ്ദേഹം അല്ലാഹുലേക്ക് കയ്യുർത്ത്, ഇലാഹി വസയ്യിദി, എൻ്റെ ഉടമസ്ഥനും യജമാനനുമായ അല്ലാഹുവേ, ഞാനും നീയും തമ്മിലുള്ള സിത്തർ, ഞാനും നീയും തമ്മിലൊരു മറയുണ്ടായിരുന്നു, ആ മറ ഇപ്പോൾ പൊളിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് അല്ലാഹുവേ ഖുദ്നി ഇലൈക്ക്, നീ എന്നെ നിന്നിലേക്ക് കൊണ്ടുപോയേക്കണം. ഇതും പറഞ്ഞൊരു കടത്തം കിടന്നതാ. നോക്കുമ്പോൾ അയാൾ മരിച്ചു പോയിട്ടുണ്ട്. അല്ലാഹു സമീഅൻ, അല്ലാഹു ദുആ കേൾക്കുന്നവനാണ്. പക്ഷെ ആരുടെ ദുആ? ഒരുപാട് ആയിരക്കണക്കിന് ആൾക്കൂട്ടങ്ങളൊന്നും വേണമെന്നുണ്ടാവില്ല. അള്ളാഹുവിന് വേണ്ടി പടച്ചവൻ ഇഷ്ടപ്പെടുന്ന ഒരു അള്ളാഹുവിൻ്റെ ഒരു ആബിദായ മനുഷ്യൻ്റെ ഒരു ദുആ മതി. അത് നമ്മളൊന്നും ഒരിക്കലും വില കൊടുക്കാത്തല്ലെങ്കിൽ നമ്മളൊന്നും അത്രങ്ങ് ഗൗനിക്കാത്ത ആളുകൾ വരെ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ആളുകളുണ്ടാവും. ലോകത്ത് എത്ര വലിയ വിഷമങ്ങളും പ്രയാസങ്ങളും ഉണ്ടെങ്കിലും ആരുടെ ദുആയാണ് അള്ളാഹു സ്വീകരിക്കുക എന്ന് പറയാൻ പറ്റില്ല. യാ സമീഅ, എല്ലാ പ്രാർത്ഥനകളും കേൾക്കുന്നവനായ റബ്ബേ, ഇസ്മഅ ദുആഅന,
ഞങ്ങളുടെ ദുആ കേൾക്കണമേ. അള്ളാഹുവിൻ്റെ സമീഅ എന്ന ഇസ്മ വെച്ചുകൊണ്ട് അള്ളാഹുവിനെ വിളിക്കാം. സൃഷ്ടികൾക്ക് എന്താണോ ആവശ്യം, ആ ആവശ്യങ്ങൾ മുഴുവനും നിർവഹിച്ചു കൊടുക്കാൻ ആവശ്യമായ എല്ലാ വിശേഷണങ്ങളും അള്ളാഹുവിൻ്റെ 99 ഇസ്മുകളിൽ പഠിക്കാനുണ്ട്. അതൊരു ചെറിയ വിഷയമല്ല. അള്ളാഹുവിൻ്റെ ഇസ്മിൻ്റെ മഹത്വം നമ്മളീ പറയുന്ന ഈ ഒരു മണിക്കൂറോ 1.5 മണിക്കൂറോ പറയുന്നതുമല്ല. അതിലേറെ ആഴത്തിൽ എത്രയോ പഠിക്കാൻ അർത്ഥതലങ്ങളുള്ള അള്ളാഹുവിൻ്റെ ഇസ്മുകളാണിതൊക്കെ. യാ അല്ലാഹ്. അള്ളാഹു അൽ ബാഖി സുബ്ഹാന. അള്ളാഹുവിനോടാണ് ബഖാ ചോദിക്കേണ്ടത്. നമുക്ക് അള്ളാഹുവിനോടെ ചോദിക്കാനുള്ളൂ ബഖാ. നമ്മളെല്ലാം നശിച്ചു പോകും, ഫനാ ഉള്ളവരാണ്. നമ്മളൊക്കെ നശിച്ചു പോകും, ഒന്നും ബാക്കിയാവില്ല. കാരണം ദ കോസ് ആൻഡ് ഇഫക്ട്സ് തിയറി പറയുന്നത് തന്നെ അത് പടിഞ്ഞാറുകാർ കണ്ടുപിടിച്ച തിയറിയാണ്, മുസ്ലിമീങ്ങൾ കണ്ടുപിടിച്ചതല്ല. അത് ഏതൊരു വസ്തുവിന് എനിത്തിങ് ദാറ്റ് ഹാസ് ബിഗിനിങ് ഷുഡ് ഹാവ് എ ക്രിയേറ്റർ ആൻഡ് ഇറ്റ് ഷുഡ് ഹാവ് എൻ എൻഡ്. ഏതൊരു ആരംഭമുള്ള വസ്തുവിനും ഒരു സൃഷ്ടാവുണ്ടാകും, അതിനൊരു അന്ത്യവും ഉണ്ടാകും. അത് ഉറപ്പാണ്. നമ്മൾ അള്ളാഹുവിനെ സംബന്ധിച്ച് പറയുമ്പോൾ എല്ലാറ്റിനും ഒരു കാരണമുണ്ടാവണം, എല്ലാറ്റിനും ഒരു കാരണം നിർബന്ധമാണ് എന്ന് പറയാതെ സൃഷ്ടിക്കപ്പെട്ട എല്ലാറ്റിനും ഒരു കാരണമുണ്ട് എന്നാണ് പറയേണ്ടത്. എല്ലാ ഷൈഉം കുല്ലു ഷൈഇൻ, എല്ലാ വസ്തുവിനും അള്ളാഹുവിനെ സംബന്ധിച്ച് ഷൈഅ് എന്ന് പറയാൻ പറ്റും. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത്, ഒരു ഉള്ളത് എന്ന അർത്ഥത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് മൗജൂദാണ്. എല്ലാ മൗജൂദായതിനും ഉള്ള എല്ലാറ്റിനും ഒരു സൃഷ്ടാവ് വേണം എന്ന് പറയാൻ പറ്റില്ല. അള്ളാഹു ഉള്ളവനാണ്. അള്ളാഹുവിന് സൃഷ്ടാവിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല. അതുകൊണ്ട് സൃഷ്ടിക്കപ്പെട്ട എല്ലാറ്റിനും മാസിവൽ ബാരി സുബ്ഹാന, ബാരിയായ അള്ളാഹു അല്ലാത്തത് മുഴുവൻ സൃഷ്ടിക്കപ്പെട്ടതാണ്. സൃഷ്ടിക്കപ്പെട്ടതിന് മുഴുവനും ഒരു സൃഷ്ടാവ് വേണം, അതിന് അന്ത്യവും നിർബന്ധമാണ്. ഇന്ന് ലോകത്തറിയപ്പെടുന്ന വൈൽഡ്ലി ആക്സെപ്റ്റഡ് തിയറിയാണ് തിയറി ഓഫ് ബിഗ് ബാങ്, മഹാവിസ്ഫോടനം, അൽ ഇൻഫിജാറുൽ അദീം, മഹാവിസ്ഫോടനം എന്ന് പറയുന്ന സംഭവം. പ്രപഞ്ചമുണ്ടായത് ഒരു ചെറിയൊരു സിംഗുലാരിറ്റി, ഒന്ന് എന്ന് പറയുന്ന ഒന്നിൽ നിന്നാണ്. ഏറ്റവും കണ്ണുകൊണ്ട് പോലും കാണാൻ പറ്റാത്ത വിധം അതിസങ്കീർണമായ ഒരു ചെറിയ സാധനം ഇത് മുഴുവൻ ഉണ്ടായത്. ഈ പ്രപഞ്ചം നമ്മളടക്കം ഇതെല്ലാം ഈ പ്രപഞ്ചം മുഴുവൻ ഉണ്ടായത് സിംഗുലാരിറ്റിയിൽ നിന്നാണ് എന്ന് പറയുമ്പോൾ അതില്ലാതിരുന്നൊരു സമയമുണ്ടായിരുന്നു എന്നുറപ്പായി, അതിന് തുടക്കമുണ്ട് എന്നുറപ്പായി. അതുകൊണ്ട് ഏതൊന്നിന് തുടക്കമുണ്ടോ അതിന് ഫനാ നിർബന്ധമാണ്. ബഖാ, സൃഷ്ടിക്കപ്പെടാത്തതിന് മാത്രമേ ബഖാ ഉള്ളൂ, അത് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മാത്രമാണ്. ബാക്കി എല്ലാറ്റിനും ഫനാ ആണ്, എല്ലാം നശിച്ചു പോകും. നമ്മുടെ ചിന്തകളും നമ്മുടെ വാക്കുകളും നമ്മൾ പ്രസംഗിക്കുന്നതും നമ്മൾ എഴുതുന്നതും നമ്മൾ തിന്നുന്നതും കുടിക്കുന്നതും ചിരിക്കുന്നതും നടക്കുന്നതും എക്സസൈസും മരിച്ചു കഴിഞ്ഞാൽ ഒക്കെ നിൽക്കും, എല്ലാം നിൽക്കും. ആ മനുഷ്യന് പേന എഴുതാൻ ചലിപ്പിക്കാൻ കഴിയില്ല, നാവ് ചലിപ്പിക്കാൻ കഴിയില്ല, എണീറ്റ് നടക്കാൻ പറ്റൂല, എല്ലാം ഡെഡ് ടു ദ കംപ്ലീറ്റ് എൻഡ്. നമ്മളങ്ങനെയാണ്. ആ ബഖായിലേക്ക് നമ്മൾ ആ ഒരു ഫനായിലേക്ക് നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് മനുഷ്യൻ എന്ന് പറയുന്നത് സമയമാണ് എന്ന് മഹാന്മാർ പറയും. അൽ ഇൻസാനു അസ്മിന, മനുഷ്യൻ എന്ന് പറയുന്നത് ശരിക്കും സമയം, നമ്മൾ സമയമാണ് ശരിക്കും. അതുകൊണ്ട് ഇദാ ളാഅ ബഅ്ദു മിൻഹു ളാഅ ബഅ്ദു ജസദിഹി, സമയത്തിൽ നിന്ന് ഒരൽപ്പം കടന്നുപോയാൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് അല്പം കുറഞ്ഞുപോയി. അങ്ങനെ സമയം തീരുന്നതോടുകൂടെ നമ്മളങ്ങ് തീരുകയാണ്. താത്വികമായി പറഞ്ഞാൽ നമ്മൾ സമയമാണ്. നമ്മളെന്ന് പറഞ്ഞ കുറച്ച് ദിവസങ്ങളാണ്, നമ്മളെന്ന് പറഞ്ഞാൽ കുറച്ച് മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. ആ മണിക്കൂറുകൾ തീർന്നാൽ നമ്മൾ അവസാനിച്ചു. നമ്മൾ ഫനായിലേക്ക് നീങ്ങുകയാണ്. അള്ളാഹു മാത്രമാണ് ബാക്കിയായവൻ. കുല്ലു ഷൈഇൻ ഹാലികുൻ ഇല്ലാ വജ്ഹ, എല്ലാം നശിക്കും ഇല്ലാ വജ്ഹ, അള്ളാഹുവിൻ്റെ ദാത്തൊഴികെ എന്ന് അള്ളാഹു ജല്ല ജലാലു. സൃഷ്ടിക്കപ്പെട്ടത് മുഴുവൻ അതിൻ്റെ എൻഡിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മനുഷ്യരും ജീവജാലങ്ങളും എല്ലാം നിശ്ചലമാവും, എല്ലാം നിശ്ചലമാവും. ബാക്കിയാവുന്നത് അല്ലാഹു ജല്ല ജലാലുവിൻ്റെ പരിശുദ്ധമായ ദാത്ത് മാത്രമാണ്. കുല്ലു ഷൈഇൻ ഹാലികുൻ ഇല്ലാ വജ്ഹ. ബഖിയത്തുല്ലാഹി ഖൈറുൽ ലക്കും. അതുകൊണ്ട് ബാക്കിയായ അള്ളാഹു നമുക്ക് തെരഞ്ഞെടുത്ത നമ്മുടെ നിലനിൽപ്പിന്, എന്നെന്നും നിലനിൽക്കുക, സ്വർഗത്തിൽ നിലനിൽക്കുക എന്നതിന് അള്ളാഹു നമുക്ക് തിരഞ്ഞെടുത്ത വഴി ബഖിയത്തുല്ലാഹ്
സൽക്കർമ്മങ്ങൾ മാത്രമാണ്. സൽക്കർമ്മങ്ങളാകുന്നത് അതിൻ്റെ നിയ്യത്തും ഇഖ്ലാസും ഉണ്ടാകുമ്പോൾ മാത്രമാണ്. ഇത് രണ്ടുമുണ്ടെങ്കിൽ നമ്മുടെ അമല് അല്ലാഹു തആല ഖബൂൽ ചെയ്യുന്നു. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് തന്നെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് ഇബാദത്ത് ചെയ്യാൻ തക്ലീഫ് ചെയ്തു എന്നാ പറയാം. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹ. ഓരോ ശരീരത്തിനും അതിനെക്കൊണ്ട് കഴിയുന്നത് മാത്രമേ അള്ളാഹു ആവശ്യപ്പെട്ടിട്ടുള്ളൂ. അതുകൊണ്ട് അള്ളാഹു ആവശ്യപ്പെട്ടതാണ് നമ്മളോട് നിസ്കരിക്കാൻ പറഞ്ഞത്. അള്ളാഹുവിൻ്റെ തക്ലീഫാണ് നോമ്പെടുക്കാൻ വേണ്ടി പറഞ്ഞത്. അള്ളാഹുവിൻ്റെ തക്ലീഫാണ് സകാത്തും ഹജ്ജും എല്ലാ ഇബാദത്തും അള്ളാഹു നമ്മളെ ഏൽപ്പിച്ച തക്ലീഫാണ്. തക്ലീഫ് എന്ന് പറഞ്ഞാൽ സംതിങ് വിച്ച് ഈസ് ബൗണ്ട് അപ്പോൺ അസ്, നമുക്ക് നിർബന്ധമാക്കപ്പെട്ട സംഗതിയാണ്. തക്ലീഫ് എന്ന് പറഞ്ഞാൽ തന്നെ പ്രയാസം അതിനർത്ഥമുണ്ട്. കാരണം തിന്മകൾ ചെയ്യാൻ മനുഷ്യന് പ്രയാസമല്ല. പ്രത്യക്ഷത്തിൽ ആലോചിച്ച് കഴിഞ്ഞാൽ തിന്മകൾക്ക് വല്ല അധ്വാനമുണ്ടോ? സ്കരിക്കുന്ന പോലെ ഓതൊക്കെ ഉണ്ടാക്കി നോമ്പ് വെക്കുന്ന പോലെ സഹരിയൊക്കെ കഴിച്ച് നീയത്തൊക്കെ വെച്ച് നവൈത്തു സൗമോഗതി എന്നൊക്കെ പറഞ്ഞ് തിന്മകൾ അങ്ങനെയൊന്നും അല്ലല്ലോ ചെയ്യുന്നത്. തിന്മകൾ മനുഷ്യൻ ചെയ്തു കൂട്ടല്ലേ. തിന്മകൾ ചെയ്യാൻ തക്ലീഫില്ല, അത് ഈസി ആയിട്ട് തോന്നും. നേരെ മറിച്ച് തക്ലീഫുള്ള ഇബാദത്ത് അതിൻ്റെ ആസ്വാദനം എന്നും നിലനിൽക്കും. ഒരധ്വാനവുമില്ലാത്ത തിന്മ അതിൻ്റെ ശിക്ഷ എന്നും നിലനിൽക്കും, അതിൻ്റെ ആസ്വാദനം അവിടെ തീരുകയും ചെയ്യും. ഇതാണ് ലോകം. തിന്മകൾക്ക് തക്ലീഫില്ല, തിന്മകൾക്ക് ആഹ്വാനമില്ല. അള്ളാഹു നമ്മളോട് നിർബന്ധിച്ച് പറഞ്ഞതല്ല. അത് ഇബാദത്ത് മുഴുവനും അള്ളാഹുവിൻ്റെ ത്വാഅത്ത് മുഴുവനും തക്ലീഫാൻ, നമ്മളോട് ചെയ്യാൻ പറഞ്ഞതാണ്. അള്ളാഹുവിൻ്റെ തഖ്വ എന്ന് പറഞ്ഞാൽ അൻ യറാകല്ലാഹു, അള്ളാഹു നിന്നെ കാണണം. ഹൈഥു അമറക്, നിന്നോട് നീ വേണം എന്ന് പറഞ്ഞെടുത്ത് നീ ഉണ്ടായിരിക്കണം. വലാ യജിദക ഹൈഥു നഹാക്, അള്ളാഹു നിന്നെ കാണരുത്. എവിടെ അവൻ നിന്നോട് കാര്യം ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ടോ അവിടെ നീ ഉണ്ടാവരുത്. എവിടെ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടോ അവിടെ നീ ഉണ്ടാവണം. അതിനാണ് തഖ്വ എന്ന് പറയാം. തഖ്വ എന്ന് പറഞ്ഞാൽ അൻ യജിദകല്ലാഹു ഫീമാ ഔ ഹൈഥുമാ അമർ വ അല്ലാ യജിദകല്ലാഹു ഫീമാ നഹാക്. അള്ളാഹു നമ്മളോട് കൽപ്പിച്ചെടുത്ത് നമ്മൾ ഉണ്ടാവണം. അള്ളാഹ് ഉണ്ടാവരുത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഉണ്ടാവാൻ പാടില്ല. ഇതൊരു തക്ലീഫാണ്, ഇതിന് അധ്വാനമുണ്ട്. അപ്പോൾ നിസ്കരിക്കുമ്പോൾ ഒരു പ്രയാസം തോന്നും, പക്ഷെ വിഷമിക്കരുത്. നമ്മൾ എക്സാം എഴുതില്ല, കുട്ടികൾ ഭയങ്കര സ്ട്രെസ്സായിരിക്കും അല്ലേ, ടെൻഷനായിരിക്കും, കുട്ടികൾക്ക് ഉറങ്ങാൻ പറ്റൂല. ചിലരൊക്കെ പിന്നെ സൈക്കാട്രിസ്റ്റിനെ കാണിക്കും. സ്ട്രെസ് റിലീസ്, എക്സാം റിലേറ്റഡ്, എക്സാം ഫോബിയ. സുബ്ഹാനല്ലാഹ്. നാളെ അല്ലാഹുവിൻ്റെ മുമ്പിൽ പോയി നിൽക്കണം എന്ന് ആലോചിച്ച് നോക്കി. നിങ്ങളെ മാനേജർ ഇന്നിപ്പോൾ ഏത് ദിവസം, ഇന്നിപ്പോൾ വ്യാഴാഴ്ച, നാളെ വെള്ളിയാഴ്ചയാണ്, ശനി ഞായറിപ്പോൾ ഒഴിവാണ്. തിങ്കളാഴ്ച ഒരു പേഴ്സണൽ മീറ്റിംഗ് ഉണ്ട്, വരണമെന്ന് HR എന്നൊരു ഇൻഫർമേഷൻ വന്നാൽ, അല്ലെങ്കിൽ നിങ്ങളുടെ മെയിൻ മാനേജർ നിങ്ങളെ കാണണമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല, പേടിച്ചിട്ട് 2 ദിവസം ഉറങ്ങൂല. ഒരു മനുഷ്യനാണ് നിങ്ങളെ ചോദ്യം ചെയ്യാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾ എന്തെങ്കിലും മിസ്റ്റേക്ക് സംഭവിച്ചു, നിങ്ങൾക്ക് ധാരണയുമുണ്ട്, അതിനെക്കുറിച്ച് ചോദിക്കാനായിരിക്കുമെന്ന് ഉറപ്പാണ്. തിങ്കളാഴ്ച മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഇന്ന് ഉറക്കം വരില്ല, നാളെ മറ്റന്നാൾ ഉറക്കില്ല. എന്തിന്? ഒരു മഖ്ലൂക്കിനെ ചോദ്യം ചെയ്യാൻ പോവുകയാണെന്ന് കേൾക്കുമ്പോൾ വഖിഫൂഹും ഇന്നഹും മസ്ഊലൂൻ. അല്ലാഹുവിൻ്റെ മലക്കുകളോട് പറയും, മനുഷ്യരെ മുഴുവനും അവിടെ നിർത്തണം. ഇന്നഹും മസ്ഊലൂൻ, ഞാൻ അവരോട് ചോദിക്കാൻ പോവുകയാണ്. അല്ലാഹുവിൻ്റെ ആ ഒരു ചോദ്യത്തെക്കുറിച്ച് ആലോചിച്ച് നോക്കി, നമ്മൾ എത്ര പേടിക്കണം. മനുഷ്യനെ ചോദ്യം ചെയ്യുന്ന നമുക്ക് പേടിയാണ്. അപ്പോൾ ഖാലിഖായ അല്ലാഹു ഖൽഖിനെ ചോദ്യം ചെയ്യുന്നതിൻ്റെ അവസ്ഥ എന്തായിരിക്കും? അതുകൊണ്ട് നന്മകൾ ചെയ്യുന്നത് പ്രയാസത്തോടു കൂടെയാണ്, അതിന് അധ്വാനമുണ്ട്. പക്ഷേ ഒരു എക്സാം കഴിഞ്ഞ് അതിന് റിസൾട്ട് വരുന്നതോടുകൂടെ ആശ്വാസം കിട്ടുന്ന പോലെ ഇബാദത്തിൻ്റെ പ്രയാസം നമ്മൾ അനുഭവിച്ചു കഴിഞ്ഞു. ഉറക്കുണ്ട്, ക്ഷീണുണ്ട്, ഉറക്കം തണ്ണിയിട്ടാണ് നിസ്കരിക്കണത്. നിസ്കരിച്ച് കഴിഞ്ഞാൽ അവിടെ തന്നെ ഉറങ്ങി വീണെന്ന് വരും. പ്രയാസത്തോടു കൂടിയാണ് ചെയ്യണത്. ആയിക്കോട്ടെ, ആ അധ്വാനത്തിന് അതിന് കിട്ടുന്ന ത്വാഅത്ത്, അതിന് കിട്ടുന്ന സമ്മാനം, അള്ളാഹു നൽകുന്ന ഹസനാത്തുകൾ ആലോചിച്ചാൽ ബഖിയ്യത്തുല്ലാഹ് എന്നെന്നും നിലനിൽക്കാൻ നമ്മളെ സഹായിക്കുന്നതായിരിക്കും. ബാക്കിയൊക്കെ പോകും. തിന്മകൾ ചെയ്യാൻ പ്രയാസമല്ല, തിന്മകൾക്ക് അധ്വാനം വേണ്ട. അതുകൊണ്ട് തന്നെ തിന്മയുടെ ആസ്വാദനം പെട്ടെന്ന് നഷ്ടപ്പെടുകയും നശിച്ചു പോവുകയും ചെയ്യും. ആ തിന്മയുടെ പരിണിത ഫലം അവിടെ ബാക്കിയാവുകയും ചെയ്യും. അതാണ് അതിൻ്റെ അപകടം. വൽബാഖിയാത്തു സ്വാലിഹാത്തു ഖൈറുൻ ഇൻദ റബ്ബിക സവാബൻ വഖൈറുൻ അമല. അതുകൊണ്ട് നാളെ അല്ലാഹുവിൻ്റെ അടുത്ത് ബാക്കിയാവുന്നത് സൽക്കർമ്മങ്ങൾ മാത്രമാണ്. അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തിദ് ദുനിയ. സമ്പത്തും മക്കളും ഭൗതിക ലോകത്തിൻ്റെ അലങ്കാരമാണ്.
വൽ ബാഖിയാത്ത്, എന്നെന്നും നിലനിൽക്കുന്നത് സൽക്കർമ്മങ്ങളാണ് എന്ന് പറയാണ്. അതാണ് അള്ളാഹിൻ്റെ അടുത്ത് ചെന്നാൽ കിട്ടുള്ളൂ. മക്കളും സമ്പത്തും ഈ ലോകത്തിൻ്റെ അലങ്കാരമാണെന്നാണ് പറഞ്ഞത്. പറയേണ്ടത് എന്താണ്? ശേഷിക്കുന്നത് സൽക്കർമ്മങ്ങളാണെന്ന് പറഞ്ഞുകൊണ്ട് മക്കളും സമ്പത്തും നശിച്ചു പോകുന്നതാണെന്നാണ് പറയേണ്ടത്. പക്ഷെ അള്ളാഹു ഉപയോഗിച്ച വാക്കെന്താണ്? സീനത്തുൽ ഹയാത്തി ദുന്യ, ഭൗതിക ലോകത്തിൻ്റെ ഒരു ആർഭാടം മാത്രമാണ്. അപ്പോൾ നമ്മൾ ആരെങ്കിലും വീട്ടിലേക്ക് വരുമ്പോൾ വീട് കാണിച്ചു കൊടുക്കും, കുട്ടികളെ പരിചയപ്പെടുത്തി കൊടുക്കും, വാഹനം ഉണ്ടെങ്കിൽ അത് കാണിച്ചു കൊടുക്കും, കുട്ടികൾ എന്തെങ്കിലുമൊക്കെ വരച്ചിട്ടുണ്ടെങ്കിൽ അത് കാണിച്ചു കൊടുക്കും, എന്തെങ്കിലും റയർ കളക്ഷൻസ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് കാണിച്ചു കൊടുക്കും. അപ്പോൾ പറയും ഇത് ലണ്ടനിൽ നിന്ന് കൊണ്ടുവന്നതാ, ഇത് പാരീസിൽ നിന്ന് കൊണ്ടുവന്നതാ, ഇതിന് കൊടുത്ത് ഇത്ര $. ഇങ്ങനെ മനുഷ്യൻ ഒരുമിച്ച് കൂട്ടിയ ഈ കളക്ഷൻസൊക്കെ കാണിച്ചു കൊടുക്കും. സീനത്തുൽ ഹയാത്തി ദുന്യ, ഈ ലോകത്തിൻ്റെ ചെറിയൊരു അലങ്കാരം മാത്രമാണ്, ഇത് നശിച്ചു പോകുന്നതാണ് എന്ന് പറയാനാണ് അള്ളാഹു വാക്കുപയോഗിച്ചത്. നിങ്ങളുടെ മരണത്തോടുകൂടെ തീർന്നു. മനുഷ്യൻ ഉണ്ടാകുന്നത് ഒരു ഇല്ലായ്മയിൽ നിന്നാണ്, അല്ലേ? മനുഷ്യൻ ഫനായിൽ നിന്ന് വുജൂദിലേക്ക് വന്നു, അദമിൽ നിന്ന് വുജൂദിലേക്ക് വന്നു എന്ന് പറയും. ഇനി വുജൂദിൽ നിന്ന് അദമിലേക്ക് പോകും, പിന്നെ അദമിൽ നിന്ന് ആഖിറത്തിലേക്ക് വുജൂദിലേക്ക് വീണ്ടും തിരിച്ചു വരും. മരിച്ചു പോകുന്ന ആളെ കുറിച്ച് ആലോചിച്ച് നോക്കി. അനുശോചന യോഗം, പ്രാർത്ഥനാ സദസ്സ്, ഇതിപ്പോൾ എല്ലാവർക്കും എന്നും കിട്ടുമോ? കുറച്ച് ആൾക്കാർക്ക് ഇത് കിട്ടുള്ളൂ. 3 ദിവസം കഴിഞ്ഞു, 40 കഴിഞ്ഞു, ആണ്ട് കഴിഞ്ഞു, 2 ആണ്ട്, 3 ആണ്ട് കഴിഞ്ഞു, പിന്നെ ആളുകൾ ഓർക്കാതെയാവും. ഇങ്ങനൊരു മനുഷ്യൻ ഭൂമുഖത്തുണ്ടായിരുന്നോ എന്നുപോലും ഓർക്കാൻ ആളുകളുണ്ടാവില്ല. അതേ ഒരവസ്ഥയിലായിരുന്നു നിൻ്റെ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ 10 മാസം മുമ്പ്, 9 മാസം മുമ്പ് അങ്ങനെ ഒരാൾ ഉള്ളതായിട്ട് ആർക്കും അറിയില്ലായിരുന്നു, അല്ലേ? ചില പുസ്തകങ്ങൾ കാണും 970 പബ്ലിഷ് ചെയ്തതാണ്, നിങ്ങൾ ജനിക്കുന്നത് 75-ലാണ് അല്ലെങ്കിൽ 85-ലാണ് 95-ലാണ്. ആ പുസ്തകം രചിക്കപ്പെടും അല്ലെങ്കിൽ പുസ്തകം പ്രിൻ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ലോകത്തില്ല, ലോകത്ത് നിങ്ങളില്ലായിരുന്നു, 0 ആയിരുന്നു. ഹൽ അതാ അലൽ ഇൻസാനി ഹീനും മിനദ്ദഹരി ലം യകുൻ ഷൈഅൻ മദ്കൂറാ. പറയപ്പെടാൻ മാത്രം ഒരു വസ്തുവേ ആയിരുന്നില്ലല്ലോ നിങ്ങൾ, പറയപ്പെടാൻ മാത്രം ഒരു സംഭവമായിരുന്നു. അതേപോലെ നിങ്ങൾ മാറാൻ, മരിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും മറന്ന് നിങ്ങളുടെ സ്റ്റോറി പൂട്ടിവെച്ച് പോയി. പിന്നെ മനുഷ്യൻ അവരുടെ ലോകത്തേക്ക് ബിസിയാവുകയാണ്. മരിച്ചവർ എത്ര ആൾക്കാർ മരിച്ചു പോയി ആലോചിച്ച് നോക്കിയത്. കുറച്ചു കാലം നമ്മൾ ഓർക്കും, പിന്നെ മറക്കും. അതുകൊണ്ട് മനുഷ്യൻ ഇല്ലായ്മയിൽ നിന്ന് ഉണ്മയിലേക്ക് വന്ന് ഇല്ലായ്മയിലേക്ക് തിരിച്ചുപോയി, പിന്നെ അള്ളാഹു ആഖിറത്തിലേക്ക് കൊണ്ടുവരികയാണ്. നമുക്ക് ഫന ആണുള്ളത്, അള്ളാഹുവിന് മാത്രമാണ് ബഖാ അൽ ബാഖി സുബ്ഹാന. അള്ളാഹുവാണ് എന്നെന്നും നിലനിൽക്കുന്നവനായ റബ്ബ്. അള്ളാഹുവിൻ്റെ നിലനിൽപ്പ് ദാത്തിൻ്റെ വിശേഷണമാണ്. അള്ളാഹുവിൻ്റെ ദാത്ത് റബ്ബ്, നമ്മൾ ഈ ശരീരം എന്ന നമ്മുടെ ദാത്താണ്. അള്ളാഹുവിൻ്റെ ദാത്ത് എന്താ നമുക്കറിയില്ല. അള്ളാഹു നമുക്ക് സിഫാത്തുകൾ, വിശേഷണങ്ങൾ, അസ്മാഉകൾ മാത്രമേ തന്നിട്ടുള്ളൂ. റബ്ബ് തആലയുടെ ദാത്തിൻ്റെ വിശേഷണമാണ് അള്ളാഹു ബാഖിയാണ്. നമ്മുടെ ബഖാ എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ റഹ്മത്തുമായി ബന്ധപ്പെട്ടിട്ടാണ്. ആ റഹ്മത്തിൻ്റെ വരവങ്ങോട്ട് നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ബഖാ, നമ്മുടെ നിലനിൽപ്പില്ലാതെ പോകും. 70 സെക്കൻഡ്, 100 സെക്കൻഡ്, 150 സെക്കൻഡ് ഇതൊന്നും മനുഷ്യനെ പിടിച്ചേക്കാൻ പറ്റില്ല. 4 ബഖീലന്മാർ, പിഷ്കന്മാർ വെള്ളത്തിൽ മുങ്ങിയൊരു കഥ പറയാറുണ്ട്. ഉള്ളതല്ലാത്തതെന്ന് എനിക്കറിയില്ല. ആരാണോ ആദ്യം വെള്ളത്തിൽ നിന്ന് പൊങ്ങണത് അയാൾ ബാക്കിയുള്ളവർക്ക് ഭക്ഷണം മേടിച്ചു കൊടുക്കണം. അപ്പോൾ 4 ആളും പിഷ്കന്മാരാ. പിന്നെ അവിടെ കിടന്ന് മരിച്ചേക്കാം. മിൻഹാ ഖലഖ്നാകും വഫീഹാ നുഈദുകും. മനുഷ്യന്മാർക്ക് ശ്വാസം പിടിച്ചേക്കാൻ പരിധിയുണ്ട്. 1 മിനിറ്റ്, 1.5 മിനിറ്റ്, 2 മിനിറ്റിലും പോവില്ല, 2 മിനിറ്റൊന്നും പോവില്ല. റയർ കേസുകളുണ്ടായിരിക്കാം. 1 മിനിറ്റ്, 1.25 മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും പൊങ്ങാൻ തുടങ്ങും, ബോഡി അടക്കം പൊങ്ങാൻ തുടങ്ങും, വെയിറ്റ് ലോസ് ആവും. അപ്പോൾ 4 പിഷ്കന്മാരായപ്പോഴേ ആരാണോ ആദ്യം തല പൊക്കണ ആൾ ഭക്ഷണം കൊടുക്കണം എന്നാണ് പറഞ്ഞത്. അതാവില്ല എന്ന് വിചാരിച്ച പോലെ മൗത്തായി എന്നാ വെള്ളത്തിൻ്റെ ഉള്ളിൽ. മനുഷ്യൻ്റെ സംഭവം ഇത്ര നിസ്സാരമായ സംഭവം. ശ്വാസം അങ്ങ് പിടിച്ചു വെച്ചാൽ തീരുന്നതാണ്. എന്തൊക്കെ വമ്പാ മനുഷ്യന്മാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതിനിടയ്ക്ക്. ഇത്രയേ മനുഷ്യനുള്ളൂ. മൂക്കും വായും 1 മിനിറ്റ് പിടിച്ചു വെച്ചാൽ തീർന്നു. ഒന്നും വേണ്ട, ഷൂട്ട് ചെയ്തൊന്നും വേണ്ട, മനുഷ്യൻ അവിടെ തീരും. വളരെ ദുർബലമാണ്. അള്ളാഹുവിൻ്റെ നമ്മുടെ ഹാർട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹാർട്ട് നിശ്ചലമായി എന്ന് വിചാരിക്കാം.
മരിച്ചു കിടക്കുന്ന മനുഷ്യൻ്റെ ഹാർട്ട് ആലോചിച്ച് നോക്കി. ആ മനുഷ്യൻ ജീവിച്ചിരിക്കുന്ന സമയത്ത് ഹാർട്ടിന് വല്ല കുഴപ്പവും സംഭവിച്ചാൽ നമ്മൾ ലക്ഷങ്ങൾ കെട്ടിവെച്ച് അതിന് ചികിത്സ ചെയ്യും, ഇല്ലേ? ലക്ഷങ്ങൾ കെട്ടിവെക്കും, ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ വരെ നടത്തും. മരിച്ചു കഴിഞ്ഞൊരു 3 ദിവസം ആകുമ്പോഴേക്കും ഈ മയ്യത്ത് അഴുകാൻ തുടങ്ങും. ആ ഹാർട്ട് കൊണ്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. ജീവനുണ്ടായിരുന്നപ്പോൾ ആ ഹാർട്ടിന് വിലയുണ്ട്, അതിന് നമ്മൾ ചികിത്സിച്ച് നന്നാക്കും. പക്ഷെ മരിച്ചു കഴിഞ്ഞാൽ മനുഷ്യൻ്റെ ശരീരം ദുർഗന്ധം വമിക്കാൻ തുടങ്ങുകയാണ്. യാ അല്ലാഹ്, ഇത് മനസ്സിലാക്കി തരാനാണ് അല്ലാഹു ബാഖിൻ, അല്ലാഹുവാണ് നിലനിൽക്കുന്നത്, നിങ്ങൾ ഇവിടുന്ന് പോകാനുള്ളവരാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോയി. അഷ്റഫു ഖൽഖില്ലാഹ് വ അഷ്റഫു റസൂലില്ലാഹ്, ഹബീബായ നബി തങ്ങൾ ലോകത്ത് നിന്ന് പോയാൽ, ലോകത്ത് നിന്ന് വിട പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തെ പിന്നെ ഒരാൾക്കും മരണമില്ലാതെ സർവൈവ് ചെയ്യാൻ പറ്റുമെന്ന് മോഹിക്കൽ, സ്വപ്നം കാണാൻ പോലും അവകാശമല്ല എന്നാ കുട്ടികൾ പറയില്ല. അള്ളാഹു ഇത്രയും കോടിക്കണക്കിന് ആൾക്കാരുടെ ഇടയിലപ്പോൾ ഞാൻ ജീവിക്കണം, ഇന്ന ഒരാളെ കാര്യം അള്ളാഹ് മറന്നാൽ പോരെ, ഞാനവിടെ രക്ഷപ്പെട്ടു പോകില്ല. അങ്ങനെയില്ല. സനഉദ്ദുഹും അദ്ദാ, അള്ളാഹുവിൻ്റെ അടുത്ത് സെൻസസ് ഉണ്ടെന്നാണ് പറഞ്ഞത്, കൃത്യമായ എണ്ണ ഉണ്ട്. നഉദ്ദുഹും അദ്ദാ, വി വിൽ എന്യൂമറേറ്റ് ദം. അള്ളാഹു ശരിക്ക്, അള്ളാഹ്ക്കറിയാം എത്ര സൃഷ്ടികളുണ്ട്, എത്ര ഇലയുണ്ട്, അള്ളാഹു തആലക്കറിയാം. അള്ളാഹു ജല്ല ജലാലുഹു അൽ ബാഖി സുബ്ഹാനഹു, എന്നെന്നും നിലനിൽക്കുന്നവൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മാത്രമാണ്. അതുകൊണ്ട് നിങ്ങളുടെ നിലനിൽപ്പ് ശാശ്വതമല്ല, നശ്വരമാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായില്ലേ? തങ്ങൾ വഫാത്തായി കഴിഞ്ഞാൽ വേറെ ആർക്കെങ്കിലും ഈ ലോകത്ത് ബഖാ ഉണ്ടോ? അമ്പിയാക്കന്മാർ വഫാത്താകുന്നു. സയ്യിദ് ഈസ അലൈഹിസ്സലാം, ഖിദ്ർ അലൈഹിസ്സലാം, ഇവർക്ക് അല്ലാഹു നൽകിയ ഒരു പ്രത്യേകമായൊരു ജീവിതം, അത്രയേ ഉള്ളൂ. അവരും മരിക്കും. ജിബ്രീൽ അലൈഹിസ്സലാം മരിക്കും. മലായിക്കത്തുൽ കിറാം മുഴുവനും മരിക്കും. അള്ളാഹുവിൻ്റെ അർശിനെ താങ്ങുന്ന മലക്കുകൾക്കടക്കം അള്ളാഹു ഒരു സെക്കൻഡ് നേരത്തെങ്കിലും മൗത്ത് നൽകുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇഷ്ടപ്പെട്ടവരെ വേർപിരിഞ്ഞു പോകും, അല്ലേ? മരണം അങ്ങനെയാണ്. മുഫർരിഖുൽ ജമാഅത്ത്, ഹാദിമുൽ ലദ്ദാത്ത്, എല്ലാ സുഖങ്ങളും അവിടെ തീരും. മുഫർരിഖുൽ ജമാഅത്ത്, ഭാര്യ ഭർത്താവിൻ്റെ, ഭർത്താവ് ഭാര്യയെ, കൂട്ടുകാരനെ, കളിക്കൂട്ടുകാർ, ഫുട്ബോൾ ടീം അംഗങ്ങൾ എല്ലാവരും മരിച്ചു. എല്ലാവരും ഗുഡ് ബൈ, മരിച്ചു. മരണത്തെ ആർക്കും തടുക്കാൻ പറ്റില്ല. സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും എത്ര മെഹബൂബീങ്ങളാണ്, എത്ര വലിയ ഹിബ്ബായിരുന്നു രണ്ടുപേർക്കും. ലികുല്ലി ഇജ്തിമാഇൻ മിൻ ഖലീലയ്യ ഫുർഖതു, എല്ലാ കൂടിച്ചേരലുകൾക്കും എല്ലാ റുഫഖായിനും ഒരു വേർപിരിയൽ നിർബന്ധമാണ്. എത്ര ഹിബ്ബായിരുന്നു റസൂലുള്ളാഹി തങ്ങൾ സിദ്ദീഖ് എന്നവരും. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹബീബായ നബി തങ്ങളെ സ്നേഹിച്ചതിന് കണക്കില്ല. തങ്ങൾക്ക് സിദ്ദീഖ് എന്നവരുള്ള സ്നേഹം അങ്ങനെയായിരുന്നു, ഭയങ്കരമായ സ്നേഹമായിരുന്നില്ലേ? പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി കിടക്കുമ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പുണ്യ നബിയുടെ മുഖത്തെ വസ്ത്രം നീക്കിക്കൊണ്ട് പറഞ്ഞു, തുബിത ഹയ്യം വ മയ്യിത, ജീവിച്ചിരിക്കുമ്പോഴും മരിച്ചു കിടക്കുമ്പോഴും ഹബീബേ അങ്ങേക്ക് എന്തൊരു സുഗന്ധമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. തിങ്കളാഴ്ച ദിവസം ഹബീബായ നബി തങ്ങൾ വഫാത്താകുന്ന ദിവസം അവിടത്തേക്കൊരു ഒരു ഒരു ഉണർവ് കിട്ടിയെന്നാണ്. ചില രോഗികൾക്ക് അങ്ങനെ ഉണ്ടാവും, വല്യമ്മ കഞ്ഞുടിച്ചു എന്ന് പറയും. അപ്പോൾ എല്ലാവരും എന്നാഞ്ഞ് പോവുക, അതുവരെ നമ്മൾ ആകെ വേജാറിലെ റാഹത്തായല്ലോ, 1 മണിക്കൂർ കഴിയുമ്പോൾ മരിച്ചു എന്നും കേൾക്കാം. കുറഞ്ഞ നേരത്തേക്ക് ഒരു അവസാന സമയം, അത് മുഅ്മിനീങ്ങൾക്ക് തയ്യാറെടുപ്പ് ചെയ്യാനുള്ള സമയമാണ്. അവരുടെ മെമ്മറി തിരിച്ചു കിട്ടുന്ന സമയം, ബോധം തിരിച്ചു കിട്ടുന്ന സമയം, കലിമ ചൊല്ലാൻ സാധിക്കുന്ന സമയം. ഫാറൂഖ് റളിയല്ലാഹു അൻഹു വഫാത്താകുന്ന സമയത്ത് അസ്ഹാബ് അടുത്തുനിന്നുകൊണ്ട് ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഉമർ റളിയല്ലാഹു അൻഹുവിനെ തൽഖീൻ ചൊല്ലിക്കൊടുത്തുകൊണ്ടിരുന്നു. ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഉമർ തങ്ങൾ നിർത്തി എന്ന് പറഞ്ഞു. എന്നിട്ട് ചോദിച്ചു, മറന്നുപോയ ആൾക്കല്ലേ ഓർമ്മപ്പെടുത്തി കൊടുക്കേണ്ട ആവശ്യമുള്ളൂ? ഫബിമൻ തുദക്കിറൂനനി വലൻ അൻസാ, ഞാൻ എൻ്റെ റബ്ബിനെ ഒരു നേരത്തും മറന്നിട്ടില്ലല്ലോ, ഇവർ എന്തിനാ നിങ്ങൾ ഓർപ്പിച്ചിരുന്നതെന്ന്. അത് ഓർമ്മയില്ലാത്തവർക്കല്ലേ ഓർപ്പിച്ചു കൊടുക്കേണ്ടത്, എനിക്കതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞു.
സിദ്ദീഖ് തങ്ങളിലേക്ക് വരാം. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹബീബ നബി തങ്ങളെ അങ്ങനെ നെറ്റിയിൽ ഉമ്മ വെച്ചുകൊണ്ടാ പറഞ്ഞു, തുബ്ത ഹയ്യൻ വ മയ്യിത, ജീവിച്ചിരിക്കുമ്പോഴും വഫാത്തായി കിടക്കുമ്പോഴും നബി അങ്ങേക്ക് എന്തോ ഒരു സുഗന്ധമാണ്. എന്നിട്ട് നേരെ മിമ്പറിലേക്ക് പോയി, മദീന പള്ളിയുടെ മിമ്പറിൽ. ഇനി പറയുന്നതാണ് അത്ഭുതം. അവർ തമ്മിലുള്ള സ്നേഹം ഭയങ്കരമാണ്. പക്ഷെ ആ സ്നേഹവും ലാ ഇലാഹ ഇല്ലല്ലയും അള്ളാഹും തമ്മിലുള്ള ബന്ധം രണ്ടും ഒരുമിച്ച് പോകേണ്ട സംഗതിയാണ്. എന്നിട്ട് സിദ്ദീഖ് തങ്ങൾ പറഞ്ഞ വാക്കെന്താണെന്നറിയോ? മൻ കാന യഅ്ബുദു മുഹമ്മദൻ ഫഇന്ന മുഹമ്മദൻ ഖദ് മാത് വമൻ കാന യഅ്ബുദു അല്ലാഹ ഫഇന്ന അല്ലാഹ ഹയ്യുൻ ലാ യമൂത്. ആരെങ്കിലും ഇബാദത്ത് ചെയ്തത്, നിസ്കരിച്ചത് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടിയായിരുന്നുവെങ്കിൽ, തങ്ങളെയാണ് ആരാധിച്ചിരുന്നതെങ്കിൽ അറിയണേ, ഫഇന്ന മുഹമ്മദൻ ഖദ് മാത്, മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തോട് വിട പറഞ്ഞിരിക്കുന്നു. അത് പറയാൻ കഴിയുന്നത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ വലിയ ഒരു വ്യക്തിത്വമാണ്. തങ്ങൾ അത്രത്തോളം സ്നേഹിച്ചിട്ട് പോലും സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ദീനിൻ്റെയും നമ്മുടെ ശരീഅത്തിൻ്റെയും തൗഹീദ് എന്ന് പറയുന്ന നമ്മുടെ അടിസ്ഥാനപരമായ നമ്മുടെ അഖീദയിൽ നിന്ന് ഒരണുവിട ആർക്കും വിട്ടുവീഴ്ചയില്ലാത്ത വിധം പ്രഖ്യാപനം നടത്തുക. അള്ളാഹുവിനെയാണ് ഇബാദത്ത് ചെയ്യുന്നതെങ്കിൽ അറിയണേ, ഫഇന്നല്ലാഹ ഹയ്യുൻ ലാ യമൂത്, അള്ളാഹു എന്നെന്നും നിലനിൽക്കുന്നവനാണ്, അള്ളാഹ് മരിക്കുന്നവനല്ല. പക്ഷേ റസൂലുള്ളാഹി തങ്ങൾ വഫാത്തായിരിക്കുകയാണ്. ഈ പ്രഖ്യാപനം ചെയ്തത് സിദ്ദീഖ് തങ്ങൾ ഹബീബായ നബി തങ്ങളെ നെറ്റിയിൽ മുത്തം കൊടുത്ത്, ഹബീബായ നബിയെ മാ അത്വയബക ഹയ്യൻ വമയ്യിത, ജീവിച്ചിരിക്കുമ്പോഴും മരിച്ചു കിടക്കുമ്പോഴും അങ്ങേക്ക് എന്തൊരു സുഗന്ധമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഫാത്തായി, ഉമർ റളിയല്ലാഹു അൻഹു വഫാത്തായി, ഖുലഫാഉ റാഷിദീങ്ങൾ കഴിഞ്ഞു, അമ്പിയാക്കന്മാർ എല്ലാവരും പോയി. നമ്മളും നമ്മുടെ സമയമാകുമ്പോൾ അള്ളാഹുലേക്ക് യാത്രയാകും. സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീന വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. ഒരിക്കലും നിസ്കരിച്ചിട്ടില്ലാത്ത ആളുകളെ ഉൻവതൻ, അവർ വേണ്ടാന്ന് വെച്ചാൽ പോലും മുസ്ലിം പേരുണ്ട്, മുസ്ലിം കുടുംബത്തിൽ ജനിച്ച ആളാണ്, പ്രത്യക്ഷമായി ഇസ്ലാമിൻ്റെ വിശ്വാസങ്ങളെ നിഷേധിക്കുകയോ അല്ലെങ്കിൽ കളിയാക്കുകയോ ചെയ്തിട്ടുള്ള ആളല്ല. നിസ്കാരമൊന്നുമില്ലായിരുന്നു, പക്ഷേ ഈമാൻ കാര്യവും ഇസ്ലാം കാര്യവും ഒന്നും നിഷേധിച്ചിട്ടില്ലാത്ത ആളാണ്. അയാൾ മുസ്ലിമായിട്ടാണ് കണക്കാക്കുക. അയാൾ നിസ്കരിച്ചിട്ടില്ല, അയാളെ കുളിപ്പിച്ച് മറവ് ചെയ്യുന്നു. അയാൾക്ക് വേണ്ട എന്ന് തോന്നിയിരുന്നതാണെങ്കിൽ പോലും അയാളെ നിസ്കരിപ്പിച്ചിട്ടാണ് പിന്നെ മറവ് ചെയ്യുന്നത്. അയാൾക്ക് വേണ്ടി നിസ്കരിക്കും ജനാസ, അല്ലേ? അതുകൊണ്ട് ഒരു ആപ്തവാക്യം പറയാറുണ്ട്, സൊല്ലി ഖബ്ലമായി സൊല്ല അലൈക്ക്, നിന്റെ മേൽ ആളുകൾ നിസ്കരിക്കും, അതിന് മുമ്പ് നിസ്കാരം തുടങ്ങിക്കോന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായ സമയം ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയും സിദ്ദീഖ് റളിയല്ലാഹു അൻഹും തമ്മിൽ ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ഖൈബറിൽ ഫദഖ് എന്ന് പറയുന്നൊരു തോട്ടമുണ്ട്. ആ തോട്ടം ഫാത്തിമ റളിയല്ലാഹു തആല അൻഹക്കറിയാം, അത് നബി തങ്ങളുടേതായിരുന്നു. അതിൻ്റെ വരുമാനങ്ങൾ ഉപയോഗിച്ചിരുന്നത് തങ്ങളുടെ വീട്ടുകാരാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫദഖ് തോട്ടം എന്നതിന് പറയാം, ഹദീസിലൊക്കെ അങ്ങനെ അതറിയപ്പെടാം. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹബീബാ നബി തങ്ങളുടെ വഫാത്തിന് ശേഷം അധികാരം ഏറ്റെടുത്തപ്പോൾ നബിതങ്ങളുടെ എന്തൊക്കെ നബിതങ്ങളുടേതായിട്ടുണ്ടായിരുന്നു, അവിടെ കുറച്ചുണ്ടായുള്ളൂ, സമ്പത്തായിട്ട് അധികമൊന്നുണ്ട്. ഈ ഫദഖ് തോട്ടമുണ്ട്, എല്ലാം സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ബൈത്തുൽ മാലിലേക്ക് ചേർത്തു, മുസ്ലിമീങ്ങളുടെ പൊതുസ്വത്തായി പ്രഖ്യാപിച്ചു. അത് ഫാത്തിമ റളിയല്ലാഹു അൻഹയ്ക്ക് ഇഷ്ടമായില്ല. ഫാത്തിമത്തു സഹ്റാ റളിയല്ലാഹു തആല അൻഹ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് അതുമായി സംസാരിച്ചു. എന്തുകൊണ്ട് ഫദഖ് തോട്ടം ഞങ്ങൾക്ക് തന്നില്ല? അത് ഞങ്ങളുടേതല്ലേ, എൻ്റെ വാപ്പയുടേതല്ലേ, അത് എൻ്റെ അവകാശമല്ലേ എന്ന് പറഞ്ഞു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണെങ്കിൽ മുർത്തദ്ദീങ്ങളുടെ പ്രശ്നം ശക്തമായ നേരമാണ്. ഫാത്തിമ റളിയല്ലാഹു അൻഹ ദേഷ്യപ്പെട്ടപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഭയങ്കര വിഷമായി. അതിന് കാരണമുണ്ട് സിദ്ദീഖ് തങ്ങൾ ചെയ്യാൻ, പക്ഷെ വിശദീകരിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല. ഫാത്തിമ റളിയല്ലാഹു അൻഹ നബി തങ്ങളുടെ വഫാത്ത് കഴിഞ്ഞ് തങ്ങളെ മറവ് ചെയ്ത് വന്നിട്ടേ ഉള്ളൂ. സ്വഹാബികളൊക്കെ വളരെ ദുഃഖത്തിലാണ്, ബീവി അടക്കം ദുഃഖത്തിലാണ്.
ബീവിയാണെങ്കിലോ അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ വഫാത്തിന് ശേഷം 5 മാസം അല്ലെങ്കിൽ 6 മാസത്തിനുള്ളിൽ വഫാത്താവുകയും ചെയ്തു. അൻചി അവ്വലു അഹ്ലി ലഹാഖം ബി, എൻ്റെ വീട്ടുകാരിൽ നിന്ന് എന്നോട് ആദ്യമായി വന്നു ചേരുന്നത്, ഖബറിലേക്ക് എൻ്റെ കൂടെ വന്നു ചേരുന്നത് ഫാത്തിമ നിങ്ങളായിരിക്കുമെന്ന് 20 വയസ്സുള്ള ഫാത്തിമ ബീവിയെ നോക്കി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സിദ്ദീഖ് തങ്ങൾ ഖിലാഫത്ത് വേണ്ടെന്ന് വെക്കാൻ വരെ തീരുമാനിച്ചു. സ്വഹാബികൾ അറിഞ്ഞു സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സങ്കടത്തിലാണ്. എന്തുകൊണ്ട്? ഫാത്തിമ റളിയല്ലാഹു അൻഹ എന്നോട് ദേഷ്യപ്പെട്ടു പോയല്ലോ. പടച്ചോനെ, അതുകൊണ്ട് ഈ അധികാരം എനിക്ക് വേണ്ട. ഞാൻ ഖലീഫയായതുകൊണ്ട് എനിക്ക് അങ്ങനെ തീരുമാനമെടുക്കേണ്ടി വന്നു. അതുകൊണ്ട് ഞാൻ ഖിലാഫത്തിൽ നിന്ന് താഴെ ഇറങ്ങുകയാണ്. ഇത് സ്വഹാബികൾ അറിഞ്ഞു. എല്ലാവരും പറഞ്ഞു, ശ്രദ്ധിക്കുന്നവരെ, നിങ്ങൾ ഖിലാഫത്തിൽ നിന്ന് താഴെ ഇറങ്ങുക. നിങ്ങളെ ഞങ്ങളൊക്കെ തിരഞ്ഞെടുത്തതാണ്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഖലീഫയാണ് നിങ്ങൾ ഒരിക്കലും താഴെ ഇറങ്ങരുത്. അപ്പോഴേക്കും ഏതാനും സമയം കഴിഞ്ഞു പോയി. ഫാത്തിമ റളിയല്ലാഹു അൻഹ പിണക്കത്തിലാണ്. ബീവിക്ക് അസുഖം വരുന്നു. ആ അസുഖത്തിലാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹ ലോകത്തോട് വിട പറയുന്നത്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തീരുമാനിച്ചു, എൻ്റെ കുടുംബത്തിൽ നിന്ന് ആദ്യമായി എന്നോട് വന്നു ചേരുന്നത് നീയാണ് മോളെ എന്ന് നബി തങ്ങൾ സ്വകാര്യം പറഞ്ഞ മോളാണിത്. അതുകൊണ്ട് ഈ അസുഖം ഒരു മരണത്തിലേക്ക് നീങ്ങുകയാണെങ്കിൽ പൊരുത്തപ്പെടിക്കണമല്ലോ. അവർക്കെന്ത് വിഷമമുണ്ടെങ്കിൽ ആ വിഷമം പറഞ്ഞു തീർക്കണം. കാരണം നബി തങ്ങൾ പറയുമായിരുന്നു, ബിദ്അത്തും മിന്നി, ഫാത്തിമ റളിയല്ലാഹു അൻഹ എൻ്റെ ഒരു കഷ്ണമാണ്. യരീബുനി മാ യരീബുഹ, യുബ്ഗിദുനി മാ യുബ്ഗിദ്, യസുറുനി മാ യസുറുഹ. ഫാത്തിമ ബീവിയുടെ സന്തോഷം എൻ്റെ സന്തോഷമാണ്. ബീവിക്ക് ദുഃഖമുള്ളത് എൻ്റെ ദുഃഖമാണ്. ബീവി എൻ്റെ കരളിൻ്റെ കഷ്ണമാണ്. അങ്ങനെ പറഞ്ഞ മോളല്ലേ അത്? സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബിൻ്റെ മോളാണത്. അലി റളിയല്ലാഹു അൻഹു വീട്ടിലുണ്ട്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ കട്ടിലിൽ കിടക്കുകയാണ്. രോഗബാധിതയാണ്, പനി ബാധിച്ച് കിടക്കുകയാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കരഞ്ഞുകൊണ്ട് വാതിൽക്കൽ വന്നു. അലി റളിയല്ലാഹു അൻഹു വാതിൽ തുറന്നു. എനിക്ക് ബീവിയോട് സംസാരിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അലി റളിയല്ലാഹു അൻഹു ഫാത്തിമ ബീവിയോട് പറഞ്ഞു, ഫാത്തിമ, ഖലീഫത്തു റസൂലില്ല അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇവിടെ വന്നിട്ടുണ്ട്, നിങ്ങളോട് സംസാരിക്കണമെന്ന് പറഞ്ഞു. അന ഗദ്ബ, എനിക്ക് സംസാരിക്കേണ്ടതില്ല എന്ന് പറഞ്ഞു. അപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കേട്ടുകൊണ്ട് പൊട്ടിക്കരഞ്ഞു. അപ്പോൾ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു. അപ്പോൾ ബീവിക്കും അങ്ങനെയാണല്ലോ. അപ്പോൾ സങ്കടമായി. എന്നാൽ വന്നോട്ടെ, സംസാരിച്ചോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചു, അബൂബക്കറെ, സിദ്ദീഖ് എന്നവരെ, നിങ്ങളുടെ വാപ്പ മരിച്ചാൽ വാപ്പയുടെ സമ്പത്ത് നിങ്ങളല്ലേ ഓഹരി വെച്ചെടുക്കുക? മക്കൾക്കുള്ളതല്ലേ? ഞങ്ങൾ അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ അഹ്ലു ബൈത്തല്ലേ? പുണ്യനബിയുടെ സ്വത്തായിരുന്ന ഫദഖിലെ തോട്ടം ഞങ്ങൾക്കല്ലേ കിട്ടേണ്ടത്? എന്തുകൊണ്ട് ഞങ്ങൾക്ക് തന്നില്ല നിങ്ങൾ? അത് ഞങ്ങളോട് ചെയ്ത അപരാധമല്ലേ എന്ന് ചോദിച്ചപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫാത്തിമ ബീവി, നിങ്ങളോട് ഈ വിഷയം തുറന്നു പറയാനൊരവസരം എനിക്ക് ഇതുവരെ കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ പറയട്ടെ. സമിഅ്തു നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞൊരു ഹദീസാണ് ഞാൻ അങ്ങനെ ചെയ്യാൻ കാരണം. നഹ്നു മആശിറൽ അംബിയ ലാ നരിഥു വലാ നൂറസ് മാ തറക്നാഹു സദഖ. ഞങ്ങൾ അംബിയാക്കന്മാർ, ഞങ്ങളുടെ പിതാക്കന്മാരിൽ നിന്ന് അനന്തരം എടുക്കുകയോ ഞങ്ങളുടേത് ഞങ്ങളുടെ മക്കളോ അനന്തരാവകാശികളോ അനന്തരമെടുക്കുകയോ ചെയ്യാൻ പാടുള്ളതല്ല. ഞങ്ങൾ ഇട്ടേച്ചു പോകുന്നത് ഈ ഭൂമിയിൽ സ്വതക്കയാണ്, മുസ്ലിം ഉമ്മത്തിനുള്ള സ്വതക്കയാണ്. അതുകൊണ്ട് ആ തോട്ടം ഫാത്തിമ നിങ്ങൾക്ക് തരാൻ എന്നെക്കൊണ്ട് സാധിച്ചിട്ടില്ല. പക്ഷേ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം നബിതങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് ആരെയൊക്കെ നബിതങ്ങൾ ചെലവ് കൊടുത്തിട്ടുണ്ടോ തങ്ങളുടെ വഫാത്തിന് ശേഷം ഞാനത് ചെയ്തിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആർക്കൊക്കെ സംരക്ഷണം കൊടുത്തിട്ടുണ്ടോ അവർക്ക് ഞാൻ സംരക്ഷണം കൊടുത്തിരിക്കും. ഈ തോട്ടത്തിൻ്റെ വരുമാനം അഹ്ലുബൈത്തിനായിരുന്നു കിട്ടിയിരുന്നതെങ്കിൽ ഇതാ തങ്ങളുടെ വഫാത്തിന് ശേഷവും ആ തോട്ടത്തിൻ്റെ വരുമാനം നിങ്ങൾക്ക് തന്നെയായിരിക്കും. പക്ഷേ ഉടമസ്ഥാവകാശമില്ല. അതാർക്കാണ്? അത് അള്ളാഹുവിനാണ്. അംബിയാഇൻ്റേത് മുഴുവനും അങ്ങനെ. ഒരു പ്രവാചകരും അവരുടെ മക്കൾ വാപ്പയെ അനന്തരമെടുക്കൂല. നബിമാരായി കഴിഞ്ഞാൽ അവരുടെ വാപ്പമാരുടെ സ്വത്തിൽ നബിമാർക്ക് അവകാശം ഉണ്ടാവില്ല. നഹ്നു മആശിറൽ അംബിയാ ലാ നരിഥു വലാ നൂറസ് മാ തറക്നാഹു സദഖ എന്ന ഹദീസ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഓതി കൊടുത്തു. എന്നിട്ട് ചോദിച്ചു, അലിയാരെ അങ്ങനെയല്ലേ? ആ ഹദീസ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അപ്പോൾ പറഞ്ഞ അലി നിങ്ങൾക്ക് ഓർമ്മ വന്നു.
അങ്ങനെ ഫാത്തിമ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഞാൻ തെറ്റിദ്ധരിച്ചു പോയി. ഈ സംഭവങ്ങളൊക്കെയാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചീത്ത പറയുന്ന വിഭാഗങ്ങളുണ്ട്. അവർ പറയും ഇതാണ്, ഈ കഥയെ പറയാം. പക്ഷേ ഇതിൻ്റെ ലാസ്റ്റ് സിദ്ദീഖ് നിങ്ങൾ പറഞ്ഞു കൊടുത്ത ഹദീസ് അവിടെ പറയില്ല. അഹ്ലു ബൈത്തിന് കൊടുക്കാനുള്ളത് കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ചീത്ത വിളിക്കും സിദ്ദീഖ് എന്നവരെ. മഅദല്ലാഹ്. ഇതൊക്കെ ഹബീബിൻ്റെ വഫാത്തിനു ശേഷമുണ്ടായ ചില സംഭവങ്ങൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികൾക്ക് നബി തങ്ങളെ വിട്ടു നിൽക്കാൻ കഴിയില്ലായിരുന്നു. ഹുദൈഫ റളിയല്ലാഹു അൻഹുവിൻ്റെ ഉമ്മ ഹുദൈഫ റളിയല്ലാഹു അൻഹു 3 ദിവസം ഹബീബിനെ കാണാതെ വീട്ടിൽ തന്നെ ഇങ്ങനെ ജോലി എടുത്ത് നിൽക്കുമ്പോൾ ഉമ്മ ചോദിച്ചു, മോനെ ഹൽ മാ ബാലു റസൂലില്ലാഹ്. ഹുദൈഫ റളിയല്ലാഹു അൻഹുവിൻ്റെ ഉമ്മ ചോദിച്ചു, ഹുദൈഫത്ത് ഇബ്നുൽ യമാൻ, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ രഹസ്യ സൂക്ഷിപ്പുകാരനാണ് ഹുദൈഫ റളിയല്ലാഹു അൻഹു. മോനെ മാ ഖബറു റസൂലില്ലാ, എന്താ റസൂലുള്ളാഹിൻ്റെ വിവരം എന്ന് ചോദിച്ചു. പറഞ്ഞു, ഉമ്മ ഞാൻ എൻ്റെ ജോലി തിരക്ക് കാരണം 3 ദിവസമായി നബി തങ്ങളെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. അതിൽ ഉമ്മ അങ്ങോട്ട് ചീത്ത പറഞ്ഞു, ഹുദൈഫ നിനക്ക് നാശം. 3 ദിവസം നീ മദീനയിൽ ജീവിച്ചിരുന്നിട്ട് അള്ളാഹിൻ്റെ റസൂലിൻ്റെ മുഖം കണ്ടില്ല എന്നോ, റസൂലുള്ളാഹി തങ്ങളുടെ വിവരം അറിഞ്ഞില്ല എന്നോ? നീ തരുന്ന വിവരമാണ് എനിക്ക് റസൂലുള്ളാഹി തങ്ങളെ കുറിച്ച് കിട്ടേണ്ടത്. നീ നബിയെ കണ്ടില്ല, ഞാൻ എങ്ങനെ റസൂലുള്ളാഹി തങ്ങളെ പറ്റി എനിക്കെങ്ങനെ സമാധാനം ഉണ്ടാകും? ഹുദൈഫ തങ്ങളെ ചീത്ത പറഞ്ഞു ഉമ്മ. ഇപ്പം പോകണമെന്ന് പറഞ്ഞു റസൂലുള്ളാഹിനെ കാണാൻ വേണ്ടി. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയായിരുന്നു സഹാബികൾ. അവർ പറഞ്ഞു, ഹുദൈഫ റളിയല്ലാഹു ശഗലത്തിനി നഫ്സി അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 3 അയ്യാം. അങ്ങനെ പറയാം, എനിക്ക് തിരക്ക് പിടിച്ചു പോയി, അതുകൊണ്ട് എനിക്ക് നബി തങ്ങളെ കാണാൻ പറ്റിയില്ല. അതുകൊണ്ട് അല്ലെങ്കിൽ കണ്ടിരിക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഉമ്മയോട് പറഞ്ഞു, ഉമ്മ ഇന്നത്തെ മഗ്രിബ് നിസ്കാരത്തിന് ഞാൻ ഹബീബിൻ്റെ കൂടെ പള്ളിയിലുണ്ടായിരിക്കും. ഉസല്ലിൽ മഗ്രിബ ഇൻദ, ഞാൻ പോവാണ് എന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി മഗ്രിബ് നിസ്കരിക്കാൻ വേണ്ടി പോയി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തിൻ്റെ മുമ്പ് നബി തങ്ങളോട് സംസാരിക്കാൻ നേരം കിട്ടിയില്ല. നിസ്കാരം കഴിഞ്ഞിട്ട് തങ്ങളോട് സംസാരിക്കാമെന്ന് വിചാരിച്ചു. നബി തങ്ങൾ സലാം വീട്ടി. അത് കഴിഞ്ഞ് പിന്നെ അദ്കാറുകളും നബി തങ്ങളുടെ വിർദുകളും സുന്നത്തുകളൊക്കെ നിസ്കരിച്ച് അങ്ങ് ഇശയായിപ്പോയി. ഹുദൈഫ തങ്ങൾ അവിടെ തന്നെ ഇരുന്നു. ഇശാ നിസ്കരിച്ചു കഴിഞ്ഞു. ഇശാഇൻ്റെ വിർദും ദുആവും ദിക്റൊക്കെ കഴിഞ്ഞതിന് ശേഷം ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സൗജാത്തിൻ്റെ ഭാര്യമാരുടെ ഹുജ്റത്തുകളിലേക്ക് പോകുമ്പോൾ ഹുദൈഫ റളിയല്ലാഹു അൻഹു ബാക്കിൽ നടന്നുപോയി. മൻ, ആരാണെന്ന് ചോദിച്ചു നബി തങ്ങൾ. ഹുദൈഫത്തു യാ റസൂലല്ലാഹ്, ഹുദൈഫയാണ് നബിയെ. മൽ ഖബർ, എന്താണ് വിവരം? പറഞ്ഞു, നബിയെ 3 ദിവസമായി അങ്ങേ എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. എൻ്റെ ഉമ്മ എന്നെ ഒരുപാട് ചീത്ത പറഞ്ഞു. ഞാൻ തിരക്കിൽ പെട്ടുപോയതായിരുന്നു നബിയെ. അതുകൊണ്ട് അങ്ങയെ കാണാൻ വേണ്ടി ഒന്നുമില്ല, അങ്ങയൊന്ന് പരിചയം പുതുക്കാൻ വേണ്ടി വന്ന, വേറൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, യാ ഹുദൈഫ ലബ്ബൈക യാ റസൂലല്ലാഹ്. എന്തേ നബിയെ, പറയൂ സല്ലല്ലാഹു അലൈഹി വസല്ലം. നസല മലക്കും മിൻ മലായികത്തില്ലാഹിൽ യൗം, അള്ളാഹുവിൻ്റെ മലക്കുകളുടെ ലോകത്ത് നിന്നൊരു മാലാഖ ഇന്നത്തെ ദിവസം ഈ നിസ്കാരത്തിൻ്റെ ഉടനെ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. ലം യൻസിൽ ഖബ്ല വലാ യൻസിലു ബഅദ, ഈ സംഭവത്തിന് മുമ്പ് ആ മാലാഖ ലോകത്തേക്ക് ഇറങ്ങി വന്നിട്ടില്ല, ഈ സംഭവത്തിന് ശേഷം ഇനി വരികയുമില്ല. മലക്കുൻ അദീം, വലിയ മഹത്വമുള്ളൊരു മലക്ക് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. ഫഖാൽ ഫനഫഥ ഫീ റൗഇ, എന്നോട് ആ മലക്ക് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹു അങ്ങയെ അറിയിക്കുകയാണ്, അന്ന ഫാത്തിമ സയ്യിദത്തു നിസാഇൽ ജന്ന, ഫാത്തിമ റളിയല്ലാഹു അൻഹ സ്വർഗത്തിലെ പെണ്ണുങ്ങളുടെ നേതാവാണ്. വ അന്നൽ ഹസന വൽ ഹുസൈൻ സയ്യിദാ ശബാബി അഹ്ലിൽ ജന്ന, ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ സ്വർഗത്തിലെ യുവാക്കളുടെ നേതാക്കന്മാരാണ് എന്നോട് പറഞ്ഞു തരാൻ ഈ സമയം ഒരു മലക്ക് വന്നു പോയി എന്ന് ഹുദൈഫ റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. കുല്ലു ഷൈഇൻ ഹാലികുൻ ഇല്ലാ വജ്ഹ, എല്ലാവർക്കും മരണം ബാധിക്കും. നബിതങ്ങൾക്കടക്കം മരണം സംഭവിച്ചു പോയി. എത്ര സ്നേഹിക്കുന്ന, എത്ര നമ്മൾ കാണാൻ കൊതിക്കുന്ന ആളുകളാണെങ്കിൽ പോലും അവർ നമ്മുടെ കൺമറയത്ത് നിന്ന് ഇല്ലാതെയാവും. പലരുടെയും മരണം കൊണ്ട് നമ്മൾ വിഷമിക്കും, ഇനി നമ്മുടെ മരണം കൊണ്ട് മറ്റുള്ളവർ വിഷമിക്കും. അപ്പോൾ നമ്മൾ വാപ്പ മരിച്ചു എന്ന് പറഞ്ഞ് നമ്മൾ കരയും, നമ്മൾ മരിക്കുമ്പോൾ മക്കൾ പറയും വാപ്പ മരിച്ചു എന്ന്. ഇത് ലോകത്ത് തുടർന്നുകൊണ്ടിരിക്കും. അതാണ് ലോകം. അല്ലാഹു ബാഖിയാൻ, അൽ ബാഖി സുബ്ഹാന. നമ്മുടെ നിലനിൽപ്പ് അള്ളാഹുവിൻ്റെ റഹ്മത്തുമായി ബന്ധപ്പെട്ടതാണ്. ആ റഹ്മത്ത് അള്ളാഹു മുറിച്ചു കളഞ്ഞാൽ നമ്മുടെ നിലനിൽപ്പില്ല. ഏതുപോലെ ഈ ലൈറ്റ് കത്തുന്ന പോലെ, ലൈറ്റ് പറയാൻ ഞാൻ ഉഷാറായിട്ട് കത്തുകയാണ്,
ഈ സ്വിച്ച് ഓഫാക്കിയാൽ ലൈറ്റ് പോയി. അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ സ്വിച്ച് ഓഫ് ചെയ്താൽ നമ്മളെ ലൈറ്റും പോവും. ഇത്രയേ ഉള്ളൂ. മനുഷ്യൻ ഇത്രയേ ഉള്ളൂ. ഖുലിഖൽ ഇൻസാനു ദഈഫ, മാൻ ഹാസ് ബീൻ ക്രിയേറ്റഡ് വീക്ക്. നമ്മൾ ദുർബലരാണ്, മനുഷ്യൻ ദുർബലനാണ്. മരണം എന്ന ഒരു അള്ളാഹു നൽകിയൊരു പ്രതിഭാസം കൊണ്ടാണ് അള്ളാഹു മനുഷ്യരെ കീഴ്പ്പെടുത്തിയത്. ഇല്ലെങ്കിൽ മനുഷ്യൻ്റെ അഹങ്കാരം ആകാശത്തോളം എത്തുമായിരുന്നുവെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മരിക്കോലോ എന്നൊരൊറ്റ വിഷയം, മനുഷ്യന് മരണമില്ലായിരുന്നെങ്കിൽ ആകെ 60-70 കൊല്ലേ ഉള്ളൂ. എന്നിട്ട് കാണിച്ചു കൊടുക്കുന്ന ദുൽമ കണ്ടില്ലേ? അധികാരത്തിന് മനുഷ്യൻ പെടാപ്പാട് പെടുകയാണ്. ഇതൊക്കെ വെട്ടിപ്പിടിച്ച് ആർക്കും കൊടുക്കാതെ ഞങ്ങൾക്ക് മാത്രം എന്നൊക്കെ പറഞ്ഞ് ഉണ്ടാക്കി വെച്ച് അവസാനം എന്തുകൊണ്ടാണ് പോണത്? നമ്മൾ ഖബറിലേക്കും പോവും, അതിൻ്റെ പൊടിയിട്ടാണ് പോണത്. എന്താ ബാക്കിയാവുന്നത്? ഒന്നുമില്ല. ഡെഡ് ബോഡി പോലും ബാക്കി ഉണ്ടാവില്ല. അത് പൊടിയെ കത്തിച്ച് കളയുന്നതല്ലേ. എന്നിട്ട് പറയുന്ന ധിക്കാരം നോക്കി, മനുഷ്യൻ ഖുലിഖൽ ഇൻസാനു ദഈഫ വകാനൽ ഇൻസാനു അജൂല വകാനൽ ഇൻസാനു കഫൂറ. മനുഷ്യൻ നന്ദികേട് ചെയ്യുന്നവനാണ്, മനുഷ്യൻ ധൃതി പിടിക്കുകയാണ്, മനുഷ്യൻ നന്ദികേട് ചെയ്യുകയാണ്. വിശുദ്ധ ഖുർആൻ പറയാം, അള്ളാഹുവാണ് അൽ ബാഖി. അതുകൊണ്ട് നമുക്ക് നിലനിൽപ്പ് വേണോ? ബാക്കിയായ അള്ളാഹുവിനോട് ചേർന്ന് നിൽക്കുകയാണ് നമ്മുടെ കൂടെയുള്ളത്. അള്ളാഹുവിനോട് ചേർന്ന് നിൽക്കുക. ബാക്കിയായ നിലനിൽക്കുന്നവനായ അള്ളാഹുവിനെ ആശ്രയിച്ചെങ്കിൽ മാത്രമേ നമ്മൾ ഇബാദുകൾക്ക് ബഖാ ഉണ്ടാവുള്ളൂ അള്ളാഹുവിൻ്റെ സ്വർഗ്ഗലോകത്ത്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. വലിയൊരു യാത്രയിലാണ് നമ്മൾ. ഇതാലോചിക്കുമ്പോൾ ജീവിതം എത്ര ഫ്രജൈൽ അല്ലേ, എത്ര പൊട്ടിപ്പോണ സാധനമാണ് ജീവിതം എന്ന് നമുക്ക് മനസ്സിലാവാം. നമ്മൾ എന്തൊക്കെയോ വലിയ സംഭവമാണെന്ന് വിചാരിക്കണം. എന്തൊക്കെ നമ്മൾ ഈ ലോകത്ത് സമ്പാദിച്ചാലും ഇതിന് ഇത്രയൊക്കെ വിലയുള്ളൂ എന്ന് മുഅ്മിൻ മനസ്സിലാക്കണം. ബഖാ ഇല്ല എന്ന് മനസ്സിലാക്കണം. ബഖാ അള്ളാഹുവിൻ്റെ മാത്രമാണ്. അസുഖം വരുമ്പോൾ, നമുക്കൊരു ക്യാൻസറോ മറ്റോ ഒക്കെ ആകുമ്പോൾ നമ്മൾ വിഷമിച്ചുകൊണ്ട് ഇങ്ങനെ പറയില്ലേ. UAE ഒരു പണ്ഡിതൻ മരണപ്പെട്ടു എന്ന് കേൾക്കുന്നു. അള്ളാഹു ആലം, അള്ളാഹു റഹംഹു അങ്ങനെയാണെങ്കിൽ, അല്ലെങ്കിൽ അള്ളാഹു ഷിഫ നൽകട്ടെ. ഡോക്ടർ വസീം യൂസുഫ് എന്ന് പറയും. അദ്ദേഹം ക്യാൻസർ ബാധിച്ചിരുന്നു. സറാഖാമോ എന്ന് പറയുന്നൊരു വളരെ ഭീകരമായ ക്യാൻസറിൻ്റെ ഒരു ഭാഗമാണിത്. സറാഖാമോ. അദ്ദേഹത്തിൻ്റെ കാലിന് പിടിപെട്ട് ചെറുപ്പക്കാരന് 34 വയസ്സുള്ളൂ. അപ്പം അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയയിൽ ഒരു ഉപദേശം നടത്തുന്നുണ്ട്. 17-ാം വയസ്സിൽ ക്യാൻസർ. അദ്ദേഹം ഒറിജിനലി ജോർഡാനിയാണ്, പിന്നീട് ഇവിടെ പൗരത്വം കൊടുത്ത് ഇവിടുത്തെ TV പ്രോഗ്രാമിലൊക്കെ സംസാരിക്കുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു വിടവാങ്ങൽ സംസാരം കേട്ടു. വളരെ ഭയങ്കര മൂവിങ്. അത് നമുക്ക് കേട്ടു നിൽക്കാൻ പറ്റുന്നില്ല. അദ്ദേഹം പറയാൻ, എനിക്ക് ക്യാൻസർ ബാധിച്ചു 17-ാമത്തെ വയസ്സിൽ. അങ്ങനെ പ്രായമായ ഒരുപാട് ക്യാൻസർ രോഗികളുള്ളൊരു വാർഡിൽ എന്നെ കൊണ്ടുപോയി ചികിത്സിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വീണ്ടും കുറച്ച് ശമനം കിട്ടി, തുടർന്നു. ഇപ്പോൾ ആ അസുഖം എന്നെ വല്ലാതെ ബുദ്ധിമുട്ടിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ രോഗം എന്നെ കീഴ്പ്പെടുത്തും എന്നെനിക്കറിയാം. അതുകൊണ്ടൊരു പക്ഷേ ഞാൻ മരിച്ചുവെന്നോ അല്ലെങ്കിൽ ഞാൻ ചികിത്സയ്ക്ക് വേണ്ടി പോയിന്നോ എന്നൊക്കെയായിരിക്കും നിങ്ങൾ കേൾക്കുന്നുണ്ടാവുക. പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ, ജീവിതം വളരെ ചെറുതാണ്. അതുകൊണ്ട് ഈ ചെറുതായ ജീവിതം അള്ളാഹുവിനനുസരിച്ചുകൊണ്ട് നിങ്ങൾ ആസ്വദിച്ചോളൂ. അള്ളാഹുവിനെ തെറ്റ് ചെയ്തുകൊണ്ട് ആസ്വദിക്കല്ലേ. മരണം നമുക്ക് അനിവാര്യമാണ്. ഞാനതിനെ അംഗീകരിക്കുകയും അള്ളാഹുവിന് നന്ദി പറയുകയും ചെയ്യുന്നു. അദ്ദേഹം പറയാം, അള്ളാഹുവിനെ ശുക്ർ ചെയ്യാൻ. അദ്ദേഹം പറഞ്ഞു, കഴിഞ്ഞ ദിവസം ഡോക്ടറിനെ വിളിച്ചിട്ട് പറഞ്ഞു, രോഗം വളരെ അഡ്വാൻസ് ആയിട്ടുണ്ട്, ശരീരത്തിലേക്ക് ഒരുപാട് പടർന്നു പിടിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, അൽഹംദുലില്ലാഹ്, അള്ളാഹുവിൻ്റെ ഖളാ അങ്ങനെയാണെങ്കിൽ. അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞു, അങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മളൊക്കെ മനുഷ്യരല്ലേ, മനുഷ്യരുടേതായ ചില ദൗർബല്യങ്ങൾ നമ്മുടെ ചിന്തകളിൽ കടന്നു വരും. നമ്മുടെ മക്കൾ എന്ന് ഓർത്തു പോവുകയാണ്. ഞാൻ മരിച്ചു പോകുമ്പോൾ എൻ്റെ മക്കളെന്താവും? അപ്പോൾ ചെറിയൊരു 8-9 വയസ്സുള്ള മോനുണ്ട്. അപ്പയുടെ കൂടെ അങ്ങനെ കളിച്ചും ചിരിച്ചും വർത്താനം പറഞ്ഞൊക്കെ. അപ്പോൾ മക്കളെ കൂടെ നിർത്തിയിട്ട് പറയാം, നമുക്ക് മരണം അനിവാര്യമാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം അദ്ദേഹം മരണപ്പെട്ടു എന്ന് കാണുന്നുണ്ട്. തഹ്ഖീഖ് നമുക്ക് ഉറപ്പ് പറയാനായില്ല, അറിയില്ല. രോഗിയാണെങ്കിൽ അള്ളാഹു ശിഫ കൊടുക്കട്ടെ, അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ.
മനുഷ്യൻ്റെ ഒരു ദുർബലത അതാണ്. നമ്മൾ ആലോചിച്ച് പോകും, മക്കളെന്താകും എൻ്റെ കാലശേഷം. ഒന്നും സംഭവിക്കില്ല. മലക്കുകൾ നമ്മുടെ മക്കളെ, അവരുടെ സംരക്ഷണം അള്ളാഹുവാണ് ഏറ്റെടുത്തത്. നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലം നമ്മൾ ചെലവ് കൊടുക്കണം, ശരിയാണ്. പക്ഷെ അവരുടെ ഹയാത്തും അവരുടെ ബഖാവും അവരുടെ ഫനാവും അള്ളാഹുവിൻ്റെ കയ്യിലാണ്. അല്ലാഹു യതവല്ല സ്വാലിഹീൻ, സജ്ജനങ്ങളായ മക്കളെ അള്ളാഹു ഏറ്റെടുക്കും. അങ്ങനെ സജ്ജനങ്ങളായ മക്കളെ അള്ളാഹു ഏറ്റെടുക്കും. അബൂദർദാ റളിയല്ലാഹു അൻഹുവിൻ്റെ വഫാത്തിൻ്റെ സമയം മഹാനോട് പറഞ്ഞ വാക്കാണ്, അല്ലാഹു മക്കൾക്ക് എന്തെങ്കിലും വരുമാനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ? വാപ്പാരുണ്ടല്ലോ 5 പൈസ ചിലവാക്കാതെ പിശുക്കി നടന്ന് മക്കൾക്ക് അടിച്ചു വിളിച്ച് കിടക്കാൻ സംഭവമൊക്കെ ഉണ്ടാവും. വാപ്പ ഒന്നും അനുഭവിച്ചിട്ടുണ്ടാവില്ല. അങ്ങനെ മരിച്ചു പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ആയിക്കോട്ടെ, ഓരോരുത്തരുടെ ഓരോ അവസ്ഥകളാണ്. മക്കൾക്ക് എന്തെങ്കിലും വരുമാനമുണ്ടോ? അബൂദർദാ അപ്പോൾ പറഞ്ഞു, എൻ്റെ മക്കൾ സ്വാലിഹീങ്ങളാണെങ്കിൽ വല്ലാഹു യതവല്ല സ്വാലിഹീൻ, സജ്ജനങ്ങളെ അള്ളാഹു ഏറ്റെടുത്തിരിക്കുന്നു എന്നല്ല പറഞ്ഞിട്ടില്ലേ? എൻ്റെ മക്കൾ സ്വാലിഹീങ്ങളല്ലെങ്കിൽ ഓല കാര്യത്തിൽ ഒന്നും ആലോചിക്കാനില്ല. സുബ്ഹാനല്ലാഹ്, വല്ലാഹു യതവല്ല സ്വാലിഹീൻ. മക്കൾ കള്ളുപിടിച്ചെടുക്കണമെങ്കിൽ പിന്നെ ഓല എന്തായിട്ടെന്താ, എന്തോ ആയിക്കോട്ടെ എന്ന് പറയാം. മനുഷ്യൻ നശിക്കുന്നവനാണ്. നമ്മുടെ ഫ്രാജിലിറ്റി, നമ്മൾ എത്രത്തോളം ഫ്രജൈലാണ്, പൊട്ടിപ്പോകുന്ന സാധനങ്ങളാണ് എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു ഇസ്മാണ് അൽ ബാഖി. സുബ്ഹാന, റബ്ബ് മാത്രമാണ് ഇറ്റേണൽ, എന്നെന്നും നിലനിൽക്കുന്നവനായ അള്ളാഹു, സമയത്തെ പടച്ചവനായ അള്ളാഹു. അതുകൊണ്ട് സമയം അള്ളാഹുവിനെ ബാധിക്കുന്നില്ല. അള്ളാഹു എന്നുമെന്നുമുണ്ട്, അള്ളാഹു ഇല്ലാത്തൊരു സമയമില്ല എന്നാണ് അൽ ബാഖി എന്ന വാക്കിൻ്റെ അർത്ഥം. അള്ളാഹു മിൻ അസലിൽ അസൽ ഇല അബദിൽ ആബിദീൻ, അസലിൽ നിന്ന് അബദിലേക്ക്. അസൽ എന്ന് പറഞ്ഞാൽ മുൻകാലമാണ്, അറ്റമില്ലാത്ത മുൻകാലം. അബദ് എന്ന് പറഞ്ഞാൽ അറ്റമില്ലാത്ത വരാൻ പോകുന്ന കാലമാണ്. അള്ളാഹു അസലിയാണ്, അള്ളാഹു ഖദീമാണ്, അള്ളാഹു ബാഖിയാണ് ഇല അബദിൽ ആബിദീൻ. അള്ളാഹു സുബ്ഹാന. അള്ളാഹുവിനെ നേരിട്ട് കാണുമ്പോൾ ചോദിക്കേണ്ട ചില ചോദ്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയും അള്ളാഹുവേ, നിൻ്റെ ഖുദ്റത്തും നിൻ്റെ അദമത്തും എങ്ങനെയാണ് പടച്ചോനെ നിനക്ക് കിട്ടിയത്? അത് അള്ളാഹുവിനോട് നേരിട്ട് ചോദിക്കാൻ പറ്റുള്ളൂ. ലാ അവ്വല വലാ ആഖിറ ഇല്ലല്ലാഹ്, ലം യലിദ് വലം യൂലദാണ് അല്ലാഹു സുബ്ഹാനഹു വതആല അൽ ബാഖി. സുബ്ഹാനഹു, അല്ലാഹുവാണ് ബാഖി, അല്ലാഹു. അതുകൊണ്ട് അമലു സ്വാലിഹാത്ത് വൽ ബാഖിയാത്തു സ്വാലിഹാത്തു ഖൈറുൻ ഇൻദ റബ്ബിക സവാബൻ വ ഖൈറുൻ അമല. നമുക്ക് പ്രതീക്ഷിക്കാൻ ഏറ്റവും നല്ലത് സൽക്കർമ്മങ്ങൾ മാത്രമാണ്. ഒരു ടൈലർ ഉണ്ടായിരുന്നു, ഡ്രസ്സൊക്കെ തുന്നുന്ന ആൾ. പഴയ കാലത്ത് ഒരു ജസാറുമുണ്ട്. ജസാർ എന്ന് പറഞ്ഞാൽ ഇറച്ചി കച്ചവടക്കാരൻ, ബുച്ചർ. ഇറച്ചി കച്ചവടക്കാരില്ലല്ലോ. അപ്പോൾ ഓരോ ആഴ്ചയിലും ഈ അറവുകാരൻ നാട്ടുകാർക്ക് മുഴുവൻ ഒരു കന്നിനറുത്ത് മാംസം വിതരണം ചെയ്യുന്നൊരു പതിവുണ്ടായിരുന്നു, ഓരോ ആഴ്ചയിലും. അപ്പോൾ ആ നാട്ടുകാരൻ മുഴുവൻ കീസേറ്റ് വരും, ലൈനായിട്ട് നിൽക്കും. അപ്പോൾ ആകെ രണ്ട് മുതലാളിമാരവിടെ ഉള്ളത് ജനങ്ങളുടെ കാഴ്ചയിൽ. ഒന്ന് ഈ അറവുകാരനും മറ്റൊന്ന് ഈ ടൈലറും. അങ്ങനെ ഇയാളുടെ അടുത്ത് നിന്ന് ഇറച്ചി വാങ്ങിക്കൊണ്ടുപോകും എല്ലാവരും. ഓരോ ആഴ്ചയിലും ഒരു ദിവസം കൊടുക്കും ഈ അറവുകാരൻ നാട്ടിലേക്ക് ഫ്രീ ആയിട്ട്, പൈസ ഒന്നുമില്ല, ഫ്രീ ആയിട്ട്. അപ്പോൾ എല്ലാവരും വാങ്ങിച്ചുകൊണ്ട് പോകും. അപ്പോൾ ഈ ടൈലർ ഇതൊന്നും ചെയ്യണത് കാണില്ല. അപ്പോൾ ആൾക്കാർ ചെന്നിട്ട് ടൈലറോട് ചോദിച്ചു, ടൈലറെ നിങ്ങൾ കാണുന്നില്ലേ ഈ കശാപ്പുകാരൻ, അള്ളാഹു എത്രയാണ് അയാൾക്ക് നിഅമത്ത്, അള്ളാഹിൻ്റെ കൂലി എത്രയായിരിക്കും, ഈ നാട്ടുകാർക്ക് മുഴുവൻ അയാൾ കൊടുക്കണില്ലേ, നിങ്ങൾ എന്തെങ്കിലും ഒരു സഹായം ആൾക്കാർക്ക് കൊടുക്കണ്ടേ, നിങ്ങളെന്താ ഒന്നും കൊടുക്കാത്തതെന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഇൻഷാ അല്ലാഹ്, അള്ളാഹുവിൻ്റെ തൗഫീഖ് ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു. പിറ്റത്താഴ്ച വന്നു, ടൈലറുടെ കയ്യിൽ നിന്നൊന്നും കിട്ടണില്ല. അപ്പോൾ ആൾക്കാർ പറയാൻ തുടങ്ങി, പിഷ്കൻ, ആൾ പിഷ്കനാണ്, ആളൊന്നും കൊടുക്കൂല എന്ന് പറഞ്ഞ് നാട്ടുകാർ മുഴുവനും ഈ ടൈലറിന് പിശുക്കൻ എന്ന പേര് വെച്ചു. അത് മലയാളിയല്ലേ, പൈസ ഒന്നും കൊടുക്കണില്ലല്ലോ. അങ്ങനെ ഒരു ദിവസം, മാംസം ലഭിക്കുന്ന ദിവസം, എല്ലാവരും സഫായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യുമ്പോൾ അന്ന് ഇറച്ചില്ല, അന്ന് മാംസമില്ല. അപ്പോൾ ആൾക്കാർ ചോദിച്ചു, അല്ല ജസാറെ, ബുച്ചറെ, ഇന്നെന്താ ഇറച്ചില്ലേ എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഇന്ന് ഇറച്ചില്ല, തീർന്നു, നിങ്ങൾ പൈസ തരും എനിക്ക് എന്ന് ചോദിച്ചു.
നിങ്ങൾ പൈസ തരുമെന്നോ? അപ്പം എന്തായി പറഞ്ഞതിൻ്റെ അർത്ഥം? അപ്പം നിങ്ങൾ അറിഞ്ഞില്ലേ നമ്മുടെ ടൈലർ മരിച്ചുപോയി ഇന്നലെ? ടൈലർ മരിച്ചുപോയി. അദ്ദേഹം എന്നെ ഏൽപ്പിച്ചതായിരുന്നു എല്ലാ ആഴ്ചയും ഒരു കന്ന് ഈ നാട്ടുകാർക്ക് മുഴുവൻ വറുത്ത് കൊടുക്കണമെന്ന്. അത് അയാളുടെ പൈസയാണ്. എന്നോട് പറഞ്ഞു, ഇത് ഞാനാണ് ചെയ്യുന്നത് എന്നറിയരുത്, നിങ്ങളാണ് ചെയ്യുന്നത് എന്ന് വരുത്തിയാൽ മതി, എനിക്ക് അള്ളാഹിൻ്റെ അടുത്തുള്ള കൂലി മതി. അപ്പോഴാണ് ആളുകൾ അറിഞ്ഞത് ഇയാൾ ബഖീലായിരുന്നില്ല എന്ന്. വൽബാഖിയാത്തു സ്വാലിഹാത്തു ഖൈറുൻ ഇൻദ റബ്ബിക സവാബൻ വഖൈറുൻ അമല. ഇന്നല്ലാഹ ലാ യഖ്ബലു ഇല്ലാ ത്വയ്യിബ. അല്ലാഹു നല്ലത് മാത്രമേ സ്വീകരിക്കുള്ളൂ. വലാ യഖ്ബലു ഇല്ലാ മൻ അഖ്ലസ ലില്ലാഹ്. ഇഖ്ലാസ് അല്ലാഹുവിന് വേണ്ടി, പടച്ചവന് വേണ്ടി എന്ന നിയ്യത്തോടുകൂടെ ചെയ്തതേ അള്ളാഹു കബൂലാക്കുള്ളൂ. അങ്ങനെയാണ് നമ്മളൊരു അമല് ചെയ്തതെങ്കിൽ അതിൻ്റെ കൂലി അള്ളാഹിൻ്റെ അടുത്ത് തന്നെ വാങ്ങാൻ പറ്റും. ജനങ്ങളുടെ അടുത്ത് പ്രതീക്ഷിച്ച് നിൽക്കേണ്ട ഒരു കാര്യം. ജനങ്ങൾ പിഷ്കെന്നൊക്കെ പേരിട്ടോട്ടെ, അതിന് കുഴപ്പമില്ലല്ലോ. അലി സൈനുൽ ആബിദീൻ റഹ്മത്തുള്ളാഹി തആല അലൈഹി മഹാനവൾ വഫാത്തായപ്പോഴല്ലേ മരിച്ച മയ്യത്തിനെ കുളിപ്പിക്കുമ്പോഴാണ് പുറത്ത് ഒരുപാട് തഴമ്പ് കണ്ടത്. ചരിത്രങ്ങൾക്ക് ഓർമ്മയില്ലേ? അലി സൈനുൽ ആബിദീൻ അഷ്റഫ് ഖൽഖ് തങ്ങളുടെ സ്വല്ലല്ലാഹു അഹ്ലു ബൈത്തിൽപ്പെട്ട മഹാനാണ്, മദീനക്കാരനാണ്. അപ്പം എന്താ സംഭവം? ഇടക്കിടക്ക് എല്ലാ മാസവും പാവപ്പെട്ട മിസ്കീന്മാരുടെ വാതിലിൻ്റെ മുമ്പിൽ രാത്രി സമയം ആരോ ഒരു ഗോതമ്പിൻ്റെ ചാക്ക് അല്ലെങ്കിൽ ബാർലിയുടെ ചാക്ക് അവിടെ കൊണ്ടുവന്ന് ഇട്ടുകൊടുത്ത് പോകാറുണ്ടായിരുന്നു. അങ്ങനെ അലി സൈനുൽ ആബിദീൻ തങ്ങൾ വഫാത്തായതിനു ശേഷം ഈ ചാക്ക് കാണുന്നില്ല. അപ്പം എന്താ സംഭവം? രാത്രി ഇദ്ദേഹം തോളിൽ വെച്ചിട്ട്, മഹാനായ തങ്ങളാണ് ഇദ്ദേഹം, സയ്യിദാണ് ഈ തങ്ങൾ, ഓരോ വീട്ടുകാർ, അദ്ദേഹത്തിന് പൈസ ഉണ്ട്, നല്ല പൈസക്കാരായ തങ്ങന്മാർ അന്നുണ്ട്, ഇന്നുണ്ട്, എല്ലാ കാലഘട്ടങ്ങളിലും ഉണ്ടായിരിക്കും. മാലിക് ഇബ്നു ദീനാർ തങ്ങൾ വലിയ മുതലാളിയായിരുന്നു എന്നാണ്, മാലിക് ഇബ്നു ദീനാർ റഹ്മത്തുള്ളാഹി തആല. അങ്ങനെ ഈ ചാക്ക് കൊണ്ടുപോയി ഇവിടെ തഴമ്പ് വന്നിരുന്നു. ഇത് രാത്രിയാണ് ചെയ്യണത്, അപ്പോൾ ആർക്കും അറിയില്ലായിരുന്നു ഇദ്ദേഹമാണ് ചെയ്യണത്. സുബ്ഹാന ജല്ല ജലാലു. മയ്യത്ത് കുളിപ്പിക്കുമ്പോഴാണ് ഒട്ടകത്തിൻ്റെ മുട്ടുകാലിൽ തഴമ്പുള്ള പോലെ മഹാൻ്റെ പുറത്ത് മുഴുവൻ തഴമ്പാണ്. ഈ ചാക്ക് ഏറ്റുപിടിച്ച് നടന്നതാണ്. അങ്ങനെ ജനങ്ങൾ പിന്നെ പറയാൻ തുടങ്ങി, നമുക്ക് കിട്ടാനുണ്ടായിരുന്ന റേഷൻ അത് ആരായിരുന്നു തന്നത്, കാണുന്നില്ലല്ലോ. അങ്ങനെയാണ് മഹാൻ്റെ ജീവിതവുമായി അതിനെ ബന്ധിപ്പിക്കുന്നത്. അപ്പോഴാണ് മനസ്സിലായത് ഇത് കൊണ്ടുപോയി കൊടുത്തിരുന്നത് ഈ മഹാനായിരുന്നു. സുബ്ഹാനല്ലാഹ്. ഇതാണ് നാളെ അള്ളാഹുവിൻ്റെ അർശിൻ്റെ തണൽ കിട്ടാൻ കാരണമാകുന്ന സ്വതഖ. സ്വതഖത്തു സിർ തുത്ഫിഉ ഗളബർ റബ്ബ്. അള്ളാഹു നിങ്ങളോട് ദേഷ്യപ്പെട്ടിരിക്കാൻ ഇടയുണ്ട് എന്ന് തോന്നുന്ന തെറ്റ് നിങ്ങളെന്ന് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പരിഹാരം സ്വതഖത്തു സിർ, രഹസ്യമായ സ്വതഖയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങളാണ് ചെയ്യുന്നതെന്ന് അറിയണ്ട. നമ്മളിന്ന് ചെയ്യുന്നത് മുഴുവൻ ഫോട്ടോ എടുത്ത് പബ്ലിസിറ്റി ചെയ്യാൻ ആഗ്രഹിക്കുന്നൊരു സമയമാണ്. എല്ലാം പബ്ലിസിറ്റിയാണ്. സ്വതഖത്തു സിർ, ആ ഒരു ടൈലറെ പോലാവാൻ കഴിയുക. വൽബാഖിയാത്തു സ്വാലിഹാത്തു ഖൈറുൻ ഇൻദ റബ്ബിക സവാബൻ വഖൈറുൻ അമല. സ്വല്ലു അലൻ നബി മുഹമ്മദിൻ വആലിഹി. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. جزاكم الله. വൽബാഖിയാത്തു സ്വാലിഹാത്ത്. അള്ളാഹു ബാക്കിയാണെന്ന് പറയുമ്പോൾ നമ്മുടെ ബഖാഇന് എന്താ വേണ്ടത് നമ്മൾ ആലോചിക്കേണ്ടത്. അപ്പോഴല്ലേ ആയുസ് കൊണ്ട് നമുക്ക് കാര്യമുള്ളൂ. ഈജിപ്തിലെ ആദ്യത്തെ മസ്ജിദാണ് മസ്ജിദുൽ ഫുസ്താത്ത് അല്ലെങ്കിൽ മസ്ജിദ് അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു. ഈജിപ്തിൽ പോയി ആ പള്ളി കണ്ടോല് എത്ര ആളുണ്ട് ഈ സദസ്സിൽ? അബ്ദുറഹ്മാൻ സാഹിബുണ്ട്, ഹാരിസ് ഭായി ഉണ്ട്, പിന്നെ ആരൊക്കെ? നമ്മൾ ഒരുമിച്ച പേര് അല്ല അല്ലേ? വലിയ ചങ്ങൾ കണ്ടില്ലേ? അൽഹംദുലില്ലാ. അപ്പോൾ 4-5 ആൾ ഇവിടെ തന്നെ ഉണ്ട്. മുനീർച്ചം കണ്ടുകണല്ലോ. 6 ആളായി. മസ്ജിദ് അംർ ഇബ്നുൽ ആസ് ഖൈറോവിലാണ്, ഖൈറോ നഗരത്തിലാണ്.
ആ മസ്ജിദ് അംറുബുൽ ആസ് റളിയല്ലാഹു അൻഹു, അംറുബുൽ ആസ് എന്നവർ ആരാന്നറിയോ? എത്യോപ്യയിലേക്ക് മുസ്ലിമീങ്ങൾ ആദ്യമായി പലായനം ചെയ്തപ്പോൾ എത്യോപ്യയിലേക്ക് അഭയം തേടിയ ജഅഫർ റളിയല്ലാഹു അൻഹു അടക്കമുള്ള മുസ്ലിമീങ്ങളെ മക്കയിലേക്ക് തിരിച്ചു പിടിക്കാൻ വേണ്ടി രാജാവിന് സമ്മാനം കൊണ്ടേ കൊടുത്ത ആൾപ്പെട്ട ആളാണ് അംറുബുൽ ആസ് റളിയല്ലാഹു അൻഹു. അംറുബുൽ ആസ് എന്നൊരു വേറെ ഒരാളും കൂടെ ഉണ്ടായിരുന്നു. ഇവരാ പോയിട്ട് രാജാവിന് സമ്മാനങ്ങൾ, വിലപിടിപ്പുള്ള തോലിൻ്റെ സാധനങ്ങൾ, ലെതറിൻ്റെ പ്രൊഡക്റ്റുകളൊക്കെ കൊടുത്തിട്ട് നജാഷി രാജാവിനെ ബ്രൈബ് ചെയ്തിട്ട് മുസ്ലിമീങ്ങളെ മക്കയിലേക്ക് തിരിച്ചു കൊണ്ടുവന്നവരെ വീണ്ടും ശിക്ഷിക്കണം എന്ന പ്ലാനിൽ പോയ ആളായിരുന്നു. പക്ഷേ സ്വഹാബിയായിട്ട് മാറി. മാഷാ അള്ളാഹ്, ഭയങ്കര ബുദ്ധിമാനിയായിരുന്നു അംറുബുൽ ആസ് റളിയല്ലാഹു അൻഹു. പള്ളിയുടെ വികസനം, വലിയ പള്ളി ഉണ്ടാക്കി. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ ആദ്യത്തെ മസ്ജിദാണിത്. കാരണം ഈജിപ്ത് ആഫ്രിക്കയിലാണ്. ആഫ്രിക്കയിൽ ദഅവത്തിന് പോയ സ്വഹാബിയാണ് അംറുബുൽ ആസ് റളിയല്ലാഹു. അതുകൊണ്ട് ഈജിപ്തുകാരും ആഫ്രിക്കക്കാരും ലിബിയക്കാരും അൾജീരിയക്കാരുമായ മുഴുവൻ ആളുകളുടെയും ഇബാദത്തിൻ്റെ ഒരു ഓഹരി ആർക്ക് കിട്ടും? അംറുബുൽ ആസ് റളിയല്ലാഹുവിന് കിട്ടും. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്താണ് മുസ്ലിം ലോകം ഒരുപാട് വികസിക്കുന്നത്, ഇന്ത്യ അടക്കം, സിന്ധടക്കം. അപ്പോൾ ഇവിടങ്ങളിലുള്ള ആളുകളുടെ ഇബാദത്തിൻ്റെ ഒരു ഓഹരി ആർക്ക് കിട്ടും? സയ്യിദുന ഫാറൂഖ് തങ്ങൾക്ക് കിട്ടും റളിയല്ലാഹു അൻഹു. മുർത്തദ്ദീങ്ങളുടെ ആ ഒരു വിഷയം പരിഹരിച്ചതിൻ്റെ പേരിൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് കിട്ടും. ഈ ഉമ്മത്തിൻ്റെ ഇബാദത്തിൻ്റെ ഒരു കാർബൺ കോപ്പി, അതിൻ്റെ ഒരു ഹസനാത്ത് ആർക്ക് കിട്ടും? നമ്മുടെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയാണ്. അംറുബുൽ ആസ് റളിയല്ലാഹു അൻഹു പള്ളി വികസിപ്പിക്കുമ്പോൾ ഒരു ഖിബ്തിയായ പെണ്ണിൻ്റെ വീട് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ പള്ളി വികസിക്കുമ്പോൾ തൊട്ടടുത്ത വീട് ആ പെണ്ണ് പറഞ്ഞു തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. എനിക്ക് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പൈസ തരാമെന്ന് പറഞ്ഞു, കാശ് തരാൻ ഞങ്ങൾ വാങ്ങിക്കാമെന്ന് പറഞ്ഞു. ഞാൻ വിട്ടുതരില്ല എന്ന് പറഞ്ഞു. പക്ഷെ പള്ളിയുടെ വികസനം അന്ന് നിർബന്ധമായിരുന്നു. അംറുബുൽ ആസ് റളിയല്ലാഹു അൻഹു അവർക്ക് പകരം ഒരു സ്ഥലം അനുവദിച്ചുകൊണ്ട് ആ വീട് നിർബന്ധമായും പൊളിച്ചു മാറ്റി പള്ളിയുടെ പണി തുടങ്ങി. അപ്പോൾ അവിടുത്തെ ക്രിസ്തീയ പുരോഹിതന്മാർ, ഖിബ്ത്തുകൾ എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനികളായിരുന്നു, ബനു ഇസ്രായേലുകളായ ആൾ, അതിൻ്റെ ആ ട്രേസസ് ആണത്. അപ്പോൾ അവർ പറഞ്ഞു, പെണ്ണെ, നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ മദീനയിൽ ഇസ്ലാമിൻ്റെ ഖലീഫയുണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, അവരോട് പോയൊരു പെറ്റീഷൻ കൊടുത്താൽ നിനക്ക് കേസിൽ വിജയിക്കാൻ സാധ്യതയുണ്ട്. ഇസ്ലാം നീതിയാണെന്നും ഇസ്ലാം നന്മയാണെന്നും ഒക്കെ പറയുമ്പോൾ എവിടെയാണ് ഈ നന്മ? ഇവരിങ്ങനെ പൊളിക്കാൻ പാടുണ്ടോ എന്നൊക്കെ പറഞ്ഞ് ഒച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ടായി. അങ്ങനെ ഈ പെണ്ണിന് മക്കയിലേക്ക് പോകാനുള്ള സർവ്വ സാമഗ്രികളും എല്ലാവിധ സെറ്റപ്പും അവിടുത്തെ ഖിബ്തികളായ നേതാക്കന്മാർ, ക്രിസ്ത്യാനികളായ പുരോഹിതന്മാർ അവർക്ക് കൊടുത്തു. ഈ പെണ്ണും തൻ്റെ കൂടെ ഒരു ഖാദിമത്തായ പെണ്ണുമായി മദീനയിലേക്ക് അവർ തിരിച്ചു. ഒരു 45-50 ദിവസത്തെ യാത്രക്ക് ശേഷം അവർ മദീനയിലെത്തി. അപ്പോൾ ഈ പെണ്ണ് ചോദിച്ചു, ഐന ഖസ്റുൽ ഖലീഫ, ഖലീഫയുടെ കൊട്ടാരം എവിടെയാണ്? ഐന ഉമർ ഇബ്നുൽ ഖത്താബ്, ഉമർ എന്നവർ എവിടെയാണ്? അപ്പോൾ കൊട്ടാരമൊന്നുമില്ലല്ലോ ഉമർ എന്നവർക്ക്. ഉമർ റളിയല്ലാഹു അൻഹു 2 ചെരുപ്പ് എടുത്തു വെച്ചിട്ട് ആ ചെരുപ്പിൽ തലവെച്ചുകൊണ്ട് മണ്ണിൽ ഒരു മരത്തിൻ്റെ താഴെ കിടക്കുന്നതാണ് ഇതാണ് ഖലീഫ എന്ന് പറഞ്ഞത്. അത് പെണ്ണിന് തീരെ വിശ്വസിക്കാൻ പറ്റിയില്ല. ഈ ഇസ്ലാമിക ലോകത്തിൻ്റെ ഖലീഫ ഇങ്ങനെ കിടക്കേ? അവർ പറഞ്ഞു, ഇത് തന്നെയാണ് ഖലീഫ എന്ന് പറഞ്ഞു. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹുവിനെ കാലുകൊണ്ട് ഇങ്ങനെ തട്ടിയതായി പെണ്ണ്. കാരണം പെണ്ണിന് അറിയില്ല ഇതാണോന്ന് ഉറപ്പില്ലല്ലോ. എന്നിട്ട് പറഞ്ഞു, ഞാൻ ഈജിപ്തിൽ നിന്ന് വരികയാണ്. ഒരു ലെറ്റർ കാണിച്ചു കൊടുത്തു. എൻ്റെ വീട് നിങ്ങളുടെ ഗവർണറായ അംറുബുൽ ആസ് റളിയല്ലാഹു അൻഹു പൊളിച്ചു കളഞ്ഞു. എൻ്റെ വീട് എനിക്ക് തിരിച്ചു കിട്ടണം. ആ സ്ഥലത്ത് തന്നെ എനിക്ക് വേണമെന്ന് പറഞ്ഞു. അവിടെ പള്ളിയാക്കിയിട്ടുണ്ട്. അതെൻ്റെ വീടുള്ള സ്ഥലമാണ്, എനിക്കവിടെ വീട് വേണമെന്ന്. ഉമറുല്ലാഹിന് വേഗം ഒരു തോൽ കഷ്ണം, അന്നത്തെ കടലാസ്, ഒരു പേപ്പറും പെന്നും കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. ഒരു തോൽ കഷ്ണവും ഒരു പേനയും. എന്നിട്ട് പറഞ്ഞു, മിൻ അബ്ദില്ലാഹി ഉമർ ബിൽ ഖത്താബ് ഇല അംർ ബിൽ ആസ് വാലി മിസ്ർ. ഉമർ റളിയല്ലാഹു അൻഹു ദേഷ്യപ്പെടുമ്പോൾ അംറുൽ ആസ് എന്ന് വരെ വേറൊരു വാക്ക് ഉപയോഗിച്ചിട്ടാണ് അഭിസംബോധന ചെയ്യുക. അത് വേറെ തമാശയാണ്. ഇപ്പോൾ ഉമർ റളിയല്ലാഹുവിൻ്റെ കാര്യത്തിൽ തന്നെ അള്ളാഹുവിൻ്റെ ദാസനായ ഉമർ എന്നവർ ഈജിപ്തിൻ്റെ ഗവർണറായ അംർ ഇബ്നുൽ ആസിന് അറിയിക്കുന്ന കത്താണിത്. യാ അംർ ലാ യകുൻ കിസ്റ അഅദല മിന്നി വമിൻക വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഇത്രയുള്ള കത്ത്. ആ കത്തിൻ്റെ ആശയം, അംർ ഇബ്നുൽ ആസ് പേർഷ്യയുടെ ഭരണാധികാരിയായ കിസ്റ
എന്നെക്കാളും നിന്നെക്കാളും നീതിമാനായ ആളായി മാറരുത്, അവരെക്കാളും നീതി നമ്മളാ ചെയ്യേണ്ടത്. ഇതാണ് അതിൽ എഴുതിയത്. പൊയ്ക്കോ എന്ന് പറഞ്ഞു, ഇത് കൊണ്ടേ കൊടുക്കുമെന്ന് പറഞ്ഞു. അംർ ഇബ്നു അൽ-ആസിനെ കൊടുക്കി കത്ത് എന്ന് പറഞ്ഞു. അപ്പം ആ പെണ്ണിങ്ങനെ വായിച്ചു നോക്കി, ലാ യകുൻ കിസ്റ അഅദല മിന്നി വമിൻക. ഒറ്റ വരിയാണ് മറുപടി. എന്നെക്കാളും നിന്നെക്കാളും വലിയ നീതിമാൻ കിസ്റ ആവരുത്. അദ്ദേഹം മുസ്ലിമല്ല, അയാളെക്കാളും നീതിമാൻ നമ്മളാവേണ്ടത്, അതതിൻ്റെ മറുവശം. പക്ഷെ എഴുത്തിൽ എത്രയുള്ളൂ, എന്നെക്കാളും നിന്നെക്കാളും നീതിമാൻ ആവരുത് കിസ്റ. മുപ്പര ചെയ്ത നീതി അതിനേക്കാളും വലുതാ നമ്മൾ ചെയ്യേണ്ടത് എന്നാണ് അത് വായിച്ച് മനസ്സിലാക്കിയത്. അപ്പോൾ പെണ്ണ് നോക്കിയിട്ട് ഇത് ഖലീഫ, എന്ത് ഖലീഫ ചെരുപ്പ് വെച്ചിട്ട് കിടക്കണം. പിന്നെ എൻ്റെ വലിയൊരു വിഷയത്തിൽ ഞാൻ ഇത്രയും ദൂരം യാത്ര ചെയ്ത് വന്നിട്ട് ഒരൊറ്റ വരിയാണ്, ഈ ഒരു വരിയിൽ നിന്ന് എന്ത് മനസ്സിലാക്കാനാണ് അംർ ഇബ്നു അൽ-ആസ്? ആ പെണ്ണ് ആ കടലാസിൻ്റെ ചുരുട്ടിട്ട് എറിഞ്ഞു. നമുക്ക് പോവാന്ന് പറഞ്ഞു, നീതി കിട്ടൂല എന്ന് തന്നെ വിചാരിക്കുക, പോവാന്ന്. അപ്പോൾ ബാക്കിലുള്ള പരിചാരികയായ പെണ്ണ് ഈ ഖിബ്തിയ എന്ന് വെച്ചാൽ ഫിർഔന്റെ വീട്ടുകാരാ, ഫിർഔന്റെ കുടുംബക്കാരാ, അവിടുത്തെ ഭരണാധികാരികളായിരുന്ന ആളുകളാണ്. അപ്പോൾ ആ കടലാസിൻ്റെ കഷ്ണം ഈ പെണ്ണ് പോക്കറ്റിലിട്ടിരുന്നു. പക്ഷെ അതാർക്കറിയില്ല, ഈ വീടിൻ്റെ ഉടമസ്ഥയായ പെണ്ണിനറിയില്ല. അങ്ങനെ അവർ ഈജിപ്തിലേക്ക് തിരിച്ചെത്തി. അപ്പം എല്ലാവരും ഭയങ്കര സ്വീകരണം. എന്താ സംഭവിച്ചത്, എന്താ കിട്ടിയത്, എന്താ മറുപടി, ഇതറിയാനാണ്. പെണ്ണ് പറഞ്ഞു, എന്ത് മറുപടി? ചെരുപ്പ് തലക്ക് വെച്ച് കിടക്കണ ഒരാളെ കാണിച്ചെന്നത്, ഇതാണ് ഖലീഫ എന്നും പറഞ്ഞ്. അയാളായിരിക്കാനാ സാധ്യത, അത് തന്നെ, അങ്ങനെയൊക്കെ തന്നെയാണ് ഈ ആളെന്ന് പറഞ്ഞു. എന്നിട്ടാന്ന് ചോദിച്ചു, ഒരു കടലാസിൽ എഴുതി തന്നു, ലാ യകുൻ കിസ്റ അഅദല മിന്നി വമിൻക. എന്താ അപ്പം അതിൻ്റെ അർത്ഥം? ഞാൻ അവിടെ ഇട്ടിച്ചു പോകുന്നത്. പറഞ്ഞു, പെണ്ണേ നീ എന്ത് പണിയാ ചെയ്തത്? ഖലീഫയുടെ ഒരു വാക്കല്ലേ, അതിൻ്റെ അർത്ഥം എന്താ നിനക്ക് മനസ്സിലായിട്ടില്ല, ശരിയാണ്. പക്ഷെ അത് അവിടെ ഇട്ട് പോരാൻ പാടുണ്ടോ? അത് കിട്ടിയിരുന്നെങ്കിൽ നിന്റെ പ്രശ്നം അവിടെ പരിഹരിച്ചേനെ. നീ എന്ത് പണിയാ ചെയ്തത്? അപ്പോഴേക്കും ബാക്കിൽ നിന്ന് പരിചാരക അത് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് കാണിച്ചു കൊടുത്തു. സന്തോഷമായി. അപ്പൊ നഷ്ടമായില്ല, നിന്റെ യാത്ര വെറുതെയായില്ല. ഈ കത്ത് അംർ ഇബ്നു അൽ-ആസ് റളിയല്ലാഹു അൻഹു നാളെ ജുമുഅക്ക് വരുമ്പോൾ പള്ളിയുടെ കവാടത്തിന്റെ മുമ്പിൽ വെച്ചിട്ട് നമ്മൾ കൈമാറും. അങ്ങനെ രാവിലെ ജുമുഅക്ക് അംർ ഇബ്നു അൽ-ആസ് എന്നവർ ഖുതുബ നിർവഹിക്കാൻ വരുന്നതിൻ്റെ മുമ്പ് മസ്ജിദുൽ ഫുസ്താത്തിൻ്റെ മുമ്പിൽ ഈ പെണ്ണും കുറേ ആളുകളും തടിച്ചുകൂടിയിരിക്കുകയാണ്. ഇപ്പോൾ പള്ളിക്ക് ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അംർ ഇബ്നു അൽ-ആസ് റളിയല്ലാഹു അൻഹു പോകുമ്പോൾ നിൽക്കണം എന്ന് പറയും. അമീറുൽ മുഅ്മിനീൻ ഖലീഫ, മുസ്ലിമീങ്ങളുടെ ഖലീഫ നിങ്ങൾക്കൊരു എഴുത്ത് തന്നിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞു, ഹാച്ചി, എന്താണ് അതിലുള്ളത്? ആ കടലാസ് ഇങ്ങനെ വായിച്ചു. അംർ ഇബ്നു അൽ-ആസ് റളിയല്ലാഹു അൻഹു. അന്നൊന്നിപ്പോൾ ടെലികമ്മ്യൂണിക്കേഷനും കമ്പടിക്കലൊന്നും ഇല്ലല്ലോ. എവിടെയോ രണ്ടറ്റത്ത് നിൽക്കുന്ന ലോകവുമായി കണക്ട് ചെയ്യാൻ ഈ ഒരു ഇതല്ലേ ഉള്ളൂ. അംർ ഇബ്നു അൽ-ആസ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ തല താഴ്ത്തി. പിന്നെ ഇങ്ങനെ കണ്ണിന്ന് കണ്ണീര് വരാൻ തുടങ്ങി. അപ്പോൾ ചോദിച്ചു, പെണ്ണേ ഞാൻ ജുമുഅക്കാ വന്നത്, നിന്റെ വീട് ഈ പള്ളി ജുമുഅൻ്റെ മുമ്പ് പൊളിച്ചിട്ട് ഞാൻ ഉണ്ടാക്കി തരണോ, അല്ല ജുമുഅ കഴിഞ്ഞിട്ട് പൊളിച്ചുണ്ടാക്കി തന്നാൽ മതി ചോദിച്ചു. അത്ഭുതപ്പെട്ടു ഈ പടച്ചോനെ, അതിന് മാത്രം എന്താ അതിലുള്ളത്, അതിന് മാത്രം എന്താ അതിലുള്ളത്, സുബ്ഹാനല്ലാഹ്. അപ്പോൾ പെണ്ണ് പറഞ്ഞു, ജുമുഅ കഴിഞ്ഞിട്ട് മതി. പക്ഷേ ഈ എഴുതിയ വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു. അംർ ഇബ്നു അൽ-ആസ് റളിയല്ലാഹു അൻഹു വീണ്ടും തല താഴ്ത്തിയിട്ട് പറഞ്ഞു, ഞങ്ങൾ കുട്ടിക്കാലത്ത് ചെറുപ്പത്തിൽ യുവാക്കളായിരുന്ന കാലം ഞാനും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവും പേർഷ്യ കാണാൻ വേണ്ടി പോയിരുന്നു. ഇറാനിലേക്ക് പോയിരുന്നു. ഇറാൻ്റെ അന്നത്തെ ഭരണാധികാരിയായിരുന്നു കിസ്റ. ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ അവിടെ വലിയ ഒരു ആഘോഷ പ്രകടനം നടക്കുകയാണ് കൊട്ടാരത്തിൻ്റെ മുമ്പിൽ. ആയിരക്കണക്കിന് ആളുകൾ വന്നിട്ടുണ്ട്. ചെമന്ന കാർപ്പറ്റ് വിരിച്ചിട്ടുണ്ട്. രാജാവ് എഴുന്നള്ളുന്ന രാജാവിൻ്റെ അധികാരാരോഹണത്തിൻ്റെ ഒരു ആഘോഷം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞങ്ങൾ പോയത്. അങ്ങനെ ഞങ്ങൾ ആ കൊട്ടാരത്തിൻ്റെ മുമ്പിൽ എല്ലാവരും കാഴ്ചകൾ കാണാൻ വേണ്ടി നിൽക്കുമ്പോൾ ഞാനും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഞങ്ങൾ രണ്ടുപേരും, ഞങ്ങൾ ചെറുപ്പക്കാർ, ഞങ്ങളിത് ഇങ്ങനെ കാഴ്ച കണ്ടിങ്ങനെ ഞങ്ങളും നിൽക്കുന്നുണ്ട് അവിടെ. അതിൽ പെട്ടെന്ന് കൊട്ടാരത്തിൻ്റെ മുമ്പിൽ വിരിച്ചിരുന്ന കാർപ്പറ്റ് റോൾ ചെയ്ത് മാറ്റാൻ വേണ്ടി രാജാവ് പറയുന്നു. ആ കാർപ്പറ്റ് ഒന്ന് മടക്കി കൊടുക്കണം എന്ന് പറയും. അപ്പോൾ ഈ തിക്കും തിരക്കിൻ്റെ ഇടയിൽ
അവിടെ പോലീസുകാർ ഇടപെടുന്നു, പട്ടാളക്കാർ വരുന്നു, കാർപ്പറ്റ് മടക്കി വെക്കുന്നു. എന്താ, ആരവിടെ വരാൻ പോകുന്നത്, ആരാ ഇവിടെ വന്ന് ലാൻഡ് ചെയ്യുന്നത് ഒന്നും അറിയില്ലല്ലോ. അപ്പോൾ നോക്കുമ്പോൾ ഒരു വൃദ്ധയായ ഉമ്മ, ആ ഉമ്മയുടെ 4-5 പശുക്കളെയും കൊണ്ട് ഈ കൊട്ടാരത്തിൻ്റെ മുമ്പിലൂടെ ഇങ്ങനെ പോവുകയാണ്. മുപ്പത്തേര് പോയി. അപ്പോൾ പിന്നെ കാർപ്പറ്റ് തിരിച്ചു വിളിച്ചു, ആഘോഷം വീണ്ടും പൊടി പിടിച്ചു. വൈകുന്നേരമായപ്പോൾ ഇതേപോലെ കാർപ്പറ്റ് മടക്കി വെക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ ആര് വരികയാണ്? ഈ ഉമ്മ കന്നുകാലികൾക്ക് തീറ്റ കൊടുത്ത് വീട്ടിലേക്ക് കന്നുകാലിയെ തിരിച്ചു കൊണ്ടുപോവുക. ആ കന്നുകാലികൾക്ക് വേണ്ടി ഈ കാർപ്പറ്റ് മടക്കി കൊടുക്കുകയാണ്. അപ്പോൾ അതിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പം ഞങ്ങൾക്ക് അത്ഭുതമായി, ഇത്രയും വലിയൊരു ആഘോഷത്തിനിടയിൽ 4 കന്നുകാലികളെ വലിച്ചു കൊണ്ടുപോകുന്നൊരു ഉമ്മക്ക് വേണ്ടി കാർപ്പറ്റ് മടക്കി കൊടുക്കണമെങ്കിൽ കാരണം ഉണ്ടാവുമല്ലോ. അപ്പം ഞങ്ങൾ ചോദിച്ചു, എന്തേ കാരണം? അപ്പം അവർ പറഞ്ഞു, ഇദ്ദേഹം കൊട്ടാരത്തിൻ്റെ വികസനം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ വൃദ്ധയുടെ വീട് അവിടെ ഉണ്ടായിരുന്നു. ആ വീട് പൊളിച്ചു മാറ്റണമെന്ന് പറഞ്ഞപ്പോൾ വൃദ്ധ പറഞ്ഞു, പറ്റില്ല, ഇതെൻ്റെ വീട്, ഞാൻ പൊളിക്കാൻ വിടൂല എന്ന് പറഞ്ഞു. കിസ്റ രാജാവ് ചോദിച്ചു, ഉമ്മ, നിങ്ങൾക്ക് ഇതിലും നല്ല വീട് ഞാൻ തരാം, നിങ്ങൾക്കൊരൽപ്പം മാറി താമസിച്ചുകൂടെ എന്ന് ചോദിച്ചപ്പോൾ ആ ഉമ്മ പറഞ്ഞു, എനിക്കൊരു കണ്ടീഷനുണ്ട്. എന്താ? എനിക്കെപ്പോഴാണോ എൻ്റെ കന്നുകാലികളെയും കൊണ്ട് എനിക്ക് അപ്പുറത്തെ സൈഡിലേക്ക് ഇവർക്ക് തീറ്റ കൊടുക്കാൻ പോകേണ്ടി വരിക, ഈ കൊട്ടാരത്തിൻ്റെ കോമ്പൗണ്ടൊന്നും ചുറ്റിപ്പോകാൻ എന്നെ കൊണ്ട് കഴിയില്ല, എനിക്കിതിലെ പോകാൻ അനുവാദം നൽകണം. അപ്പോൾ കിസ്റ പറഞ്ഞു, ഏതു നേരവും നിങ്ങൾക്കിതിലെ കടന്നു പോകേണ്ടി വന്നാൽ ഞങ്ങളിതിനെ വഴിയൊരുക്കി തരാം എന്ന കണ്ടീഷനിൽ ആ ഉമ്മയെ അവിടുന്ന് മാറ്റിപ്പാർപ്പിച്ചിരുന്നു. അതാ ഉമർ തങ്ങൾ എഴുതുന്നത്, അംർ ഇബ്നുൽ ആസേ, എന്നെക്കാളും നിന്നെക്കാളും നീതിമാൻ കിസ്റയായി പോകരുത്. ആ ഒരു വൃദ്ധയായ ഉമ്മക്ക് വേണ്ടി കാർപ്പറ്റ് റോൾ ചെയ്ത് കൊടുത്ത് സൗകര്യം ചെയ്തു കൊടുത്ത ഇറാനിൻ്റെ ഭരണാധികാരി കിസ്റ, അയാളെക്കാളും നമ്മൾ നീതി ചെയ്യേണ്ട ആളല്ലേ. അതുകൊണ്ട് ഈ പെണ്ണിന് വേണ്ടത് ചെയ്തു കൊടുക്കണം എന്നാണ് ഉമർ അൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുന്നത്. ഇതൊക്കെ ഒരു ഉമ്മത്തിൻ്റെ തലയിൽ ഉദിക്കണമെങ്കിൽ, ഇത്തരം വലിയ ആശയങ്ങൾ കൈമാറണമെങ്കിൽ അവർക്ക് കിട്ടിയ ദീനിൻ്റെ തർബിയത്ത് എന്തായിരിക്കും? ഇതൊരു ഡിസിഷൻ മേക്കിംഗ് ആണ്, ഒരു ക്രൈസിസ് മാനേജ്മെൻ്റ് ആണ്. എന്ത് ചെയ്യണം? അത്രയും ഇത് പറഞ്ഞപ്പോഴാണ് ആ പെണ്ണ് പറഞ്ഞത്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് വആമന മഅഹാ ഖൽഖുൻ കസീർ. നമ്മുടെ താരീഖിൻ്റെ കിതാബ് നോക്കിയാൽ കാണാം, ആ പെണ്ണിൻ്റെ കൂടെ വന്ന മുഴുവൻ ആളുകളും അന്ന് ഇസ്ലാം സ്വീകരിച്ചു എന്ന്. അവൾ പറഞ്ഞു, എനിക്ക് എൻ്റെ വീട് വേണ്ട, പള്ളി നിന്നാൽ മതി, പള്ളി പൊളിക്കണ്ട, എനിക്കെൻ്റെ വീട് വേണ്ട, ഞാൻ പുറത്ത് താമസിച്ചോളാം. ഇതാണോ അഹാക്കദൽ ഇസ്ലാം? ഇതാണോ ഇസ്ലാമെങ്കിൽ ഞങ്ങൾക്ക് ആ ഇസ്ലാമാണ് വേണ്ടത്. അങ്ങനെയാണ് ആഫ്രിക്കയിൽ, ഈജിപ്തിൽ ദീനിൻ്റെ പ്രചാരണം അന്ന് ഏറ്റവും കൂടുതൽ വേഗത പൂണ്ടത് മഹാനായ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഈ നടപടിയായിരുന്നു. വൽബാഖിയാത്തു സ്വാലിഹാത്ത്, രാജ്യത്തിൻ്റെ നാഷണൽ, ദേശീയ തലത്തും അന്തർദേശീയ തലങ്ങളിലും നമ്മുടെ വീടുകളിലും വ്യക്തിജീവിതങ്ങളിലും എവിടെയൊക്കെ ആവട്ടെ, ബാഖിയാത്തു സ്വാലിഹാത്ത് മാത്രമേ ഈ ഉമ്മത്തിന് ബാക്കിയുണ്ടാവുള്ളൂ. അള്ളാഹുവിന് വേണ്ടി ചെയ്യുന്നത്. എന്താ ഇത് കാരണം? എന്തുകൊണ്ട് നീതിമാനായ ഭരണാധികാരിക്ക് അള്ളാഹ് അർശിൻ്റെ തണൽ കൊടുക്കുമെന്ന് പറഞ്ഞു? എന്തേ കാരണം? അർശിൻ്റെ തണൽ കിട്ടുന്ന 7 വിഭാഗത്തിൽ ആദ്യത്തെ ആൾ ആരാണ്? ഇമാമുൻ ആദിലുൻ, നീതിമാനായ ഭരണാധികാരിയാണ്. എന്തുകൊണ്ടെന്നറിയോ? ഒരു ഭരണാധികാരിക്ക് ദുന്യാവിൽ ആരും പേടിക്കേണ്ട ആവശ്യമില്ല. അവർക്ക് ആരെ പേടിക്കണം? അള്ളാഹുവിനല്ലാതെ ആരെ പേടിക്കണം? അവരിനി നീതി ചെയ്തു അനീതി ചെയ്തു ആരും അവരെ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടാവില്ല. പ്രത്യേകിച്ച് അന്നത്തെ കാലഘട്ടങ്ങളിൽ രാജഭരണങ്ങളെ സംബന്ധിച്ച് ആലോചിക്കണം. രാജാവിനെതിരായിട്ട് ആരും ഒന്നും പറയില്ല. എന്നിട്ട് നീതി ചെയ്തിട്ടുണ്ടെങ്കിൽ അതാ മനുഷ്യൻ ചെയ്ത വലിയൊരു നന്മയല്ലേ? നീതിമാനായ ഭരണാധികാരി, ഇമാമുൻ ആദിലുൻ എന്ന് പറയുമ്പോൾ ഇതൊക്കെ പറയുമ്പോൾ UAE-യുടെ രാഷ്ട്രപിതാവായിരുന്ന ഷെയ്ഖ് സായിദ് റഹിമഹുല്ലയെ ഇവിടുത്തെ വിദ്യാർത്ഥികളൊക്കെ നമ്മൾ സ്കൂളിലൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കും. എന്നാൽ മോഡേൺ കാലഘട്ടത്ത് അങ്ങനെ ഒരു നീതിയുക്തമായ ഭരണം നടത്തിയ ഒരു വലിയ മഹാനായിരുന്നു അദ്ദേഹം, അല്ലേ? അല്ലാഹു യർഹം, അതിൽ ഖബർ ജീവിതം അള്ളാഹു സ്വർഗത്തോപ്പാക്കി കൊടുക്കട്ടെ. കാരണം അള്ളാഹു നൽകിയ റിസോഴ്സ് ഒരു മനുഷ്യൻ എന്തിനുപയോഗിക്കാം. പക്ഷേ ലിമസ്ലഹത്തിൽ ഇബാദി വൽ ബിലാദ്, മനുഷ്യർക്കും നാടിനും വേണ്ടി, ഒരു നന്മയ്ക്ക് വേണ്ടി ഉപയോഗിച്ചു എന്ന് പറയുന്നത് അത് വലിയൊരു ക്വാളിറ്റിയാണ്. അള്ളാഹു അർശിൻ്റെ തണൽ നൽകി അള്ളാഹു അവരെയും നമ്മയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതുകൊണ്ടാണ് ഭരണാധികാരികളിൽ ഇമാമുൻ അദിലുൻ അല്ലെങ്കിൽ ഇമാമുൻ ആദിലുൻ അവർക്ക് അള്ളാഹു തആല അർശിൻ്റെ തണൽ കൊടുക്കുന്നത്. വൽ ബാഖിയാത്തു സ്വാലിഹാത്ത്, അള്ളാഹുവിൻ്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് മാത്രം ചെയ്യുന്ന അമലുകൾക്ക് റബ്ബ് തആല കൊടുക്കുന്ന പ്രതിഫലമാണത്. യാ അല്ലാഹ്.
അമ്മൽ അൻസ്വാർ ഫഖദ് അദ്ദൗ മാ അലൈഹിം വബഖിയ അല്ലദീ ലഹും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻസ്വാരികളെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു, അമ്മൽ അൻസ്വാർ ഫഖദ് അദ്ദൂ മാ അലൈഹിം വബഖിയ അല്ലദീ ലഹും. അൻസ്വാരികൾ ദീനിന് വേണ്ടി എല്ലാം കൊടുത്തു. ഫഖദ് അദ്ദൗ മാ അലൈഹിം, അവർക്ക് എന്തൊക്കെ ബാധ്യതയായിരുന്നു അതൊക്കെ അൻസ്വാരികൾ അള്ളാഹുക്കും റസൂലിനും കൊടുത്തു കഴിഞ്ഞു. വബഖിയ അല്ലദീ ലഹും, ഇനി അവർക്ക് കിട്ടാനുള്ളതാണ് ബാക്കിയാവുന്നത്. കിട്ടാനുള്ളത് ബാക്കിയാണ്. അതുകൊണ്ടാണ് നന്മകൾക്ക് ബാഖിയാത്തു സ്വാലിഹാത്ത് എന്ന് പറയാൻ കാരണം. പിന്നെ ബാഖിയാത്തു സ്വാലിഹാത്ത് ഒരു ദിക്റുണ്ട്, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. അത് അള്ളാഹുവിനെ ഹംദ് ചൊല്ലുകയും അള്ളാഹുവിനെ വാഴ്ത്തുകയും സ്തുതിക്കുകയും റബ്ബ് തആലയെ കബീറാണെന്ന് പറയുകയും ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുകയും തൗഹീദിനെ സ്ഥാപിക്കുകയും ഈ കർമ്മങ്ങൾ ചെയ്യുന്നത് നാളെ പരലോകത്ത് ശേഷിക്കുന്ന അമലാണ്. അതുകൊണ്ടാണ് അതിന് ബാഖിയാത്ത് സ്വാലിഹാത്ത് എന്ന് പേര് വരാൻ കാരണം. അതുകൊണ്ട് നമ്മുടെ ശരീരവും നമ്മുടെ ജീവനും ഫനായിലേക്ക്, നമ്മൾ ഖബറിലേക്ക് നമ്മൾ നീങ്ങിക്കഴിഞ്ഞാൽ പോലും നമ്മുടെ റൂഹിന് ബാക്കിയാവേണമെങ്കിൽ അള്ളാഹുവിൻ്റെ ഇബാദത്തേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഇബാദത്തിൻ്റെ വിഷയത്തിൽ ഉസീക്കും വഇയ്യായ, ഞാൻ എൻ്റെ നഫ്സിനോടും നിങ്ങളോടും വസിയത്ത് ചെയ്യാൻ, അള്ളാഹു തആല പ്രത്യേകമായൊരു ലദ്ദത്തും ഒരു ആനന്ദവും നമ്മുടെ നിസ്കാരങ്ങളിലും നമ്മുടെ ദീനിലും അള്ളാഹു നമുക്ക് നൽകട്ടെ. എങ്കിൽ ബാക്കിയായ അള്ളാഹു ജല്ല ജലാലുവിൻ്റെ അള്ളാഹുവിൻ്റെ ഹളറത്തിലിരിക്കാനുള്ള ഭാഗ്യം ഉണ്ടാവും. അള്ളാഹു നമുക്ക് തൗഫീക്ക് ചെയ്യട്ടെ. നമുക്കത് നഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ലോകത്തെ വലിയൊരു നഷ്ടമായിരിക്കും. ഈ ലോകത്ത് നമ്മൾ വന്നു, ഈ ലോകം കണ്ടു, അള്ളാഹുവിൻ്റെ ദലാലത്തുകൾ പ്രപഞ്ചം മുഴുവനും നമ്മൾ കണ്ടു. എന്നിട്ട് എന്തേ അവസാനം നരകത്തിലേക്കാണ് പോകുന്നതെങ്കിൽ എന്തേതുകൊണ്ട് കാര്യമുണ്ടായത്? അതുകൊണ്ട് അള്ളാഹു നിലനിൽക്കുന്നവനാണെങ്കിൽ നമുക്ക് നിലനിൽപ്പ് വേണോ? അള്ളാഹുവിനെ കൂട്ടുപിടിച്ചേ മതിയാവും. ഔവലൻ വ ആഖിറൻ, അതാണ്. പിന്നെ അസ്ബാബുകൾ നമ്മൾ സ്വീകരിക്കണം. ശരിയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക്, നമ്മുടെ ഉമ്മത്തിനും നമ്മുടെ നാടിനും നമ്മുടെ രാജ്യത്തിനും, ഇപ്പോൾ തിരഞ്ഞെടുപ്പ് നടക്കാൻ പോവല്ലേ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഉമ്മത്തിന് അനുകൂലമായ സ്ഥിതിവിശേഷമുണ്ടാകുന്ന അല്ലെങ്കിൽ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് നമ്മുടെ നാട്ടിലെ ജനാധിപത്യ സെക്കുലർ സംവിധാനങ്ങൾ നിലനിൽക്കത്തക്ക വിധം വർഗീയതയോ വിദ്വേഷമോ വെറുപ്പോ ഒന്നുമില്ലാത്ത ഒരു നല്ല നാളിന് ആര് സഹായകമാകുമോ അവരുടെ കൈകളിൽ അള്ളാഹു നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണം ഏൽപ്പിക്കുമാറാകട്ടെ. നേരത്തെ പറഞ്ഞ പോലെ മാലിക് ബിൻ ദീനാർ തങ്ങൾ ആ മഴ പെയ്യാൻ കാരണക്കാരനായൊരു മനുഷ്യനെ കണ്ട പോലെ കൂട്ടമായി നമ്മൾ ദുആ ചെയ്തിരിക്കാം. പക്ഷെ ഒറ്റക്കും ദുആ ഇരക്കുക. ഒരാൾ ഒറ്റക്ക് ദുആ ചെയ്താൽ ഓരോരുത്തരുടെയും ഒറ്റക്കുള്ള ദുആ അതും അള്ളാഹുവിൻ്റെ അടുത്ത് വലിയ കബൂലായിരിക്കും. അള്ളാഹു തആല സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മുടെ സമയമായി. നമുക്ക് രണ്ട് മുത്തഅല്ലിമീങ്ങൾ ഇവിടെ ഉണ്ട്. നമ്മുടെ മുഹമ്മദ് കുഞ്ഞിൻ്റെ ജ്യേഷ്ഠൻ്റെ മക്കളും കൂടിയാണത്. ഒരാൾ ഹാഫിളാണ്, ഒരാൾ നല്ല മദ്ഹ് ഗാനൊക്കെ പാടുന്ന കുട്ടിയുമാണ്. അപ്പോൾ രണ്ടുപേർക്കും ഒന്ന് പരിചയപ്പെടാനും അവർക്ക് മുന്നോട്ടുള്ള പഠനത്തിന് ഒരു ഉത്സാഹമാവാനും വേണ്ടി നമ്മുടെ ഖിറാത്ത് ഹാഫിളുമോൻ വരട്ടെ, ഒന്ന് ഖിറാത്ത് അല്ലേ, കുറച്ച് ഖുർആൻ ഓതി അല്ലേ, അത് കഴിഞ്ഞ് ഒരു മദ്ഹ് ഗാനവും കഴിഞ്ഞ് നമുക്ക് ഇൻഷാ അല്ലാഹ് ദുആ ചെയ്തിട്ട് പിരിയാം. അള്ളാഹു നമ്മുടെ മക്കൾക്കൊക്കെ നല്ല ഉന്നത വിജയം നൽകട്ടെ. കുറേ കുട്ടികളൊക്കെ ദാൽഹുദയുടെയും മറ്റും നമ്മുടെ ദീനീ സ്ഥാപനങ്ങൾക്ക് അഡ്മിഷൻ കിട്ടി പഠിക്കാൻ വേണ്ടി പോവാൻ. അള്ളാഹു അവർക്കൊക്കെ ഉന്നതമായ വിജയവും എല്ലാവിധ തൗഫീഖും അള്ളാഹു നൽകട്ടെ. മദ്രസയിലും സ്കൂളിലൊക്കെ പുതിയ ക്ലാസ്സിലേക്കൊക്കെ മാറാൻ പോകുന്ന സമയം എടുത്തിരിക്കുകയാണ്. എന്തായിരുന്നാലും അവർക്കൊക്കെ അള്ളാഹു തആല ഉന്നത വിജയം അള്ളാഹു നൽകട്ടെ. എക്സാമിലൊക്കെ നല്ല മാർക്കുണ്ടായി നമ്മുടെ മക്കളൊക്കെ നല്ലവരായി പഠിച്ചു വളർന്ന് ഖുർറത്തു ഐനുകളാക്കി അള്ളാഹു മാറ്റിത്തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഈ മൈക്ക് വേണോ? അതാ, എന്താ പേര്? മുഹമ്മദ് ഷാഹിദ്. ഇരിക്കണോ? കസേര വേണോ? السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا
ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار ربنا إنك من تدخل النار فقد أخزيته وما للظالمين من أنصار ربنا إننا سمعنا مناديا ينادي للإيمان أن آمنوا بربكم فآمنا ربنا فاغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الأبرار ربنا آتنا ما وعدتنا على رسلك ولا تحزنا يوم القيامة إنك لا تخلف الميعاد صدق الله العلي العظيم السلام عليكم ورحمة الله وبركاته. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അനുരാഗമേ അകതാരിലൊളിവാം നിലാവേ അഭിലാഷമേ അതപോടെ പാടുന്നു പൂവേ അനുരാഗമേ അകതാരിലൊളിവാം നിലാവേ അഭിലാഷമേ അതപോടെ പാടുന്നു പോവേ ഹക്കിൻ വിളക്കായി മക്കായിലന്ന് ഇസ്കേ ഇലാഹി പറക്കാൻ പിറന്ന് അലിവൊഴുകും പുഴയായി നൂറേ ഹുദാ അറിവുതിരും മഴയായി റിഹേ ബദാ ഖാതിമുൽ അംബിയാ ത്വാഹ ഖൈറു ഹാദിൽ വറാ ത്വാഹ പ്രകാശം പ്രഭാവം പ്രവാചകമുല്ലേ പ്രപഞ്ചം പ്രകീർത്തിച്ച പ്രിയനൂറല്ലേ അതരം മധുരം മധുവാം മദീന കൂട്ട് അകമിൽ അലിയും ആറ്റൽ ഹബീബിൻ പാട്ട് നബിയേ തനിയേ തരുളായ തങ്ങടെ തനിയേ കുളിരായി വരൂ തിങ്കളേ അനുരാഗമേ അകതാരിലൊളിവാം നിലാവേ അഭിലാഷമേ അതപോടെ പാടുന്നു പൂവേ വേദം റഹ്മാനി പാരിലായി വേഷം ഈമാനിൻ സാരമായി റൂഹേ അലിഫാം അബീമാ റിഹേ വഹദാനി നേരാം സുമസബീലിദാ ഉലകേറ്റിദാ ഖൈറുൽ അനാമി ഹബീബി ഗുരുനിധിയെ ഗുണമതിയെ അഗതിരനൂറേ അഴകൊളിവേ അലിവരുവേ നബി മെഹബൂബേ അരികിലായിരുന്നു തേൻ മദ്ഹേറ് പാടിടാം അരികിലായിരുന്നു തേൻ മദ്ഹേറ് പാടിടാം ആശയാനി പാപിൽ തിരുദൂതരേ ആശയാനി പാപിൽ തിരുദൂതരേ ഷാനെ
अंबिया दिल में इमामिया दीने रास्ता दे हम पे हादिया सनदी मददी खुद बियदी सनदी मददी खुद बियदी അനുരാഗമേ അകതാരിലൊളിവാം നിലാവേ അഭിലാഷമേ അതബോടെ പാടുന്നു പോവേ അനുരാഗമേ അകതാരിലൊളിവാം നിലാവേ അഭിലാഷമേ അതബോടെ പാടുന്നു പോവേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്നത്തെ സദസ്സിൽ ചീരണി നൽകിയവർക്ക് അവരുടെ ഹലാലായ ഉദ്ദേശങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടി ദുആ ചെയ്യണം. പടന്ന സ്വദേശി പി അബ്ദുള്ള ഹാജി ഇന്ന് മരണപ്പെട്ടു. മഗ്ഫിറത്തിനായി ദുആ ചെയ്യാൻ. വീടിന് കിണർ കുഴിക്കുന്നുണ്ട്, പെട്ടെന്ന് വെള്ളമുണ്ടാവാനും ഖൈറിന് വേണ്ടി ദുആ ചെയ്യാൻ. മരണപ്പെട്ട അമ്മായിയുടെ പരലോകഗണത്തിനായി ദുആ ചെയ്യാൻ. കല്യാണം കഴിഞ്ഞ് 4 വർഷമായി മക്കളായിട്ടില്ല. മക്കളില്ലാത്ത എല്ലാ ദമ്പതികളും സ്വാലിഹ്യങ്ങളെ മക്കളുണ്ടാകാൻ വേണ്ടി. ഡ്രൈവിംഗ് ടെസ്റ്റ് ഉണ്ട്, ഹയറായ രീതിയിൽ ആദ്യത്തെ ടെസ്റ്റ് തന്നെ പാസ്സാകാൻ വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി. കടവും ബുദ്ധിമുട്ടും മാറി സന്തോഷത്തിലാവാൻ വേണ്ടി. ഒരു സുഹൃത്തിൻ്റെ ഭാര്യ ഗർഭിണിയാണ്, പ്രസവത്തിൻ്റെ സമയമായി. സുഖപ്രസവത്തിനും സ്വാലിഹായ സന്താനത്തിനും ദുആ ചെയ്യാൻ. ക്ലാസ്സിൽ സ്ഥിരമായി വരുന്ന ഒരു സഹോദരിക്ക് ശരീരമാസകളും ചൊറിച്ചിലാണ്, ഷിഫാന് ദുആ ചെയ്യാൻ. നാട്ടിലെ ഇലക്ഷൻ മുസ്ലിം ഉമ്മത്തിന് അനുകൂലമാകാനും നല്ല ഭരണ സംവിധാനം ഉണ്ടാകാൻ വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ. UAE പല ഭാഗങ്ങളിലും കഴിഞ്ഞ മഴക്കെടുതിയിൽ ബുദ്ധിമുട്ടുന്നവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരത്തിനായി ദുആ ചെയ്യാൻ. ഓൺലൈനിലൂടെ ഒരുപാട് ആൾക്കാർ ദുആ വസിയത്ത് ചെയ്തിട്ടുണ്ട്. ഈ വർഷം ഹജ്ജ് ഉദ്ദേശിച്ച് നിൽക്കുന്ന ഒരുപാട് ഹാജിമാർ, അവർക്ക് ഖൈറായ രീതിയിൽ മഖബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും സിയാറത്ത് ചെയ്ത് തിരിച്ചു വരാൻ തൗഫീഖിനായി ദുആ ചെയ്യാൻ. ഹലാലായ മുറാദുകൾ ഹാസിലാകാൻ വേണ്ടി. കല്യാണപ്രായം സഹോദരങ്ങൾക്ക് ലായിഖായ ഇണയെ ലഭിക്കാൻ വേണ്ടി. മക്കളില്ലാത്ത ദമ്പതികൾക്ക് സ്വാലിഹ്യങ്ങളെ മക്കളുണ്ടാവാൻ. മരണപ്പെട്ട മാതാപിതാക്കൾക്കും ബന്ധുജനങ്ങൾക്കും മഗ്ഫിറത്തിനായി ദുആ ചെയ്യാൻ. മകന് ഹുദവി കോഴ്സിന് അഡ്മിഷനിലും കിട്ടിയിട്ടുണ്ട്. ഖൈറായ രീതിയിൽ കോഴ്സ് പൂർത്തിയാക്കാനും സ്വാലിഹാവാനും വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണം. ജോലി അന്വേഷകർക്കും ജോലി നഷ്ടപ്പെട്ടവർക്കും ഖൈറായ ജോലി പകരം ലഭിക്കാൻ വേണ്ടി. ജോലിയിലും കച്ചവടത്തിലും ഖൈറും ബർക്കത്തിനായി ദുആ ചെയ്യാൻ. സമസ്ത കേരള ജമിയത്തുൽ ഉലമ തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി PT കുഞ്ഞു മുഹമ്മദ് മുസ്ലിയാർ അല്പം മുമ്പ് വഫാത്തായി. മഗ്ഫിറത്തിനായി ദുആ ചെയ്യാൻ. ഹൃദയം നന്നാവാനും ഇഖ്ലാസും തഖ്വയും വർദ്ധിക്കാൻ വേണ്ടി ദുആ ചെയ്യാൻ. വെള്ളപ്പാണ്ട് കൊണ്ട് വിഷമിക്കുന്ന മകൻ്റെ ഷിഫായിന് വേണ്ടിയിട്ട്. സ്ഥലത്തിൻ്റെ ആദാനം ശരിയായി കിട്ടാണ്ട് പെട്ടെന്ന് ശരിയാവാൻ വേണ്ടിയിട്ട്. സ്വാലിഹായ കുട്ടികൾ ഉണ്ടാകാൻ വേണ്ടി ദുആ ചെയ്യാൻ. നല്ല ജോലി ലഭിക്കാൻ വേണ്ടി ദുആ ചെയ്യാൻ. ലോകത്തിൻ്റെ പല ഭാഗത്തും വിഷമം അനുഭവിക്കുന്ന മുസ്ലിം സഹോദരങ്ങൾക്കായി പ്രത്യേകം ദുആ ചെയ്യണം. ചെയ്തുകൊണ്ടിരിക്കുന്ന ഏർപ്പാടിൽ ഖൈറും ബർക്കത്തും ഉണ്ടാവാനും ലൈസൻസ് പുതുക്കി കിട്ടുവാൻ വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണം. ജസാക്കുമുല്ലാഹു ഖൈർ. ബറക്കല്ലാഹ്. അബുദാബിയിൽ ജോലി ചെയ്തിരുന്നൊരു യുവാവ് ക്യാൻസർ രോഗം കാരണം നാട്ടിൽ ചികിത്സക്ക് പോയി. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഓപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. 12 മണിക്കൂറിലേറെ നീണ്ടു നിൽക്കുന്ന ഓപ്പറേഷനാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുക എന്നറിയാൻ പറ്റി. അള്ളാഹു ആ സഹോദരന് അള്ളാഹുവിൻ്റെ മഹലായ ഫദ്ൽ കൊണ്ട് ഷാഫിയായ അള്ളാഹു നീ ഷിഫ കൊടുക്കണേ പടച്ചവനെ. യാ ഷാഫി യാ കാഫി യാ മുആഫി അള്ളാഹു മഷ്ഫിഹി യാ റബ്ബ്. അള്ളാഹു നീ ഷിഫ കൊടുക്കണേ പടച്ചവനെ. നമ്മുടെ ഒരു സുഹൃത്തുണ്ട്, കുമ്പള സ്വദേശി ഇസുദ്ദീൻ ഹാജി. അദ്ദേഹത്തിൻ്റെ ഇളയ സഹോദരി ഹോസ്പിറ്റലിലാണ്, എറണാകുളത്താണ്, ചികിത്സയിലാണ്. അള്ളാഹുവെ അവർക്ക് ഷിഫ കൊടുക്കണേ പടച്ചവനെ. അള്ളാഹു ഷിഫ കൊടുക്കണേ പടച്ചവനെ. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി PT കുഞ്ഞു മുഹമ്മദ് മുസ്ലിയാർ വഫാത്തായി. നമ്മളിപ്പോൾ കേട്ടല്ലോ. അള്ളാഹു മഹാനുകൾക്ക് മഗ്ഫിറത്ത് ചെയ്യട്ടെ, അള്ളാഹു മർഹമത്ത് ചെയ്യട്ടെ. ഉഖർവിയായ ജീവിതം അള്ളാഹു സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. ബാക്കിയുടെ ദ്വാരക്കാൻ പറഞ്ഞ എല്ലാ ആളുകളുടെയും മുറാദുകൾ അള്ളാഹു ഹാസിലാക്കി കൊടുക്കട്ടെ. രോഗികൾക്കൊക്കെ അള്ളാഹു നീ സലാമത്ത് കൊടുക്കണേ റബ്ബെ. പഠിക്കുന്നവർക്ക് ഉന്നത വിജയം നൽകണേ പടച്ചവനെ. മരണപ്പെട്ടവർക്ക് മഗ്ഫിറത്ത് ചെയ്യണേ റബ്ബെ. വിഷമങ്ങളെ പരിഹരിക്കണേ തമ്പുരാനെ. നമ്മുടെ ക്ലാസ്സിലേക്കുള്ള പായസം അതിൻ്റെ ഓർഡർ സ്വീകരിക്കുന്നു എന്നറിയിച്ചിട്ടുണ്ട്. നീയത്തുള്ള ആളുകൾ അറിയിക്കുക. ഒന്നുള്ള അത് ഒരു ഖൈറായൊരു അമലാണ്. നല്ല നീയത്തോടു കൂടെ ചെയ്താൽ കൂലി കിട്ടും. അത്ഇമുത്ത്വആം സുലുൽ അർഹാം അഫ്ശുസ്സലാം അത്ഇമുത്ത്വആം സുലുൽ അർഹാം സല്ലു ബില്ലൈലി വന്നാസു നിയാം. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളോട് ചെയ്യണമെന്ന് നിഷ്കർഷിച്ച ഒരു അമലാണ് ഈ ഭക്ഷണം കൊടുക്കുക എന്ന് പറഞ്ഞാൽ. അത് പാനീയാണെങ്കിലും പായസമാണെങ്കിലും ചോറാണെങ്കിലും എന്താണെങ്കിലും ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുക. അത് പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കുക, അത് വേറെ കൂലിയാണ്. അല്ലാതെ തന്നെ ഒരു സദസ്സിന്
അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ വിളിച്ചിട്ട് ഒരു ഫംഗ്ഷൻ ആക്കിയിട്ട് എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുക ഭയങ്കര കൂലിയുള്ള കാര്യമാണ്. അത് പറ്റുന്നവർ, തൗഫീഖുള്ളവർ ചെയ്യണം. ഏതായിരുന്നാലും നമ്മുടെ സദസ്സിലേക്ക് അങ്ങനെ വല്ല നീയത്തുള്ളവർ നമ്മുടെ ഡെസ്കുമായി ബന്ധപ്പെടണം. അവരത് കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട്. ഇതിനുവേണ്ടി സഹായിക്കുന്ന വോളണ്ടിയർമാരായി പ്രവർത്തിക്കുന്ന ആളുകളാണ് അവരൊക്കെ. അള്ളാഹുരുടെയൊക്കെ പരിശ്രമങ്ങൾ അള്ളാഹു സ്വീകരിക്കട്ടെ. നിങ്ങളുടെയൊക്കെ നീയത്തുകൾ ആരെന്തൊക്കെ നീയത്ത് ചെയ്തുകൊണ്ടാണോ അത് ചെയ്ത് അതൊക്കെ അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മുഹമ്മദ് ഇതെന്താ സംഭവം? നമ്മുടെ മുഹമ്മദ് ഷാഹിദിനും പിന്നെ മിസ്ബാഹും രണ്ടുപേരും വരി. നമ്മുടെ ഹാഫിദിന് അതുപോലെ നമ്മൾ പാട്ട് പാടിയ മോനും രണ്ടുപേർക്കും ഓരോ സമ്മാനമുണ്ട്. ബിസ്മില്ലാ. ബിസ്മില്ലാ. അവരെവിടെ പഠിക്കാൻ പോണത്? അള്ളാഹു സ്വീകരിക്കട്ടെ. അവർക്കൊക്കെ അള്ളാഹു നല്ല ഭാവി നൽകട്ടെ. മക്കളാണ്, പഠിക്കുന്ന കുട്ടികളാണ്. യാസിൻ പോയോ? കോളേജൊക്കെ തുടങ്ങിയിട്ടുണ്ട്. നാട്ടിലെ അറബി കോളേജുകളൊക്കെ ആരംഭിച്ചല്ലോ. അപ്പോൾ കുട്ടികളൊക്കെ പഠിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. അതൊക്കെ അവർക്കൊക്കെ നന്നായി പഠിച്ച് കോഴ്സൊക്കെ പൂർത്തിയായി നല്ല ഉഖ്റവിയായ ആലിമീങ്ങളും പണ്ഡിതന്മാരൊക്കെ ആയിട്ട് മാറണം. അള്ളാഹു അവർക്ക് നമുക്കൊക്കെ അതിന് തൗഫീഖ് ചെയ്യട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി അലാ കുല്ലി ഹാൽ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദി വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അർഹമർ റഹീമായ മാലിക്കുൽ മുലൂക്കായ അൽ ബാഖി സുബ്ഹാനഹ്. അല്ലാഹുവേ, ബഖാ നിനക്ക് മാത്രമാണ്. ഞങ്ങൾ മരിച്ച് മണ്ണിലേക്ക് ചേരാൻ പോകുന്നവരാണ്. അല്ലാഹു, നീ ഞങ്ങളെ ഈ ദുനിയാവിലും നാളെ ആഖിറത്തിലും നീ പൊരുത്തപ്പെട്ട നിൻ്റെ ഇബാദു സ്വാലിഹീങ്ങളിൽ ചേർത്തി തരണമേ തമ്പുരാനെ. അള്ളാഹു, ഞങ്ങൾക്ക് നീ നിൻ്റെ റഹ്മത്തും നിൻ്റെ മഗ്ഫിറത്തും എല്ലാവിധ നന്മകൾക്കുള്ള തൗഫീഖും നൽകണമേ തമ്പുരാനെ. അള്ളാഹു, ഇബാദത്തിന് ആനന്ദവും അതിന് ഉത്സാഹവും നൽകണേ റഹ്മാനെ. നമ്മുടെ ഇബാദത്തുകളെ നീ സ്വീകരിക്കണേ തമ്പുരാനെ. നിയ്യത്തുകളെ നന്നാക്കി തരണേ തമ്പുരാനെ. ഇഖ്ലാസിലെ അപാകതകളെ പരിഹരിക്കണേ റബ്ബേ. അള്ളാഹു, ഞങ്ങൾ ചെയ്യുന്നതിൻ്റെ വജ്ഹിന് വേണ്ടിയായ അമലാക്കി മാറ്റിത്തരണേ തമ്പുരാനെ. വൽ ബാഖിയാത്തു സ്വാലിഹാത്തു ഖൈറുൻ ഇൻദ റബ്ബിക സവാബൻ വ ഖൈറുൻ അമല. അള്ളാഹു, നാളെ ബാക്കിയാവുന്നത് സൽക്കർമ്മങ്ങൾ മാത്രമാണല്ലോ. ഞങ്ങളുടെ ഇബാദത്തുകളെ നീ സ്വീകരിക്കണേ റഹ്മാനെ. അള്ളാഹുവേ, സ്വദഖത്തു സിർരി തുത്ഫിഉ ഗളബർ റബ്ബ്. നിൻ്റെ ദേഷ്യം കെടുത്തിക്കളയുന്നത് രഹസ്യമായ സ്വതക്കയാണല്ലോ ഉടച്ചവനെ. അള്ളാഹുവെ, രഹസ്യമായ സ്വതക്ക ചെയ്യാൻ തൗഫീഖ് നൽകണേ റബ്ബേ. സമ്പത്ത് കൊണ്ട് അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഹലാല് കൊണ്ട് ഐശ്വര്യം നൽകണേ റബ്ബേ. കടങ്ങൾ വീട്ടിത്തരണേ തമ്പുരാനെ. സാമ്പത്തികമായ ഏതെല്ലാം പ്രയാസങ്ങളിലൂടെ ഞങ്ങൾ കടന്നു പോകുന്നുണ്ടോ അള്ളാഹു, അതൊക്കെ നീ പരിഹരിക്കണമേ തമ്പുരാനെ. ബിസിനസ്സുകൾ തകർന്നു പോയത് അള്ളാഹു, അതിനൊക്കെ നീ പരിഹാരം നൽകണേ റബ്ബേ. ജോലി നഷ്ടപ്പെട്ടവർക്ക് ഖൈറായത് പകരം കൊടുക്കണേ റബ്ബേ. ഞങ്ങളുടെ മഈശത്തുകളിൽ ബറക്കത്ത് നൽകണേ അള്ളാഹ്. നിങ്ങൾക്ക് നൽകുന്ന റിസ്ഖിൽ ബറക്കത്ത് നൽകണേ റബ്ബേ. ആരോഗ്യം നിലനിർത്തി തരണേ റഹ്മാനെ. ആഫിയത്ത് നിലനിർത്തണേ റഹ്മാനെ. നീ തന്ന ആരോഗ്യം അള്ളാഹു നിൻ്റെ വജ്ഹിന് വേണ്ടി നല്ല കാര്യങ്ങൾക്ക് ചെലവഴിക്കുന്ന മുഅ്മിനീങ്ങളുടെ ഭാഗ്യം ഞങ്ങൾക്ക് നൽകണമേ അള്ളാഹ്. അള്ളാഹു, ഞങ്ങൾക്ക് സ്വർഗം നൽകണേ റബ്ബേ. അള്ളാഹു, ജന്നത്തുൽ ഫിർദൗസ് തരണേ റബ്ബേ. നിങ്ങളുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, മുശായിഖന്മാർ ഞങ്ങൾ ദുആ കൊണ്ട് വസീയത്ത് ചെയ്തു മരണപ്പെട്ടു പോയവർ, അള്ളാഹുവേ, അതിൻ്റെ അസ്ബാബുകൾ ചെയ്യാനുള്ള അമാലുകൾക്ക് തൗഫീഖ് നൽകണേ തമ്പുരാനെ. കാരുണ്യവാനായ റബ്ബേ, ഞങ്ങളുടെ ശരീരവും മനസ്സും ഒരുപോലെ നീ വൃത്തിയാക്കി തരണേ റഹ്മാനെ. നിനക്കിഷ്ടമില്ലാത്ത ഏതെല്ലാം സ്വഭാവങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ടോ, ഞങ്ങളുടെ പെരുമാറ്റങ്ങളിലുണ്ടോ, അള്ളാഹു അതൊക്കെ നീക്കിത്തന്ന് നീ അഷ്റഫ് ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹുസ്നുൽ ഖുലുഖ് ഞങ്ങൾക്ക് നൽകണമേ റഹ്മാനെ. അള്ളാഹു, ഞങ്ങളുടെ ശരീരത്തിലെ അസുഖങ്ങൾ, ഏതെല്ലാം വൈറസുകളും അണുക്കളും ഉണ്ടോ ശരീരത്തിൽ, ഏതെല്ലാം രോഗങ്ങളുടേത് നിനക്കറിയുമല്ലോ റബ്ബേ. ഈ നിമിഷം അതെടുത്തു കളഞ്ഞ് പരിപൂർണമായ ആഫിയത്ത് ഞങ്ങൾക്ക് വിധിക്കണമേ തമ്പുരാനെ. അള്ളാഹു, ഇപ്പം അടുത്ത് മരണപ്പെട്ട PT കുഞ്ഞു മുഹമ്മദ് മുസ്ലിയാർ, അള്ളാഹു നീ അവർക്ക് മഗ്ഫിറത്ത് ചെയ്യണേ റബ്ബേ. അബുദാബിയിൽ ജോലി ചെയ്തിരുന്നൊരു ചെറുപ്പക്കാരൻ 12 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന സർജറി, ക്യാൻസറിന് വേണ്ടി ചികിത്സയിലാണ്. അള്ളാഹു, നിനക്കറിയുമല്ലോ. ആ സഹോദരന് നീ ഷിഫ കൊടുക്കണേ റബ്ബേ. അള്ളാഹു, ഷിഫ കൊടുക്കണേ പടച്ചവനെ. അള്ളാഹു, ഷിഫ കൊടുക്കണേ റബ്ബേ.
എല്ലാ തരത്തിലുമുള്ള പരീക്ഷണങ്ങളിൽ നിന്ന് റബ്ബേ നീ ഞങ്ങളെ കാക്കണേ തമ്പുരാനെ, മാരക രോഗങ്ങളിൽ നിന്ന് കാക്കണേ റഹ്മാനെ. അള്ളാഹുവേ വിഷമത്തിലായി പോകുന്ന വേദന കൊണ്ട് സഹിക്കാൻ പറ്റാതെ വിഷമിച്ചു പോകുന്ന വേദനയുള്ള അസുഖങ്ങൾ കൊണ്ട് നീ പരീക്ഷിക്കരുതേ റഹ്മാനെ. അള്ളാഹു ഞങ്ങളുടെ ഒരു സുഹൃത്തിൻ്റെ കാര്യം പറഞ്ഞിരുന്നു, റിയാസ് എന്ന് പറഞ്ഞ വളപട്ടണം പിന്നെ എന്തങ്ങോട്ട് പറയല്, വളപട്ടണമല്ല, പാപ്പിനിശ്ശേരി. ശരീരത്തിന് ഭയങ്കരമായ വേദന വന്ന് ഞാനിപ്പോൾ കഴിഞ്ഞ ശനിയാഴ്ച ഈ കഴിഞ്ഞ ശനിയാഴ്ച വീണ്ടും റിയാസിൻ്റെ വീട്ടിൽ പോയി. സുബ്ഹാനല്ലാഹ്, ചെറുപ്പക്കാരനാണ്, 30-35 വയസ്സ് താഴെ പ്രായമുള്ളൂ. പെട്ടെന്നൊരു വേദന വരികയാണ്. ക്യാൻസറൊന്നുമല്ല, പക്ഷേ ശരീരത്തിൻ്റെ 2 ഹിപ്പ് ഈ ഊരക്ക് ഒക്കെ സർജറി ചെയ്ത് എല്ലൊക്കെ പൊട്ടി എന്തൊക്കെയോ പ്രയാസത്തിലാണ്. വേദന സഹിക്കാൻ പറ്റാത്ത വേദന. ആ വേദനയുടെ ഒരു 10% ഞാൻ വന്നപ്പോൾ ഉണ്ടായിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അതിങ്ങനെയൊന്നുമല്ല ഉണ്ടാവില്ലെന്ന്. ആ മോന് ഇരിക്കാൻ പറ്റൂല, കിടക്കാൻ പറ്റൂല, നടക്കാൻ പറ്റൂല, ഈ ശരീരം മുഴുവനും സ്ക്രൂ ഇതൊക്കെ ആയിട്ട് ഇരിക്കാൻ പറ്റൂല. പറയാം, എനിക്ക് അത്രേ ആഗ്രഹമുള്ളൂ, വേദന ഇല്ലാതായാൽ മതി, എനിക്കൊന്ന് നടന്നു കിട്ടിയാൽ മതി, വേറൊന്നും ആഗ്രഹമില്ല. പെട്ടെന്നൊരു വേദന വന്നു. ഞാൻ നമ്മുടെ കൂടല്ലേ 1-2 ചെറുപ്പക്കാർ ഞങ്ങളൊക്കെ കൂടിയിട്ട് കുറേ പിടിച്ചു നിർത്തി. എന്താ ചെയ്യുക, എടുത്താൽ എല്ല് പൊട്ടും, കൊണ്ടുപോയി കിടത്താൻ ബെഡിൽ കിടക്കാൻ കഴിയില്ല, സൈഡ് വേദനയാണ്, ഇരിക്കാൻ പറ്റുന്നില്ല, എങ്ങനെയൊക്കെയോ എന്തൊക്കെയോ ചെയ്യാണ്. എല്ലാവരും ആമീൻ പറയും. അല്ലാഹു നീ ശിഫ കൊടുക്കണേ റബ്ബേ, ആ വേദനയ്ക്ക് ശമനം കൊടുക്കണേ പടച്ചവനെ, ശിഫ കൊടുക്കണേ പടച്ചവനെ, ശിഫ കൊടുക്കണേ റബ്ബേ, ശിഫ കൊടുക്കണേ റബ്ബേ, ശിഫ കൊടുക്കണേ റബ്ബേ, ശിഫ കൊടുക്കണേ റബ്ബേ, ആമീൻ. വേദനൻ്റെ മരുന്ന് ഡോക്ടർമാർ പറയാം, 2 കൊല്ലത്തിനുള്ള വേദനൻ്റെ മരുന്ന് ഇപ്പോൾ തന്നു കഴിഞ്ഞു, ഇനി ഞങ്ങൾക്ക് വേദനയ്ക്കുള്ള മരുന്ന് ഇനി തരാൻ പാടില്ല. മെഡിക്കൽ എത്തിക്സ് പ്രകാരം ഇനി നിങ്ങൾക്ക് തന്നാൽ നിങ്ങളുടെ ഹാർട്ടും ലിവറൊക്കെ അടിച്ചു പോകും. അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യുന്നു പറയും, എനിക്കൊരു ഇഞ്ചക്ഷൻ തരി, എന്തെങ്കിലും തരി, വേദന സഹിക്കാൻ വയ്യ. ഡോക്ടർമാർ വരെ ഞങ്ങൾ കൊണ്ടുപോയി, ഞങ്ങൾക്കൊന്നും തരാൻ പറ്റില്ല. 2 കൊല്ലത്തിന് കുടിക്കാനുള്ള മരുന്ന് ഇപ്പം തന്നെ കൊടുത്തു കഴിഞ്ഞു. അത്രയും എന്താണ് ഇതിൻ്റെ സിറെന്നറിയില്ല. അല്ലാഹു നീ ശിഫ കൊടുക്കണേ പടച്ചവനെ. അല്ലാഹു അത്തരം രോഗങ്ങളെ കൊണ്ട് ആരെയും പരീക്ഷിക്കരുതേ റബ്ബേ. റഹ്മാൻ റഹീമേ, ഞങ്ങൾക്ക് ആഫിയത്ത് നൽകി അനുഗ്രഹിക്കണേ പടച്ചവനെ. ആ ചെറുപ്പക്കാരന് വേണ്ടിയൊക്കെ സഹായിച്ച ആൾക്കാരുണ്ട്, അവരൊക്കെ നീ സഹായിക്കണേ പടച്ചവനെ. നമ്മൾ നൈജീരിയയിലേക്ക് ഇഫ്താറിന് വേണ്ടിയൊക്കെ ഒരുപാട് ആൾക്കാർ സഹായിച്ചിട്ടുണ്ടായിരുന്നു റമളാനിൽ. അല്ലാഹു നീ അവരൊക്കെ സഹായിക്കണേ റബ്ബേ. ഓരോരുത്തരും ചെയ്ത സൽക്കർമ്മങ്ങളെ കബൂൽ ചെയ്യണേ തമ്പുരാനെ. ദാൽഹുദക്കും ഹാദിയുടെ നോർത്ത് ഇന്ത്യയിലേക്കുള്ള മദ്രസക്ക് വേണ്ടിയൊക്കെ സഹായിച്ച ആളുകളെ കണ്ട് പ്രത്യേകം എടുത്തു പറയാം. വേറെ ഒരുപാട് വിഷയങ്ങളിൽ ദീനി സ്ഥാപനങ്ങൾക്കൊക്കെ നമ്മുടെ നാട്ടിലെ മഹലിനും മദ്രസക്കൊക്കെ സഹായിച്ചവരുണ്ട്. അല്ലാഹു എല്ലാവർക്കും നീ ഖൈറു ചെയ്യണേ റബ്ബേ. ബാഖിയാത്ത് സ്വാലിഹാത്തായി സ്വീകരിക്കണേ തമ്പുരാനെ. അല്ലാഹു ഞങ്ങളുടെ നാട് ഒരു വലിയ ഒരു തെരഞ്ഞെടുപ്പിന് സാക്ഷിയാവുന്ന സമയമാണ് നാളെ. റഹ്മാൻ റഹീമേ, നീതിക്കും സത്യത്തിനും വില നൽകുന്ന ആദിലായ ഹക്കായ അല്ലാഹുവേ, പച്ച നുണ പറഞ്ഞും വിദ്വേഷങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടും ആളുകളുടെ മനസ്സുകൾക്കിടയിൽ വിള്ളലുണ്ടാക്കുന്നൊരു സാഹചര്യം ഇല്ലാതെയായി അല്ലാഹുവേ മനസ്സമാധാനത്തോടെ ജീവിക്കാൻ ഈ ഉമ്മത്തിനും മറ്റു ന്യൂനപക്ഷങ്ങൾക്കും എല്ലാ ജനങ്ങൾക്കും സാധ്യമാകത്തക്ക വിധം നല്ല മനുഷ്യരുടെ കൈകളിലേക്ക് നിങ്ങളുടെ രാജ്യത്തിൻ്റെ അധികാരം എത്തിക്കണമേ തമ്പുരാനെ. റഹ്മാൻ റഹീമേ, നീതി പുലർത്തണേ തമ്പുരാനെ. ഹക്കിനെ വിജയിപ്പിക്കണമേ തമ്പുരാനെ. സ്നേഹത്തെ വിജയിപ്പിക്കണേ റബ്ബേ. വെറുപ്പും വിദ്വേഷവും വർഗീയതയും പരാജയപ്പെടുത്തണേ തമ്പുരാനെ. അല്ലാഹുമ്മ അലൈക തവക്കൽനാ വ ഇലൈക അനബിനാ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ. എല്ലാവരും ചൊല്ലി ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ വനിഅമൽ മൗലാ വനിഅമൻ നസീർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അദീം. وبحق حسبنا الله ونعم الوكيل نعم المولى ونعم النصير ولا حول ولا قوة إلا بالله العلي العظيم. حسبنا الله ونعم الوكيل نعم المولى ونعم النصير ولا حول ولا قوة إلا بالله العلي العظيم. الله ഞങ്ങളുടെ ആഖിബത്ത് നന്നാക്കി തരണേ റബ്ബേ. കലിമ ചൊല്ലി മരിക്കാനുള്ള ഭാഗ്യം നൽകണേ പടച്ചവനെ. ഞങ്ങളുടെ മരണപ്പെട്ടവരുടെ ഖബറിനെ വിശാലമാക്കി കൊടുക്കണേ റഹ്മാനെ. സജ്ജനങ്ങളുടെ സ്വഹബത്ത് അല്ലാഹു ജീവിച്ചിരിക്കുമ്പോഴും നാളെ മരിച്ചു കിടക്കുമ്പോൾ ഖബറിൻ്റെ അരികത്തും സജ്ജനങ്ങളുടെ കൂടെ കിടക്കാനുള്ള ഭാഗ്യം നൽകണേ തമ്പുരാനെ. അഷ്റഫുൽ ഹൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരുപാട് തവണ സിയാറത്ത് ചെയ്യാനും പരിശുദ്ധ കഅബാലയത്തിൻ്റെ അരികത്ത് ഇബാദത്തിനിരിക്കാനും ഉംറയും ഹജ്ജും സിയാറത്തും ഒക്കെ ഒരുപാട് ജീവിതത്തിൽ നിർവഹിക്കാനും
നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. അൽ ജുമുഅത്തു ഇലൽ ജുമുഅ വ റമളാനു ഇലാ റമളാൻ വൽ ഉംറത്തു ഇലൽ ഉംറ കഫാറത്തുൻ ലിമാ ബൈനഹുമാ എന്ന് പറഞ്ഞ മഹത്വം അല്ലാഹു ഞങ്ങൾക്ക് നിങ്ങളുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമായി ഞങ്ങളുടെ ഉംറയും ഞങ്ങളുടെ ജുമുഅയും ഞങ്ങളുടെ റമളാനിനെയും സ്വീകരിക്കണമേ തമ്പുരാനെ. അല്ലാഹുവെ, ഹജ്ജിന് നിയ്യത്ത് ചെയ്ത ആളുകൾക്ക് മുഴുവൻ അല്ലാഹു നീ ഇത് എളുപ്പമാക്കി കൊടുക്കണേ പടച്ചവനെ. എല്ലാവർക്കും അല്ലാഹു ഇതിന് തൗഫീഖ് നൽകണേ പടച്ചവനെ. റഹ്മുർ-റഹീമായ റബ്ബേ, അല്ലാഹുവെ, ഞങ്ങളുടെ ഈ നാട് UAE അല്ലാഹുവെ, ഇവിടം നിൻ്റെ റഹ്മത്ത് കൊണ്ട് നിറക്കണമേ തമ്പുരാനെ. എല്ലാ തരത്തിലുമുള്ള പ്രശ്നങ്ങളിൽ നിന്ന്, ബുദ്ധിമുട്ടുകളിൽ നിന്ന് അല്ലാഹുവെ ഈ രാജ്യത്തെയും സർവ്വരാജ്യങ്ങളെയും പ്രത്യേകിച്ച് മുസ്ലിം ഉമ്മത്തിൻ്റെ രാജ്യങ്ങളൊക്കെ നീ കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. اللهم أدم على دولة الإمارات نعمة الأمن والأمان والازدهار والاستقرار. اللهم أيد رئيس الدولة ونوابه وحكام الإمارات لما تحبه وترضى. اللهم ارحم الشيخ زايد والشيخ راشد القادة المؤسسين والشيخ مختوم والشيخ خليفة بن زايد وسائر حكام الإمارات الذين انتقلوا إلى رحمتك. اللهم تغمدهم برحمتك وبل بوابل الرحمة ثراهم. اللهم ارحمنا وارحم المسلمين أجمعين. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين بفضله. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم وصل على جميع الأنبياء والمرسلين. الحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. جزاكم الله خيرا. السلام عليكم ورحمة الله وبركاته. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. സഹോദരങ്ങളെ, എല്ലാ ആഴ്ചയും ഉണർത്താറുള്ളത് പോലെ അടുത്ത ആഴ്ചയും ക്ലാസ് 8:45